നമസ്കാരം. ഗെവിൻ ജെറാൾഡിന്റെ ശിഷ്യൻ പറഞ്ഞ ആ വാചകം ശരിക്കും ജെറാൾഡിനെ ഏതാണ്ട് നിശ്ചലനാക്കി. ജെറാൾഡ് ഒന്നും മിണ്ടാതെ ആ കിണറിന്റെ പാതിയിലങ്ങ് പിടിച്ചു പോവുകയാണ്. അയാൾ ശരിക്കും വിറയ്ക്കുന്നുണ്ട്. അയാൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനൊരു സംഭവം. ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം അയാൾ ആ ശിഷ്യനോട് ചോദിച്ചു, ഏയ് ആ ഷിമിനെ എന്തിനാ അത് ചെയ്തേ? അങ്ങനെ ചോദിക്കുമ്പോൾ മാസ്റ്റർ ഗെവിന്റെ ശബ്ദം വളരെ ഇടറുന്നുണ്ട്. ഗെവിന്റെ ചോദ്യത്തിന് ഉത്തരമായി ആ ശിഷ്യൻ പറഞ്ഞു, മാസ്റ്റർ എന്താ സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. പെട്ടെന്ന് ഷിമിന്റെ ശക്തി അങ്ങ് വർദ്ധിച്ചത്. അവന് ഭയങ്കര ശക്തി, നമ്മളെ എല്ലാവരെക്കാളും ശക്തി അവനുണ്ട്. അവൻ ഞങ്ങളെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് ഞങ്ങളോട് പറഞ്ഞത് എല്ലാവരും അവനെ അംഗീകരിക്കണമെന്നാണ്. അവൻ പുതിയ സെക്ഷൻ ആരംഭിക്കുന്നു, ആ സെക്ഷനിൽ എല്ലാവരും ജോയിൻ ചെയ്യണമെന്നൊക്കെ അവൻ പറഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ എതിർത്തു. അവനോട് ഞങ്ങളുടെ എതിർപ്പ് പ്രകടിപ്പിച്ചപ്പോൾ അവൻ തലങ്ങും വിലങ്ങും നോക്കാതെ എല്ലാവരെയും കൊല്ലുകയായിരുന്നു. അവൻ ആളുകളെ കൊല്ലുന്ന കണ്ടപ്പോൾ ഞാൻ ഈ കിണറ്റിനകത്ത് ഇറങ്ങി രക്ഷപ്പെട്ടതാണ്. വേറെയും ആരൊക്കെയോ രക്ഷപ്പെട്ടെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ആ ശിഷ്യൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പല ഭാഗത്തു നിന്നായി ഒന്ന് രണ്ട് ആളുകൾ കൂടി അങ്ങോട്ടെത്തി. ഷിമിൻ അവിടെ നടത്തിയ ആ താണ്ഡവം, ആ വന്ന ഓരോ ആളുകളും അവരുടെ വാക്കുകളിലൂടെ മാസ്റ്റർ ഗെവിനെ അറിയിച്ചപ്പോൾ ഗെവിന് ഒരു അക്ഷരം പോലും സംസാരിക്കാൻ പറ്റുന്നില്ല. അയാൾ ശരിക്കും തളർന്ന് താഴേക്ക് വീണു. അയാൾ താഴെ തലയിടിച്ച് വീഴുന്നതിന് തൊട്ട് മുമ്പ് മാർക്ക് ഫെല്ലർ അയാളെ താങ്ങിയായിരുന്നു. മാർക്ക് ഗെവിനെ ഒരു പരുവത്തിൽ അവിടെ നിന്ന് എടുത്ത് അകത്ത് മുറി കൊണ്ടുവന്ന് കിടത്തി. കുറെ നേരം കഴിഞ്ഞിട്ടാണ് ഗെവിന് ബോധം വീഴുന്നത്. മാസ്റ്റർ ഗെവിന് ബോധം വീഴുമ്പോൾ അയാളുടെ അടുത്ത് മാർക്കുണ്ട്. മാർക്കും നീൽ ഫ്ലെമിങ്ങും അയാളുടെ ശിഷ്യന്മാരും ഒക്കെ ചുറ്റും നിൽക്കുകയാണ്. എല്ലാവരും അയാളെ തന്നെ നോക്കി നിൽക്കുന്ന കണ്ടതും ഗെവിൻ സങ്കടത്തോടെ മാർക്കിനോട് പറഞ്ഞു, മാർക്ക് സോറി, എനിക്ക് നിന്റെ അച്ഛന് കൊടുത്ത വാക്ക് പാലിക്കാൻ പറ്റിയില്ല. മാസ്റ്റർ എന്താ ഈ പറയുന്നത്? അച്ഛന് അങ്ങ് വാക്ക് കൊടുത്തത് വളരെ വർഷങ്ങൾക്ക് മുമ്പല്ലേ? ആ വാക്ക് പാലിക്കാൻ വേണ്ടി അങ്ങ് ഇത്രയും വർഷം അത് സൂക്ഷിച്ചു വെച്ചു എന്നുള്ളത് തന്നെ അങ്ങയുടെ മഹത്വത്തെയല്ലേ സൂചിപ്പിക്കുന്നത്? മറ്റാരാണെങ്കിലും ആ സാധനം എന്നെ സ്വയം ഉപയോഗിച്ചനെ. വെറും 10 പാക്കറ്റ് എൻലൈറ്റ്മെന്റ് തേയിലയാണ് മാർക്കിന്റെ പിതാവ് മാസ്റ്റർ ഗെവിൻ ജെറാൾഡിനെ കൊടുത്തത്. അതിൽ 7 പാക്കറ്റ് ജെറാൾഡിന് ഉപയോഗിക്കാം, 3 പാക്കറ്റ് മാർക്കിന് കൊടുക്കണം. അതായിരുന്നു കണ്ടീഷൻ. ആ എൻലൈറ്റ്മെന്റ് ടീയുടെ ശക്തിയെക്കുറിച്ച് സ്വയം ബോധ്യമുള്ള ഗെവിൻ മാർക്ക് എന്ന വ്യക്തിയെക്കുറിച്ച് കേൾക്കാത്തത് കൊണ്ട് ആ തേയില സ്വയം ഉപയോഗിക്കാൻ തീരുമാനിച്ചിരുന്നുവെങ്കിൽ ആരും ചോദിക്കില്ലായിരുന്നു. ഈ തേയില അയാളുടെ കൈ കിട്ടപ്പോൾ മാർക്ക് എവിടെ ഉണ്ടെന്ന് പോലും അയാൾക്ക് അറിയില്ലായിരുന്നു. ഏകദേശം 30 കൊല്ലത്തോളം അയാൾ ആ തേയില സൂക്ഷിച്ചു എന്നുള്ളതാണ് സത്യം. മാർക്ക് ആ കാര്യം ഗെവിനോട് പറഞ്ഞപ്പോൾ ഗെവിന് ശരിക്കും ഒരു അതിശയം. ഗെവിൻ അമ്പരപ്പോടെ മാർക്കിനോട് ചോദിച്ചു, അപ്പോ മാർക്കിന് വിഷമമില്ലേ? ഹേയ് മാസ്റ്റർക്ക് എന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ മാസ്റ്റർ അത് സൂക്ഷിച്ചു വെച്ചത്. മാസ്റ്റർ സൂക്ഷിച്ചു വെച്ചു എന്നുള്ളത് സത്യവുമാണ്. പിന്നെ ഒരാൾ മാസ്റ്ററോട് പറയാതെ അതെടുത്തതിൽ നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അത് വിട്ടേക്ക്, ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ല. മാർക്കിനെ സംബന്ധിച്ചിടത്തോളം ആ എൻലൈറ്റ്മെന്റ് ടീ കിട്ടിയിരുന്നുവെങ്കിൽ ന്യൂ സെലസ്റ്ററിൽ ചെന്ന് എമിലി ബ്ലാക്കിനെ ചോദിക്കാനുള്ള കരുത്ത് ആ തേയില വഴി ഉണ്ടാക്കാൻ പറ്റിയില്ല. ശരിക്കും മാർക്കിന്റെ ലെവൽ വർദ്ധിപ്പിക്കാൻ ആ എൻലൈറ്റ്മെന്റ് ടീക്ക് പറ്റുമായിരുന്നു. അക്കാര്യം മാർക്കിന് അറിയാം. പക്ഷേ ആ തേയില കിട്ടിയില്ല എന്ന് വെച്ച് മാർക്കിന്റെ ലക്ഷ്യത്തിൽ നിന്ന് മാറാനൊന്നും പോകുന്നില്ല. ഒരു മാർഗം അല്ലെങ്കിൽ വേറൊരു മാർഗം. മാർക്ക് ഗെവിനോട് പറഞ്ഞു, മാസ്റ്റർ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മാർഗത്തിലൂടെ അല്ലെങ്കിൽ മറ്റൊരു മാർഗത്തിലൂടെ ഞാൻ എന്തായാലും ലക്ഷ്യത്തിലെത്തും. അങ്ങ് അതിനെക്കുറിച്ച് ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കേണ്ട കാര്യമില്ല. അത്രയും മാർക്ക് പറഞ്ഞപ്പോഴാണ് മാസ്റ്റർ ഗെവിന് ഒരു ആശ്വാസമായത്. ഗെവിൻ കിടക്കയിൽ നിന്ന് എണീറ്റു. ഗെവിൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക് ഇത് പക്ഷേ അങ്ങനെ അങ്ങ് വിട്ടാ പറ്റില്ല. നമുക്ക് അവനെ പോയി കാണാം. അവൻ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. അങ്ങനെ മാസ്റ്റർ ഗെവിൻ പറഞ്ഞതും ഗെവിന്റെ ശിഷ്യൻ മാസ്റ്ററോട് പറഞ്ഞു, മാസ്റ്റർ പക്ഷേ അങ്ങ് ശ്രദ്ധിക്കണം, അവന്റെ ശക്തി ശരിക്കും വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. എൻ്റെ ഒരു കാൽക്കുലേഷനിൽ ഷിമിൻ ഏതാണ്ട് 8th ലെവൽ എത്തിയെന്നാണ് തോന്നുന്നത്. 8th ലെവൽ ഗ്രാൻഡ് മാസ്റ്റർക്ക് ശരിക്കും അൺബിലീവബിൾ ആയുള്ള സ്ട്രെങ്ത് ഉണ്ടാവും. മാസ്റ്റർ ഗെവിനേക്കാൾ 3 ലെവൽ മുകളിലാണ് ഇപ്പോൾ ഷിമിൻ. ആ യാഥാർത്ഥ്യം ഗെവിൻ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് വൻ അപകടമാണെന്നാണ് ഗെവിന്റെ ശിഷ്യൻ ഗെവിനോട് പറഞ്ഞത്. അത് കേട്ടപ്പോൾ
ഗെവിൻ ആ ശിഷ്യനോടും മാർക്കിനോടായൊക്കെ പറഞ്ഞു, ഓക്കെ, അതൊക്കെ വിട്ടേക്ക്, എനിക്ക് എന്തായാലും അവനെ കണ്ട് സംസാരിച്ചേ പറ്റൂ. അങ്ങനെ പറഞ്ഞിട്ട് ഗെവിൻ മാർക്കിനോട് പറഞ്ഞു, മാർക്കിന് അറിയൂ, ഈ ഷിമിനെ ഞാൻ കാണുന്നത് തെരുവിൽ വെച്ചാണ്. അതവനൊരു കൊച്ചുകുട്ടിയാണ്. അവൻ ഒരു വേസ്റ്റ് ബോക്സിൽ നിന്ന് കഴിക്കാൻ ഭക്ഷണം വല്ലോ ഉണ്ടോയെന്ന് നോക്കുമ്പോഴാണ് ഞാൻ അവനെ കാണുന്നത്. അന്നവന് 2 വയസ്സിന് താഴെയാണ് പ്രായം. അവനെ അന്ന് എൻ്റെ കൂടെ ഞാൻ കൂട്ടിയതാണ്. അവന് ഭക്ഷണം കൊടുത്തു, അവനെ പഠിപ്പിച്ച്, അവനെ എല്ലാ ആയുധ വിധികളും ഞാൻ അഭ്യസിപ്പിച്ചു. അവനെ യഥാർത്ഥത്തിൽ ഞാൻ എൻ്റെ മകനായിട്ടാണ് കണ്ടിരുന്നത്. അവൻ എന്നോട് ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മാസ്റ്റർ ഗെവിൻ അങ്ങനെ പറയുമ്പോൾ അയാളുടെ മനസ്സിനകത്തുള്ള സങ്കടം കേൾക്കുന്ന ഏതൊരാൾക്കും ബോധ്യമാകും. മാർക്കിന് മാസ്റ്റർ ഗെവിന്റെ ആ മാനസികാവസ്ഥ ശരിക്കും മനസ്സിലാകും. ഹൃദയത്തിന്റെ ഉള്ളിൽ നമ്മൾ സൂക്ഷിക്കുന്ന ഒരാൾ, നമ്മളുടെ ഏറ്റവും അടുപ്പമുണ്ടെന്ന് നമ്മൾ കരുതുന്ന ഒരാൾ നമ്മളെ ചതിക്കുമ്പോൾ അതൊരു വല്ലാത്ത വേദനയാണ്. മാർക്ക് ആ വേദന സ്വയം അനുഭവിച്ചറിഞ്ഞ ആളാണ്. മാർക്കിന്റെ ഭാര്യ മാർക്കിനെ ചതിച്ച് മറ്റൊരാൾക്കൊപ്പം ആ മുറിയിൽ കഴിയുന്ന രംഗം നേരിൽ കാണാൻ ഇടവന്ന ആ നിമിഷം ഇപ്പോഴും മാർക്കിന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല. അതൊരു വല്ലാത്ത വേദനയാണ്. ശരിക്കും ഒരാൾ പിന്നിൽ നിന്ന് കുത്തുമ്പോൾ നമുക്ക് വല്ലാത്ത വേദന തോന്നും. പക്ഷെ ആ കുത്തുന്ന ആള് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളാകുമ്പോൾ ആ വേദന 10 മടങ്ങ് വർദ്ധിക്കും. ആ വേദന എന്താണെന്ന് മാർക്കിന് അറിയാം. അതുകൊണ്ട് തന്നെ മാർക്ക് മാസ്റ്റർ ഗവിന്റെ തോളി തട്ടി അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുകയാണ്. മാർക്ക് ഗവിനോട് പറഞ്ഞു, മാസ്റ്റർ, ഇനി അതിനെക്കുറിച്ചൊന്നും ആലോചിച്ചിട്ട് ഒരു കാര്യവുമില്ല. കഴിഞ്ഞത് കഴിഞ്ഞു. ഹേയ് മാർക്ക്, അങ്ങനെ അങ്ങ് വിട്ടാൽ പറ്റില്ല. ഞാൻ അവനോട് ചോദിക്കാൻ പോവുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ടീം ഷിമിനെ സന്ദർശിക്കാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി. എന്നാൽ ഇതേ സമയത്ത് മാർഷൽ ആർട്സ് വേൾഡിൽ ഒരു സംഭവം ഉണ്ടായിരിക്കുകയാണ്. മാർക്ക് ഫെല്ലറുടെ ഇന്റർവ്യൂ ഷൂട്ട് ചെയ്ത ആ പെൺകുട്ടി ആ വീഡിയോ അവളുടെ ഹയർ അതോറിറ്റികൾക്ക് കൊടുത്തിരുന്നു. അവർ ആ വീഡിയോ കണ്ടതിന് ശേഷം മാർഷൽ ആർട്സ് ഫോറത്തിൽ ആ വീഡിയോ അപ്ലോഡ് ചെയ്തു. ആ വീഡിയോ ആണ് ഇപ്പോൾ മാർഷൽ ആർട്സ് ഫോറത്തിലെ ഏറ്റവും ചർച്ചാ വിഷയം. മാർക്കിനൊപ്പമുള്ള ആളുകളോ യഥാർത്ഥത്തിൽ ആ വീഡിയോ കണ്ടിട്ടില്ല. എന്നാൽ ആ വീഡിയോയുടെ അടിയിൽ ആയിരക്കണക്കിന് കമന്റുകളാണ് വന്നിരിക്കുന്നത്. ആ കമന്റുകൾ ചെയ്യുന്ന ആളുകൾ 2 ഭാഗമായി തിരിഞ്ഞ് പരസ്പരം മറുപടി പറഞ്ഞുകൊണ്ടാണ് കമന്റ് ചെയ്യുന്നത്. ഒരു ഭാഗം പൂർണ്ണമായും മാർക്കിനൊപ്പമാണ്, മറുഭാഗം ഹാൻ വിൽമൗണ്ടിനൊപ്പവുമാണ്. മാർക്ക് ഫെല്ലർ ഹാൻ വിൽമൗണ്ടിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ആ വീഡിയോയിൽ സംസാരിച്ചിരിക്കുന്നത്. ആ വീഡിയോയിൽ മാർക്ക് പറയുന്ന ആ ശൈലി പലർക്കും ശരിക്കും അങ്ങോട്ട് സൂചിച്ചിട്ടുണ്ട്. ആളുകൾ അതിനെ കണക്ട് ചെയ്തുകൊണ്ടാണ് കമന്റ് ചെയ്യുന്നത്. അതെ, മാർക്ക് നമ്മളിൽ ഒരാളാണ്. സാധാരണക്കാരിൽ സാധാരണക്കാരാണ് മാർക്ക്. ഇവിടെ എല്ലാ അധികാരവും എല്ലാ റിസോഴ്സസും പണക്കാർക്ക് മാത്രമായി സംവരണം ചെയ്തിരിക്കുകയാണ്. ആരെങ്കിലുമൊക്കെ അത് ചോദ്യം ചെയ്യണ്ടേ? ഞാൻ എന്തായാലും മാർക്കിനൊപ്പമാണ്. ഒരാൾ അങ്ങനെ കമന്റ് ചെയ്തപ്പോൾ അതിന് 10,000-കണക്കിന് ലൈക്കാണ് വന്നിരിക്കുന്നത്. മാർഷൽ ആർട്സ് ഫോറവുമായി ബന്ധമുള്ള സകല ആളുകളും ആ കമന്റിനെ അംഗീകരിക്കുകയും അതിന് അനുകൂലമായി മറുപടി പറയുകയും ചെയ്യണം. അതെ, മാർക്കാ വിജയിക്കേണ്ടത്. എന്നാൽ അതേ സമയത്ത് ന്യൂ സെലസ്റ്ററിലുള്ള അരിസ്റ്റോക്രാറ്റിക് ഫാമിലികളുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് അവരുടേതായ ഒരുപാട് കണക്ഷൻസ് ഉണ്ട്. അവരൊക്കെ അതിൽ കമന്റുകളുമായി എത്തിയിട്ടുണ്ട്. ഹാൻ വിൽമൗണ്ട് അരിസ്റ്റോക്രാറ്റിക് ഫാമിലികളുടെ ഒരു അടയാളമാണ്. അയാൾ വിജയിക്കേണ്ടത് അരിസ്റ്റോക്രാറ്റിക് ഫാമിലികളുടെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും ഹാൻ വിൽമൗണ്ടിനെ ഏതാണ്ട് പ്രൊമോട്ട് ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. എന്തോന്ന് മാർക്ക് ഫെല്ലറോ? എന്ത് മാർക്ക് ഫെല്ലർ? കിങ് ഓഫ് ചിൽഷെയർ. എന്ത് കിങ് ഓഫ് ചിൽഷെയർ? അവനൊന്നും ഹാൻ വിൽമൗണ്ടിന് മുന്നിൽ ഒന്നുമല്ല. ഹാൻ വിൽമൗണ്ട് ഒന്ന് കൈ ഉയർത്തിയാൽ ആ നിമിഷം ഈ മാർക്ക് അവസാനിക്കും. വെറും ഒരു തെരുവുപട്ടി, അത്രയേ ഉള്ളൂ മാർക്ക് ഫെല്ലർ. അങ്ങനെ ഒരാൾ കമന്റ് ചെയ്തപ്പോൾ ആ കമന്റിനടിയിൽ സ്വാഭാവികമായിട്ടും മാർക്കിനെ അനുകൂലിക്കുന്ന ആളുകൾ ഒന്ന് എതിർത്ത് കമന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ 2 ഭാഗത്തുനിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കമന്റുകൾ വരികയാണ്. ഈ കമന്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നുകൊണ്ടിരിക്കുമ്പോൾ ന്യൂ സെലസ്റ്ററൽ ഹാൻസ് കുടുംബത്തിൽ സാക്ഷാൽ ഹാൻ വിൽമൗണ്ട് വളരെ കൂളായിട്ട് ഒരു സോഫയിൽ അങ്ങനെ കിടന്ന് മുന്നിലുള്ള TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ലെഷർ മൂഡിലാണ് ഹാൻ വിൽമൗണ്ട്. ആ സമയത്താണ് ആ മുറിയിലേക്ക് അയാളുടെ പരിചാരകൻ കടന്നു വരുന്നത്. മാസ്റ്റർ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ പറയാൻ വരുന്നത്. എടോ, വെറുതെ അത്ഭുതം പറയാതെ നീ വന്ന കാര്യം പറയും. അങ്ങനെ വിൽമൗണ്ട് പറഞ്ഞതും അയാളുടെ കയ്യിലെ മൊബൈൽ ഫോൺ വിൽമൗണ്ടിന്റെ കയ്യിലേക്ക് കൊടുത്തു. അതിൽ ഒരു വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ട്. വീഡിയോയിൽ മാർക്ക് ഫെല്ലറെ കണ്ടതും TV ഓഫ് ചെയ്ത വിൽമൗണ്ട് ആ വീഡിയോ പ്ലേ ചെയ്തു തുടങ്ങി. മാർക്ക് ഫെല്ലർ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ കേട്ട വിൽമൗണ്ട് കയ്യിലെ മൊബൈൽ
തറയിലേക്ക് ആഞ്ഞൊരൊറ്റയേറി. ഇവൻ എന്തായി പറയുന്നത്? ഇവൻ കളിച്ച് കളിച്ച് എന്നോട് കളിക്കാറായോ? ഇവന്റെ ഹാൻസ് കുടുംബം എന്താണെന്ന് അറിയത്തില്ല അല്ലേ? കിങ് ഓഫ് ചെൽഷെയർ പോലും ഇവൻ എന്നെയാണോ വെല്ലുവിളിക്കുന്നത്? അങ്ങനെ ദേഷ്യപ്പെട്ട് ഹാൻ വിൽമോണ്ട് പറയുമ്പോൾ ആ പരിചാരകൻ വിൽമോണ്ടിനോട് പറഞ്ഞു, യങ് മാസ്റ്റർ, പക്ഷെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് അവന് ഞാനങ്ങ് തീർക്കും. യങ് മാസ്റ്റർ, അങ്ങനെ ചെയ്താൽ മാർക്ക് പറഞ്ഞത് യാഥാർത്ഥ്യമാവില്ലേ? 6 മാസം വരെ കാത്തുനിന്നാൽ അങ്ങ് മാർക്കിനോട് പരാജയപ്പെടുന്നല്ലേ മാർക്ക് പറയുന്നത്. ആ ജോലിക്കാരൻ അക്കാര്യം സൂചിപ്പിച്ചപ്പോഴാണ് വിൽമോണ്ട് മനസ്സിലേക്കും അത് കടന്നു വരുന്നത്. മാർക്ക് ഫെല്ലർ ആ വീഡിയോയിൽ പറയുന്നത് ഒരു സിമ്പിൾ കാര്യമാണ്. ഏതെങ്കിലും കാരണവശാൽ മാർക്ക് ഫെല്ലറെ ഹാൻസ് കുടുംബം ആക്രമിക്കുകയാണെങ്കിൽ അതിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ, അവർ മാർക്കിനെ ഭയക്കുന്നുണ്ട്. 6 മാസം കഴിയുമ്പോൾ എമിലി ബ്ലാക്കിന്റെ മുന്നിൽ വെച്ച് മാർക്ക് വിൽമോണ്ടിനെ പരാജയപ്പെടുത്തുമെന്നാണ് മാർക്ക് ആ വീഡിയോയിൽ പറയുന്നത്. 6 മാസം വരെ കാക്കാൻ വിൽമോണ്ട് തയ്യാറാണോ എന്നാണ് മാർക്കിന്റെ ചോദ്യം. ശരിക്കും ഒരു കുരുക്കിൽ കറക്റ്റ് ഒരു പോയിന്റിൽ ഹാൻ വിൽമോണ്ട് എത്തി നിൽക്കുകയാണ്. അയാൾ ആഞ്ഞൊന്ന് ചവിട്ടിയാൽ മാർക്ക് ഫെല്ലർ അവസാനിക്കും, അതാണ് സത്യം. പക്ഷെ 6 മാസം കാത്തിരുന്നാലേ അയാൾക്കത് ചെയ്യാൻ പറ്റൂ. 6 മാസം കാത്തിരിക്കാൻ അയാൾ നിർബന്ധിതനാവുകയാണ്. അതിനു മുന്നേ അയാൾ മാർക്ക് ഫെല്ലറെ തൊട്ടാൽ അവിടെ വേറൊരു പ്രശ്നം സ്റ്റാർട്ട് ചെയ്യും. ആ പ്രശ്നം ബ്ലാക്ക് കുടുംബത്തിലെ ഓൾഡ് മാസ്റ്ററാണ്. ബ്ലാക്ക് കുടുംബത്തിന്റെ കാരണവരായ ആ ഓൾഡ് മാസ്റ്ററുടെ കണ്ണിലുണ്ണിയാണ് എമിലി ബ്ലാക്ക്. എമിലി ബ്ലാക്കിന്റെ പ്രണയിതാവിനെ മാർക്ക് ഫെല്ലറെ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ചിലപ്പോൾ ബ്ലാക്ക് കുടുംബത്തിന്റെ ആ കാരണവർ കയറി ഇടപെടും. അങ്ങനെ അദ്ദേഹം ഇടപെട്ടാൽ നേരത്തെ ന്യൂ സെലസ്റ്റിലെ സൺ കുടുംബത്തിന് സംഭവിച്ചത് ഹാൻസ് കുടുംബത്തിനും സംഭവിക്കും. ന്യൂ സെലസ്റ്റിലെ സൺ കുടുംബം ശരിക്കും ശക്തമായ ഒരു കുടുംബമായിരുന്നു. ബ്ലാക്ക് കുടുംബത്തിലെ എമിലി ബ്ലാക്കിനെ സൺ കുടുംബത്തിലെ ഒരാൾ ശല്യം ചെയ്യാൻ ശ്രമിച്ച ആ വിവരം അറിഞ്ഞതും എമിലി ബ്ലാക്കിന്റെ ഗ്രാൻഡ് പാ, ആ ഓൾഡ് മാസ്റ്റർ, സൺ കുടുംബത്തെ ഭൂമി നിന്ന് തുടച്ചു മാറ്റുകയായിരുന്നു. ആ കുടുംബത്തെക്കുറിച്ച് ഇപ്പോൾ ആർക്കും ഒന്നുമേ അറിയത്തില്ല. ആ ഒരു അവസ്ഥ ഹാൻസ് കുടുംബത്തിന് ഉണ്ടാകുമെന്ന് ഒരു ഭയം ഹാൻസ് വിൽമൗണ്ടിനുണ്ട്. അതുകൊണ്ട് തന്നെ അയാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ്. ഹാൻസ് വിൽമൗണ്ട് വളരെ ദേഷ്യത്തിൽ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഹാൻസ് വിൽമൗണ്ട് ആലോചിക്കുന്ന അതേ കാരണവർ ബ്ലാക്ക് കുടുംബത്തിന്റെ ഓൾഡ് മാസ്റ്റർ എമിലി ബ്ലാക്കിന്റെ അടുത്തേക്ക് നടന്നു വരികയാണ്. എമിലി ശരിക്കും ചിരിച്ചുകൊണ്ട് ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എമിലി, നീ ശരിക്കും സന്തോഷത്തിലാണല്ലോ. ഗ്രാൻഡ് ഈ വീഡിയോ കണ്ടോ? അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൾ ആ വീഡിയോ അവളുടെ ഗ്രാൻഡ് പേ കാണിച്ചു. ആ വീഡിയോ നേരത്തെ കണ്ടിരുന്ന ഓൾഡ് മാസ്റ്റർ എമിലിയോട് പറഞ്ഞു, ഹേയ് എമിലി, ഞാനത് കണ്ടു, അതുകൊണ്ടല്ലേ ഞാൻ നിന്നെ തേടി വന്നത്. എന്തായാലും എനിക്ക് ആ മാർക്കിന് ഇഷ്ടമായി. ഞാൻ പറഞ്ഞില്ലേ, അവൻ ആള് മോശമൊന്നുമല്ല. ഗ്രാൻഡ് പറഞ്ഞിട്ടാണ് ഞാൻ മാർക്കിനെ കണ്ടെങ്കിലും എന്റെ സെലക്ഷൻ മോശമല്ലെന്ന് മനസ്സിലായില്ലേ? ശരിക്കും ഗ്രാൻഡ് ഓൾഡ് മാസ്റ്ററും എമിലി ബ്ലാക്കും നല്ല ഫ്രണ്ട്സാണ്. അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ കൂടിച്ചേരുമ്പോൾ ഒരു തമാശയും സന്തോഷവും ഒക്കെ അവിടെ പ്രതിഫലിക്കും. ഓൾഡ് മാസ്റ്റർ എമിലിയോട് പറഞ്ഞു, എമിലി, എനിക്കിപ്പോ ഒരു പ്രതീക്ഷ തോന്നുന്നുണ്ട്. ഈ മാർക്ക് ഫെല്ലർ അവൻ പറഞ്ഞതുപോലെ വിൽമോണ്ടിനെ ചിലപ്പോൾ പരാജയപ്പെടുത്തുമെന്ന്. ഗ്രാൻഡ് എനിക്ക് അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. എനിക്ക് പൂർണ്ണ വിശ്വാസമാണ് മാർക്ക് നമ്മുടെ പ്രതീക്ഷയ്ക്കത്ത് ഉയരുമെന്ന്. വളരെ വലിയൊരു പ്രതീക്ഷയാണ് മാർക്ക് ഫെല്ലറെ കുറിച്ച് എമിലി ബ്ലാക്കിനും അവളുടെ ഗ്രാൻഡ് ബൈക്കും ഉള്ളത്. ന്യൂ സെലസ്റ്റിൽ പല മേഖലയിലും അങ്ങനെ കാര്യങ്ങളിൽ ചർച്ച നടക്കുമ്പോൾ മാസ്റ്റർ ഗെവിൻ ജെറാൾഡും മാർക്ക് ഫെല്ലറും നീൽ ഫ്ലെമിങ്ങും ഗെവിന്റെ ശിഷ്യന്മാരും കൂടി സാക്ഷാൽ ഫെമിന്റെ വീട്ടിലേക്ക് തിരിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് ഫെമിൻ അവന്റെ ആ മുറിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അവന് ശരിക്കും ശക്തി ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ശക്തനായ കാര്യം നാട്ടുകാരെ എങ്ങനെ അറിയിക്കും? ആരുമായിട്ടെങ്കിലും ഫൈറ്റ് ചെയ്താലല്ലേ നാട്ടുകാർ ഞാൻ ശക്തനായ കാര്യം അറിയൂ. ഞാനാണ് ഇനി ഈ ബിൻസ് പ്രൊവിൻസിലെ ഏറ്റവും ശക്തൻ. ബിൻസ് പ്രൊവിൻസിലെ മാത്രമല്ല, ഈ ജിയാങ് മിങ് മേഖലയിലെയും ശക്തൻ ഞാൻ തന്നെയാണ്. ബിൻസ് പ്രൊവിൻസ്, അതിനിടയിൽ മറ്റൊരു പ്രൊവിൻസ്, അത് കഴിഞ്ഞ് ചിൽഷെയർ, ഇത് മൂന്നും ഈ ജിയാങ് മിങ് മേഖലയിലെ സംസ്ഥാനങ്ങളാണ്. ബിൻസ് പ്രൊവിൻസ് ശരിക്കും വലിയ സ്റ്റേറ്റ് ആണ്. ആ സ്റ്റേറ്റിലെ ഏറ്റവും ശക്തനായ മാർഷൽ ആർട്ടിസ്റ്റായി താൻ മാറി എന്നുള്ള കാര്യത്തിൽ ഷിമിന് സംശയമൊന്നുമില്ല. ഇപ്പോ ഷിമിൻ ശക്തനാണെന്ന കാര്യം എങ്ങനെ ആളുകളെ ധരിപ്പിക്കും എന്നതാണ് ഷിമിന്റെ സംശയം. അങ്ങനെ അവൻ ആലോചിക്കുമ്പോൾ ഒരു ശബ്ദം, ഷിമിൻ! ശബ്ദം കേട്ടതും ഷിമിന്റെ മുഖം സന്തോഷം കൊണ്ടങ്ങ് വിടർന്നു വരികയാണ്. ഹായ്, ഞാൻ ആഗ്രഹിച്ചിരുന്ന കാര്യം ഇതാ എന്റെ അടുത്തേക്ക് വരികയാണ്. തന്റെ ശക്തി ആളുകളെ കാണിക്കാനായി
നല്ലൊരു എതിരാളിയെ തിരക്കിക്കൊണ്ടിരുന്ന ഷിമിന് ആ ശബ്ദത്തിൻ്റെ ഉടമയെ പെട്ടെന്ന് മനസ്സിലായി. അവൻ അതിവേഗം വാതിൽക്കലെത്തി. അവൻ വാതിൽക്ക് എത്തുമ്പോഴേക്കും വാതിൽ തുറന്ന് സാക്ഷാൽ ഗെവിൻ അകത്തേക്ക് വന്നു കഴിഞ്ഞു. മാസ്റ്റർ, ഞാൻ മാസ്റ്റർ കാത്തിരിക്കുകയായിരുന്നു. വാതിൽ തുറന്ന് ഗെവിൻ അകത്തേക്ക് കടന്നതും ഷിമിൻ പറഞ്ഞ വാചകം അതാണ്. അത് കേട്ടതും നീൽ ഫ്ലെമിംഗ് ഷിമിനോട് പറഞ്ഞു, ഏയ്, നീ ഒരു മനുഷ്യനാണ്. നീ നിന്റെ മാസ്റ്ററുടെ ശിഷ്യന്മാരെ നിന്റെ സഹോദരന്മാരായിട്ടല്ലേ കാണേണ്ടത്. ആ സഹോദരന്മാരെ നീ നിന്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി കൊന്നില്ലേ? നീ സത്യത്തിൽ കാട്ടിലെ മൃഗങ്ങളെക്കാൾ മോശമാണ്. നിന്നെയും മൃഗങ്ങളെയും തമ്മിൽ താരതമ്യം ചെയ്താൽ ആ മൃഗങ്ങൾക്ക് നാണക്കേട് വരും. മുറിക്കകത്തേക്ക് കയറിയ ഉടൻ മാസ്റ്റർ ഗെവിന്റെ കൂടെയുള്ള ഒരാള് ആ വാചകം പറഞ്ഞപ്പോ ഷിമിൻ ലേശൊന്ന് അമ്പരന്നു. ഷിമിൻ വെളുത്ത തലമുടിയുള്ള നീൽ ഫ്ലെമിങ്ങിനെ ഒന്ന് സൂക്ഷ്മമായി നോക്കി. അതിനുശേഷം ഷിമിൻ നീൽ ഫ്ലെമിങ്ങിനോട് ചോദിച്ചു, അല്ല, നീ ആരടാ ഇത്? നിന്നെ ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. ഞാൻ ആരുമാവട്ടെ, നീ നിന്റെ ഗുരുനാഥനെ ചതിച്ചവനാണ്. ഷിമിനോട് നീൽ ഫ്ലെമിംഗ് വീണ്ടും അത് പറഞ്ഞതും നീൽ മാസ്റ്റർ ഗെവിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഗെവിൻ ഷിമിനോട് ചോദിച്ചു, ഷിമിൻ, നീയാണോ ആ ടീ എടുത്തത്? മാസ്റ്റർ ഗാവിന്റെ ശിഷ്യന്മാരെ മുഴുവൻ കൊന്നൊടുക്കിയ ഷിമിനെ കണ്ടപ്പോ ആദ്യം ഗാവിൻ ചോദിച്ച ചോദ്യം ആ തേയിലയെ കുറിച്ചാണ്, കൊല്ലപ്പെട്ട ശിഷ്യന്മാരെ കുറിച്ചല്ല. ഗവിന്റെ ചോദ്യം കേട്ടപ്പോ ഷിമിൻ ഒന്ന് ചിരിച്ചു. മാസ്റ്റർ എന്നെ കുറിച്ച് എപ്പോഴും പറയുന്ന ഒരു വാചകമുണ്ട്, ഞാൻ മാസ്റ്റർക്ക് മകനെ പോലെയാണെന്ന്. സത്യത്തിൽ മാസ്റ്റർ പറഞ്ഞത് കള്ളമല്ലേ? മാസ്റ്റർ എന്നെ മകനെ പോലെയാണ് കണ്ടിരുന്നെങ്കിൽ ഇത്രയും ഗുണമേന്മയുള്ള തേയില കയ്യിൽ വെച്ചിട്ട് എനിക്ക് തരാതിരിക്കുമായിരുന്നു. മാസ്റ്റർ തേയില ഒളിച്ചു വെച്ചത് മാസ്റ്റർ പറയുന്നത് പോലെ ഇഷ്ടം എന്നോട് മാസ്റ്റർക്ക് ഇല്ലാത്തത് കൊണ്ടല്ലേ? ഷിമിൻ അങ്ങനെ പറഞ്ഞതും നീൽ ഫ്ലെമിംഗ് ഷിമിനോട് പറഞ്ഞു, എടോ, നിന്നോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ തെരുവിൽ പട്ടികൾ കടിച്ച് കൊല്ലേണ്ട നിന്നെ അവിടുന്ന് പിറക്കിയെടുത്ത് വളർത്തി വലുതാക്കി നിനക്ക് ആഹാരവും വസ്തു നൽകി പഠിപ്പിച്ച് നിന്നെ ഈ നിലയിലാക്കിയത്? മാസ്റ്റർ നിനക്ക് എല്ലാ അറിവുകളും പകർന്നു നൽകിയില്ലേ? വീണ്ടും നീൽ ഫ്ലെമിംഗ് ആ ചോദ്യം ചോദിച്ചതും ഫെമിൻ മാസ്റ്ററോട് പറഞ്ഞു, മാസ്റ്ററെ ഞാൻ ബഹുമാനിച്ചിരുന്നു. മാസ്റ്റർ ഇത് എന്റെ മുന്നിൽ ഒളിച്ചു വെക്കുന്നത് വരെ. സത്യമായിട്ടും മാസ്റ്റർ ഒളിച്ചു വെച്ചോടുകൂടി എനിക്ക് മാസ്റ്ററുള്ള ബഹുമാനം അവസാനിച്ചു. ഷിമിൻ, നീ ചെയ്യാൻ പാടില്ലാത്തതാണ് ചെയ്തത്. നിശബ്ദനായി നിന്ന ഗെവിൻ പെട്ടെന്ന് ആ വാചകം പറഞ്ഞതും നീൽ ഫ്ലെമിംഗ് ഗാവിനോട് പറഞ്ഞു, മാസ്റ്റർ അവനോട് തർക്കിച്ചു നിൽക്കാതെ അവനെ അങ്ങ് തീർക്കണം മാസ്റ്റർ. അത് കേട്ടതും ഷിമിൻ അങ്ങ് ചിരിച്ചു. ഷിമിൻ ചിരിച്ചു എന്ന് മാത്രമല്ല, ചിരിച്ചുകൊണ്ട് അവന്റെ ഇന്റേണൽ എനർജി റിലീസ് ചെയ്ത് തുടങ്ങുകയും ചെയ്തു. അവന്റെ ഇന്റേണൽ എനർജി, ഇന്റേണൽ ഷീ അവന്റെ പുറത്തേക്ക് അങ്ങനെ വ്യാപിച്ചു തുടങ്ങിയതും ആ മുറിയിലും കോണ്ടോറിലുമൊക്കെ ശക്തമായ ഒരു പ്രഷർ അനുഭവപ്പെട്ടു. അതിശക്തമായ ഒരു പ്രഷർ അവിടെ അനുഭവപ്പെട്ടു തുടങ്ങിയതും നീൽ ഫ്ലെമിംഗും ആ ശിഷ്യന്മാരൊക്കെ വല്ലാതെ ചുമച്ചു തുടങ്ങി. അവർക്ക് താങ്ങാൻ പറ്റുന്നതിനേക്കാൾ പ്രഷർ ആ മുറിയിൽ ഉണ്ടാകുകയാണ്. ശരിക്കും നീൽ ഫ്ലെമിംഗും ആ ശിഷ്യന്മാരും ചുമയ്ക്കുന്നതിന്റെ അളവ് കൂടിക്കൂടി വരുന്നതനുസരിച്ച് ഇവിടെ ഷിമിൻ അയാളുടെ ശക്തി മറ്റുള്ളവർക്ക് ബോധ്യമാകാൻ വേണ്ടി അവന്റെ ആ ഇന്റേണൽ എനർജി റിലീസ് ചെയ്യുന്നതിന്റെ വേഗത കൂട്ടിക്കൂട്ടി വന്നു. ആ വേഗത അങ്ങനെ കൂടുന്നതനുസരിച്ച് ശക്തമായ പ്രഷർ ചുറ്റും അനുഭവപ്പെടുകയാണ്. ഇപ്പോ അതിശക്തരായ ആരെങ്കിലും നമ്മളെ പിടിച്ച് താഴ്ത്തുമ്പോഴുള്ള ഒരു ഫീല് നീലിനും കൂട്ടർക്കും അനുഭവപ്പെടുന്നുണ്ട്. അവിടെ പിടിച്ചു നിൽക്കുന്നത് മാർക്കും ഗെവിനും മാത്രമാണ്. ഗെവിൻ ഷിമിനോട് പറഞ്ഞു, ഏയ് ഷിമിൻ, നീ ഇതിനെ കണക്ക് പറയണം. മാസ്റ്ററിനോട് കണക്ക് ചോദിക്കാൻ വന്നിരിക്കുകയാണോ? സത്യമായിട്ടും ഞാൻ ഇത്തരത്തിലൊരു ഓപ്പർച്യൂണിറ്റി ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. ഇനി ഞാനാണ് ഈ ബിൻസ് പ്രൊവിൻസിലെ ശക്തൻ. ഇത്ര നാൾ മാസ്റ്ററല്ലേ എല്ലാവരും ശക്തനായി കണ്ടത്. ഞാൻ മാസ്റ്ററെ കൊല്ലാൻ പോവുകയാണ്. ഗുരുനാഥനെ കൊല്ലുന്നതിനെ കുറിച്ച് ഒരു സങ്കോചമില്ലാതെ ഷിമിൻ പറഞ്ഞപ്പോൾ ശരിക്കും ഒരു ദേഷ്യം മാസ്റ്റർ ഗെവിന്റെ മുഖത്തുണ്ടായി. മാസ്റ്റർ ഗെവിന്റെ ആ ദേഷ്യം അയാളുടെ ബോഡിയിൽ പ്രതിഫലിച്ചു തുടങ്ങി. അയാളും ഇന്റേണൽ എനർജി റിലീസ് ചെയ്തു തുടങ്ങി. ശക്തരായ രണ്ട് ഗ്രാൻഡ് മാസ്റ്റേഴ്സാണ് മുഖാമുഖം നിൽക്കുന്നത്. മാസ്റ്റർ ഗാവിൻ 5ാമത്തെ ലെവലിലുള്ള ഒരു ഗ്രാൻഡ് മാസ്റ്റർ ആണെങ്കിൽ ഷിമിൻ 8ാമത്തെ ലെവലിലെ ഗ്രാൻഡ് മാസ്റ്ററാണ്.
ശരിക്കും ശക്തമായ ഇന്റേണൽ എനർജിയാണ് രണ്ടുപേരുടെയും പുറത്തുള്ളത്. മാസ്റ്റർ ഗാവിനേക്കാൾ ഒരുപാട് ലെവൽ മുകളിലാണ് ഷിബിൻ എന്ന് മാത്രം. മാസ്റ്റർ ഗാവിൻ അയാളുടെ ഇന്റേണൽ എനർജി പുറത്തേക്ക് വമിപ്പിച്ചു തുടങ്ങിയതും ഷിബിൻ കൈ ഉയർത്തി ഒരൊറ്റ ഇടി. ശരിക്കും ഇന്റേണൽ എനർജി നിറച്ച ആ ഇടി അതിശക്തമായി തന്നെ മുന്നിലേക്ക് വരികയാണ്. ആബ്സല്യൂട്ട് സേക്രഡ് ഫിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷിബിൻ ഇടിച്ചത്. അതേ സമയത്ത് തന്നെ ആബ്സല്യൂട്ട് സേക്രഡ് ഫിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഗാവിനും ഇടിച്ചു. രണ്ടുപേരും പറഞ്ഞ വാചകം സ്വാഭാവികമായിട്ടും മാർക്ക് ഫെല്ലർ കേട്ടു. അവൻ്റെ അച്ഛൻ അവന് നൽകിയ അറിവുകളുടെ ശേഖരത്തിൽ നിന്ന് അവൻ പഠിച്ചെടുത്ത ആ അമൂല്യമായ ഫൈറ്റ് ഇതാ ഷിബിനും അറിയാം. മാസ്റ്റർ ഗാവിന് അത് അറിയാമെന്ന് നേരത്തെ തന്നെ മാർക്ക് മനസ്സിലാക്കിയതാണ്. ആ രണ്ട് കൈയും തമ്മിൽ കൂട്ടിമുട്ടിയതും മാസ്റ്റർ ഗാവിൻ ആ വാതിൽ വഴി പുറത്തേക്ക് തെറിച്ചു. ശരിക്കും പുറത്ത് കോണ്ടോറിന്റെ ചുവരിലിടിച്ച് ഗാവിൻ താഴെ വീഴാൻ പോയതും മാർക്ക് പിടിച്ചെണീപ്പിച്ചു. ഗാവിനെ പിടിച്ചെണീപ്പിക്കുമ്പോൾ തന്നെ മാർക്കിന് ഒരു കാര്യം വ്യക്തമാണ്. മാസ്റ്റർ ഗാവിന് ഷിബിനെ തോൽപ്പിക്കാനാവില്ല. മാസ്റ്റർ ഗാവിൻ ഷിബിന് പറ്റിയ എതിരാളിയേ അല്ല. മാർക്ക് ഗാവിനെ പിടിച്ചെണീപ്പിച്ചിട്ട് ഷിബിനോട് പറഞ്ഞു, ഏയ്, നിനക്കൊരു എതിരാളിയാണ് വേണ്ടതെങ്കിൽ ഞാൻ നിനക്ക് എതിരാളിയാകാം. മാർക്ക് ഫെല്ലർ അങ്ങനെ പറഞ്ഞപ്പോൾ ഷിബിൻ കൗതുകത്തോടെ മാർക്ക് ഫെല്ലറെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. മാർക്ക് ഫെല്ലറുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഇന്റേണൽ എനർജി ഒരു മാർഷൽ ആർട്ടിസ്റ്റിന്റെ ശരീരത്തിൽ നിന്ന് സാധാരണ പുറത്തു വരുന്ന അളവിലേ ഉള്ളൂ. ഒരു ചെറിയ അളവിൽ, ഒരു ഇന്റേണൽ സ്ട്രെങ്ത് മാസ്റ്ററുടെ അതേ അളവിലേ ഉള്ളൂ. ഏയ്, നിന്നെപ്പോലെ ഒരാളെ എതിരിട്ട് തോൽപ്പിച്ചുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. അങ്ങനെ ഷിബിൻ പറഞ്ഞതും മാർക്ക് അവനോട് പറഞ്ഞു, എൻ്റെ പേര് മാർക്ക് ഫെല്ലർ. മാർക്ക് ഫെല്ലർ എന്ന പേര് കേട്ടതും ഷിബിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഓ, നീയാണല്ലേ കിങ് ഓഫ് സിൽഷെയർ. ഓക്കെ, എനിക്ക് നീ ആയാലും മതി, നമുക്ക് ഫൈറ്റ് ചെയ്യാം. ഏയ് ഷിബിൻ, ഇപ്പൊ വേണ്ട, ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് ഒന്ന് ഫൈറ്റ് ചെയ്യാം. നീ അനൗൺസ് ചെയ്യും, ആളുകൾ അറിയട്ടെ, എങ്കിലല്ലേ ഈ ഫൈറ്റ് കൊണ്ട് നീ ഉദ്ദേശിക്കുന്ന ഗുണം നിനക്കുണ്ടാവത്തുള്ളൂ. മാർക്ക് ഫെല്ലർ പറഞ്ഞ വാചകം ഷിബിനും അങ്ങ് ഇഷ്ടമായി. ഇപ്പോ അവിടെ വെച്ച് മാസ്റ്റർ ഗവിനെ തോൽപ്പിച്ചാൽ അല്ലെങ്കിൽ മാസ്റ്റർ ഗവിനെ കൊന്നാൽ അതിന്റെ പഴി സ്വാഭാവികമായിട്ടും അവന്റെ പേരിൽ വീഴും. ഗുരുനാഥനെതിരെ അവൻ തിരിഞ്ഞു എന്നുള്ള കഥ ആളുകൾ പറയത്തുമില്ല. അതേസമയത്ത് കിങ് ഓഫ് സിൽഷറിനെ അവൻ തോൽപ്പിച്ചാൽ അവന് പേര് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ മാർക്ക് ഫെല്ലർ അങ്ങനെ പറഞ്ഞപ്പോൾ ഷിബിൻ അത് സമ്മതിച്ചു. പക്ഷെ ആ നിമിഷത്തിൽ ഗാവിൻ ഷിബിനോട് പറഞ്ഞു, ഏയ്, അതൊന്നും വേണ്ട, ഞാനും നീയും തമ്മിൽ ഫൈറ്റ് ചെയ്താൽ മതി. ഏയ് മാസ്റ്റർ, ഞാൻ എവനെ കൊന്നിട്ട് നിങ്ങളെയും കൊല്ലും, അതുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കണ്ട. ഷിബിന് മറുപടിയുണ്ട്. മാർക്ക് ഷിബിനോട് പറഞ്ഞു, ഏയ്, ഫൈറ്റ് നമ്മൾ തമ്മിലാണ്, ഇതിലേക്ക് മാസ്റ്ററെ വലിച്ചിഴക്കണ്ട. വീണ്ടും മാർക്ക് എങ്ങനെ പറഞ്ഞതും ഗാവിൻ മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, അതെങ്ങനെ ശരിയാകും? അവൻ ഗ്രാൻഡ് മാസ്റ്ററിലെ 8th ലെവലാണ്, നീ ആണെങ്കിൽ ഗ്രാൻഡ് മാസ്റ്റർ പോലും ആയിട്ടില്ല. അങ്ങനെ മാസ്റ്റർ ഗാവിൻ മാർക്കിനോട് പറഞ്ഞതും മാർക്ക് ശബ്ദം താഴ്ത്തി ഗാവിനോട് പറഞ്ഞു, മാസ്റ്റർ, ഞാനൊരു ഐഡിയ കണ്ടുവച്ചിട്ടുണ്ട്. മാർക്ക് അങ്ങനെ പറഞ്ഞപ്പോൾ മാസ്റ്റർ ഗാവിന് എന്തോ ഒരു പ്രതീക്ഷ. ആ പ്രതീക്ഷ ഗാവിന് തോന്നിയതും ഗാവിൻ മാർക്കിനൊപ്പം വീട്ടിന്റെ പുറത്തേക്ക് നടന്നു. നീൽ ഫ്ലെമിങ്ങും ആ ശിഷ്യന്മാരും അവർക്കൊപ്പം പുറത്തേക്ക് നടക്കുമ്പോൾ മാസ്റ്റർ ഗാവിൻ ആലോചിക്കുന്നത് ആ കാര്യമാണ്. ഈ മാർക്കിന്റെ ഐഡിയ എന്തായിരിക്കും? ഗ്രാൻഡ് മാസ്റ്ററിലെ 8th ലെവലിൽ നിൽക്കുന്ന ഷിബിനെ പരാജയപ്പെടുത്താൻ എന്തായാലും ആ ലെവലിലുള്ള ഒരാൾക്കേ പറ്റത്തുള്ളൂ. ഗ്രാൻഡ് മാസ്റ്റർ പോലും ആയിട്ടില്ലാത്ത മാർക്ക് ഫെല്ലർ എങ്ങനെയായിരിക്കും ഈ ഷിബിനെ നേരിടുക? അതിനുവേണ്ടി മാർക്ക് എന്ത് ഐഡിയയാണ് കണ്ടുപിടിച്ചിരിക്കുക? അങ്ങനെ ഗാവിൻ ആലോചിക്കുമ്പോൾ അവർ വീടിന് പുറത്തെത്തി. സത്യത്തിൽ ഈ സമയത്ത് മാർക്കിന്റെ മനസ്സിൽ ഒരു ഐഡിയയും ഉണ്ടായിരുന്നില്ല. മാസ്റ്റർ ഗാവിനെ കൊണ്ട് സമ്മതിപ്പിക്കാൻ വേണ്ടി മാത്രമായിട്ട് ആ സമയത്ത് തോന്നിയ ഒരു ആശയം മാർക്ക് പറഞ്ഞു എന്ന് മാത്രം. മാർക്കും ടീമും വീട്ടിൽ മടങ്ങിയെത്തുമ്പോൾ മാർക്കിന് താമസിക്കാനായി ഒരു പ്രത്യേക വസതി തന്നെ മാസ്റ്റർ ഗാവിൻ അറേഞ്ച് ചെയ്ത് കൊടുത്തു. അയാൾക്ക് അവിടെ ആ ബിൻസ് പ്രൊവിൻസിൽ വളരെ പ്രമുഖമായ സ്ഥാനമാണ് ഉള്ളതെന്ന് അയാളുടെ ആ കോമ്പൗണ്ടിനകത്തുള്ള വസതികൾ വിളിച്ചു പറയുന്നു. മാർക്കും നീൽ ഫ്ലെമിങ്ങും അവരുടെ ആ വീടിനകത്ത് സെറ്റിലായി കഴിഞ്ഞതും മാസ്റ്റർ ഗാവിൻ മാർക്കിനെ തിരക്കി ആ വീട്ടിലേക്ക് വന്നു. ഏയ് മാർക്ക്, നീ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഒരാഴ്ച എന്ന് പറയുന്നത് അതിവേഗം ഈ കടന്നു വരും. ഷിബിനെ അങ്ങനെ അങ്ങ് തോൽപ്പിക്കാനാവില്ല. ഷിബിൻ ശരിക്കും ശക്തനാണ്. അവൻ 8th ലെവൽ ഗ്രാൻഡ് മാസ്റ്റർ ആയി എന്നുള്ളത് ചെറിയ കാര്യമല്ല.
നേരത്തെ മാർക്ക് ഫെല്ലറും മാസ്റ്റർ ഗാവിനും തമ്മിൽ മാർക്കിന്റെ വീട്ടിൽ വെച്ച് ഫൈറ്റ് ചെയ്യുമ്പോൾ മാർക്കിന്റെ ലെവലിലേക്ക് മാസ്റ്റർ ഗാവിൻ ഇറങ്ങി നിന്നാണ് മത്സരിച്ചത്. സ്പിരിച്വൽ എനർജി എസ്റ്റാബ്ലിഷ്മെന്റ് സ്റ്റേജിലെ 8th ലെവലിൽ ആണ് ഇപ്പോൾ മാർക്ക്. ആ ലെവലിലേക്ക് ഇറങ്ങിയാണ് മാസ്റ്റർ ഗാവിൻ മാർക്കുമായി ഒന്ന് ഫൈറ്റ് ചെയ്തത്. മാർക്ക് ഉപയോഗിക്കുന്ന കൾട്ടിവേഷൻ ടെക്നിക്കിന്റെ ലെവലുകളും സാധാരണ മാർഷൽ ആർട്ടിസ്റ്റിന്റെ ലെവലുകളും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ മാർക്കിന്റെ കൾട്ടിവേഷൻ ലെവലുകൾ മറ്റേ ലെവലിനേക്കാൾ ഒരുപാട് മുകളിലായിരിക്കും. ഒരു മാർഷൽ ആർട്ടിസ്റ്റ് ഇന്റേണൽ സ്ട്രെങ്ത് ഉപയോഗിച്ച് തുടങ്ങുന്നതോടുകൂടി അയാളെ അളക്കാൻ മറ്റ് മാർഷൽ ആർട്ടിസ്റ്റുകൾക്ക് പറ്റും. അവർക്കും ഇന്റേണൽ സ്ട്രെങ്ത് ഉപയോഗിക്കാൻ കഴിയണമെന്ന് മാത്രം. ഇന്റേണൽ സ്ട്രെങ്ത് ആണ് അവരൊക്കെ ഉപയോഗിക്കുന്നതെങ്കിൽ മാർക്ക് ഉപയോഗിക്കുന്നത് സ്പിരിച്വൽ എനർജിയാണ്. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമില്ലെങ്കിലും രണ്ട് ശൈലിയിലാണ് അത് അവരവരുടെ ബോഡിക്കുള്ളിൽ സ്വാംശീകരിക്കപ്പെടുക. മാർക്കിന്റെ കൾട്ടിവേഷൻ ടെക്നിക്കിൽ ആദ്യം സ്പിരിച്വൽ എനർജി ഗ്യാദർ ചെയ്യുന്ന ടെക്നിക്കും അതിനുശേഷം റിഫൈൻ ചെയ്യുന്ന ടെക്നിക്കും അതിനുശേഷം എസ്റ്റാബ്ലിഷ്മെന്റ് ടെക്നിക്കുമാണ്. സ്പിരിച്വൽ എനർജി ശേഖരിച്ചു, റിഫൈൻ ചെയ്തു, അതിനുശേഷം അത് ഉറപ്പിക്കുകയാണ്. ആ ഉറപ്പിക്കൽ പ്രക്രിയ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ മാർക്കിന് മൊണാസ്റ്റിക് സ്റ്റേജിലേക്ക് കടക്കാം. സന്യാസിമാരുടെ അതേ ശക്തിയുള്ള ഒരു ബോഡിയിലേക്ക് മാർക്ക് കടക്കും. ആ ബോഡിയിലേക്ക് കടക്കാൻ മാർക്കിന് ഇതുവരെയും പറ്റിയിട്ടില്ല. ആ സ്റ്റേജിൽ മാർക്ക് എത്തുമ്പോൾ മാർഷൽ ആർട്ടിസ്റ്റുകളുടെ ഗ്രാൻഡ് മാസ്റ്റർ ലെവലുമായി മാർക്കിന് കോമ്പീറ്റ് ചെയ്യാൻ പറ്റും. ആ കാര്യം മാസ്റ്റർ ഗാവിന് അറിയാം. പക്ഷേ മാർക്ക് ഇപ്പോഴും എസ്റ്റാബ്ലിഷ്മെന്റ് സ്റ്റേജിലെ 8th ലെവലിലേ എത്തിയിട്ടുള്ളൂ. 8th ലെവലിൽ നിന്ന് 9th ലെവലിലേക്ക് കടന്ന് 9th ലെവല് ബ്രേക്ക് ചെയ്യണം. ആ ബ്രേക്കിംഗ് ഒരു വല്ലാത്ത പ്രതിഭാസമാണ്. 9th ലെവൽ ബ്രേക്ക് ചെയ്താലേ മാർക്കിന് മൊണാസ്റ്റിക് സ്റ്റേജിൽ കടക്കാൻ പറ്റും. ഈ ഒരാഴ്ച കൊണ്ട് മാർക്കിന് ആ 9th ലെവൽ ബ്രേക്ക് ചെയ്യാൻ പറ്റുമോ എന്നതാണ് കാതലായ ചോദ്യം. അതിനെക്കുറിച്ച് ഗാവിൻ ചോദിച്ചതും മാർക്ക് അവന്റെ വലത് കൈ ഒന്ന് ഉയർത്തി. അവൻ ആ കൈ അങ്ങനെ ഉയർത്തുമ്പോൾ അതിനകത്തുനിന്ന് ഒരു പ്രകാശം വരികയാണ്. ശരിക്കും ഒരു നീലപ്രകാശം ഗാവിന്റെ കയ്യിലുണ്ട്. ആ നീലപ്രകാശം അല്പനേരം കൊണ്ട് ഒരു ഫ്ലെയിമായി മാറി. അത് കണ്ടതും മാസ്റ്റർ ഗാവിൻ അമ്പരപ്പോടെ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഇത് സ്പിരിച്വൽ ഫ്ലെയിം അല്ലേ? അതേ മാസ്റ്റർ, ഈ സ്പിരിച്വൽ ഫ്ലെയിം ഉപയോഗിച്ച് എനിക്ക് പിൽസ് ഉണ്ടാക്കാൻ പറ്റും. ആ പിൽസ് എന്നെ 9th ലെവൽ ബ്രേക്ക് ചെയ്യാൻ സഹായിക്കും. മാർക്ക് ഫെല്ലർ ഒരു ആൽക്കമിസ്റ്റ് ആണെന്നുള്ള കാര്യം ഇപ്പോഴാണ് മാസ്റ്റർ ഗാവിൻ അറിയുന്നത്. മാർക്ക് ഫെല്ലർ പറഞ്ഞ വാചകവും മാർക്ക് ഫെല്ലറുടെ കയ്യിലെ ആ ഫ്ലെയിമും കണ്ട മാസ്റ്റർ ഗാവിൻ അമ്പരപ്പോടെ ആ ഫ്ലെയിമിലേക്ക് നോക്കിയിട്ട് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഈ മേഖലയിൽ വെച്ച് ഞാൻ ഒരാളിൽ മാത്രമേ ഇതിനേക്കാൾ ശക്തമായ ഫ്ലെയിം കണ്ടിട്ടുള്ളൂ. മാസ്റ്റർ ഗാവിൻ അങ്ങനെ പറഞ്ഞപ്പോൾ അത് ആരാ എന്നറിയാനുള്ളൊരു കൗതുകം പെട്ടെന്ന് മാർക്കിനുണ്ടായി. മാർക്ക് കൗതുകത്തോടെ മാസ്റ്റർ ഗാവിനെ നോക്കിയതും ഗാവിൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, അത് നിന്റെ അച്ഛനാണ്. മാർക്കിന്റെ പിതാവിന്റെ കയ്യിലാണ് ആ ഫ്ലെയിം കണ്ടതെന്ന് പറഞ്ഞ ഗാവിൻ അതിനുശേഷം മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നിന്റെ അച്ഛൻ ശരിക്കും ഒരു അടിപൊളി ആൽക്കമിസ്റ്റാണ്. അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ പറ്റാത്തതായ ഒരു മരുന്നും ഈ ഭൂമിയിൽ ഇല്ല എന്ന് തന്നെ പറയാം. മാസ്റ്റർ ഗാവിൻ അങ്ങനെ പറഞ്ഞപ്പോൾ മാർക്കിന്റെ കണ്ണുകളിൽ ഒരു പുഞ്ചിരി വിരിയുകയാണ്. ശരിക്കും അവൻ അറിയാം, അവന്റെ പിതാവിന് എല്ലാ മരുന്നുകളുടെയും കൂട്ട് അറിയാമെന്ന്. ആ മരുന്നുകളുടെ കൂട്ട് അറിയാമെന്ന് പറയുമ്പോൾ ആ മരുന്നുകൾ ഉണ്ടാക്കാൻ അറിയാമെന്നാണല്ലോ. അവന്റെ പിതാവിന് ഉണ്ടാക്കാൻ അറിഞ്ഞുകൂടാത്ത മരുന്നുകൾ ഈ ഭൂമിയിൽ ഇല്ല എന്നതാണ് സത്യം. അക്കാര്യം മാർക്കിന് ഏതാണ്ട് ബോധ്യമുള്ളതാണ്. മാർക്ക് പുഞ്ചിരിച്ചുകൊണ്ട് മാസ്റ്റർ ഗാവിനോട് പറഞ്ഞു, മാസ്റ്റർ, ഞാൻ ആ മരുന്നുണ്ടാക്കട്ടെ. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് ഫെല്ലർ മുറിക്കകത്തേക്ക് കയറി. മാർക്കിന്റെ കയ്യിൽ മരുന്നുണ്ടാക്കാനുള്ള സാധനങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ. പക്ഷെ ഇപ്പോൾ മാർക്കിനുള്ള ഗുണം, മാർക്കിന്റെ കൈവശമുള്ള എല്ലാ സാധനങ്ങളും കൊണ്ടു നടക്കാൻ ഒരു സംഭവം ഉണ്ടെന്നുള്ളതാണ്. ജിയാൻ ബ്ലാക്ക് മാർക്കിന് കൊടുത്ത ആ വളയാണ് ആ സംഭവം. അതൊരു മാന്ത്രിക സ്റ്റോറാണ്. ആ സ്റ്റോറിനകത്താണ് മാർക്ക് ഇപ്പോൾ എല്ലാം ശേഖരിച്ചു വെക്കുന്നത്. മുറിക്കുള്ളിലേക്ക് കയറിയ മാർക്ക് ഓരോ സാധനങ്ങളായി പുറത്തെടുത്തു. കുറെ ഹെർബ്സ് മാർക്ക് അതിനകത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ആ പാമ്പിന്റെ തോലുള്ള സഞ്ചിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഗുളികളുമുണ്ട്. ആ ഗുളികകൾ മാർക്ക് പുറത്തെടുത്തു. അതിൻ്റെ ഒപ്പം മാർക്കിന്റെ കയ്യിൽ ആ അമൂല്യമായ പൂവുണ്ട്. 1000 വർഷം പഴക്കമുള്ള ബായ് സിറ്റിയിൽ നിന്ന് മാർക്ക് കളക്ട് ചെയ്ത ആ പൂവും മാർക്ക് പുറത്തെടുത്തു. മാർക്കിന്റെ അച്ഛൻ മാർക്കിനെ ഹാൻഡ് ഓവർ ചെയ്തിരിക്കുന്ന ആ ലൈബ്രറിയിലൂടെ ഒന്ന് പരതിക്കൊണ്ടിരിക്കുകയാണ്. ഏത് ഗുളിക ഉണ്ടാക്കിയാൽ മാർക്കിന് അടുത്ത ലെവലിലേക്ക് കടക്കാം? ആ ഗുളിക ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ തന്നെ മാർക്ക് ഷിമിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളും ആലോചിക്കുന്നുണ്ട്. പെട്ടെന്നാണ് മാർക്ക് ഒരു ഫൈറ്റിംഗ് ഫോർമുല കണ്ടത്. ഷ്രിങ്ങിങ് എർത്ത് ടു ആൻ ഇഞ്ച്. അതാണ് ആ ഐഡിയ. 12 അടി ദൂരവ്യത്യാസം
ഒരു അണിയായി ചുരുക്കാൻ ആ സ്പെല്ലിലൂടെ കഴിയും. ഒരു മാന്ത്രിക വിദ്യ. ആ വിദ്യ കണ്ടതും മാർക്ക് അതിവേഗം അത് പഠിച്ചു. അതിനുശേഷം മാർക്ക് ഓടി മാസ്റ്റർ ഗാവിനും നീലുമുള്ള ഭാഗത്തേക്ക് വന്നു. അവർ രണ്ടുപേരും മുറിക്ക് പുറത്ത് മാർക്കിന്റെ മുറിയിലേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. ഓടിയെത്തിയ മാർക്ക് മാസ്റ്റർ ഗാവിനോട് ചോദിച്ചു, മാസ്റ്റർ അങ്ങ് ഷ്രിങ്കിങ് എർത്ത് ബൈ ആൻ ഇഞ്ച് എന്നുള്ള ആ സ്പെല്ല് ഓർക്കുന്നുണ്ടോ? മാർക്ക് ഓർക്കുന്നുണ്ടോന്നോ? ആ സ്പെല്ല് ഞാൻ ഷിബിനെ പഠിപ്പിച്ചിട്ടുണ്ട്. ശരിക്കും വലിയ ആവേശത്തോടെയാണ് മാർക്ക് ഓടിയെത്തിയത്. ഒരാളുമായി ഫൈറ്റ് ചെയ്യുമ്പോൾ രക്ഷയില്ലെന്ന് തോന്നിയാൽ ഓടി രക്ഷപ്പെടാൻ നമ്മളെ സഹായിക്കുന്ന ആ ഒരു സ്പെല്ലാണ് ഷ്രിങ്കിങ് എർത്ത് എന്നുള്ളത്. സാധാരണഗതിയിൽ നമ്മൾ 5-10 അടി ദൂരം കവർ ചെയ്യുന്ന സമയം കൊണ്ട് ഈ ടെക്നിക്കിലൂടെ 100 അടിയോളം ദൂരത്ത് നമ്മൾ എത്തും. ശരിക്കും ഒരടി ദൂരം ഈ ടെക്നിക്ക് ഉപയോഗിച്ച് നമ്മൾ കവർ ചെയ്യുമ്പോൾ ആക്ച്വലി നമ്മൾ കവർ ചെയ്യുന്നത് 12 അടിയാണ്. 100 കണക്കിന് അടി ദൂരേക്ക് എത്താൻ നമ്മൾ 10 അടി കവർ ചെയ്താൽ മതി. എതിരാളിയെ ബഹുദൂരം പിന്നിലാക്കാൻ ആ ടെക്നിക്ക് സഹായിക്കും. ഷിബിനുമായി ഏറ്റുമുട്ടുമ്പോൾ ഒരു ലക്ഷ്യമില്ലെങ്കിൽ ഓടി രക്ഷപ്പെടാനായിട്ട് മാർക്ക് കണ്ടുപിടിച്ച ആ മാർഗം ഓൾറെഡി ഷിബിന് മാസ്റ്റർ ഗാവിൻ പഠിപ്പിച്ചു കൊടുത്തു എന്നാണ് ഗാവിൻ പറഞ്ഞത്. അത് കേട്ടതും മാർക്ക് ഗാവിനോട് ചോദിച്ചു, മാസ്റ്റർ അപ്പോ ഈ അബ്സല്യൂട്ട് സാക്രിഫൈസോ? മാർക്ക് അതും ഞാൻ അവനെ പഠിപ്പിച്ചു. മാസ്റ്റർ ഗാവിന്റെ മകനെ പോലെ ആയിരുന്നല്ലോ ഷിബിൻ. അതുകൊണ്ട് തന്നെ മാർക്ക് ഫെല്ലറുടെ അച്ഛൻ മാസ്റ്റർ ഗാവിനെ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും അയാൾ ശിഷ്യനായ ഷിബിനെ പഠിപ്പിച്ചിട്ടുണ്ട്. ഗാവിന് ശേഷം ആ അറിവുകൾ അന്യം നിന്ന് പോകാതിരിക്കാൻ വേണ്ടി അയാൾ എല്ലാ അറിവുകളും ഷിബിന് പകർന്നു കൊടുത്തതാണ്. എന്ന് പറയുമ്പോൾ മാർക്കിന് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഷിബിനും അറിയാവുന്നതാണ്. സാധാരണഗതിയിൽ മാർക്ക് രക്ഷപ്പെടാൻ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കും ഷിബിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ തന്നെ സഹായിക്കില്ല. ആ യാഥാർത്ഥ്യം മാർക്ക് ഫെല്ലർക്ക് ഏതാണ്ട് ബോധ്യമായി. മാർക്ക് ഒന്നും ഇടാതെ മുറിക്കുള്ളിലേക്ക് കയറി. ഇനി ഏക രക്ഷ എന്തെങ്കിലും ഗുളിക ഉണ്ടാക്കുക എന്നുള്ളതാണ്. മാർക്കിന്റെ ശരീരത്തിന്റെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാൻ കഴിയുന്ന എന്തെങ്കിലും മരുന്ന് അടിയന്തരമായി ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. ആ മരുന്ന് വഴി ശരീരത്തിന്റെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാം. പക്ഷെ അപ്പോഴും ഒരു പ്രശ്നമുണ്ട്. ഈ ഷിമിൻ ഗ്രാൻഡ് മാസ്റ്ററിലെ 8th ലെവലിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അതിന്റെ അർത്ഥം അയാൾക്ക് ഉപയോഗിക്കുന്ന ഇന്റർണൽ സ്ട്രെങ്ത് വളരെ കൂടുതലാണെന്നാണ്. അതിശക്തമായ സ്പെല്ലുകൾ അയാൾക്ക് എളുപ്പം വഴങ്ങും. മാർക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കാൻ നിൽക്കാതെ അവന്റെ അച്ഛന്റെ ലൈബ്രറി ഒന്ന് പരതി തുടങ്ങി. പെട്ടെന്ന് ശക്തി വർദ്ധിപ്പിക്കാൻ കഴിയുന്ന എന്ത് മരുന്ന് ഉണ്ടാക്കേണ്ടെന്ന് അറിയാൻ വേണ്ടി ആ ലൈബ്രറിയിലൂടെ മാർക്ക് ഇങ്ങനെ കടന്നു പോവുകയാണ്. പെട്ടെന്ന് സമയം കടന്നു പോകുന്നത് മാർക്ക് ആ ലൈബ്രറിക്കകത്ത് പരതി തുടങ്ങിയിട്ട് മണിക്കൂറുകളായി. മാർക്ക് ആ ലൈബ്രറിക്കകത്ത് പരതി തുടങ്ങിയിട്ട് മണിക്കൂറുകളായെങ്കിലും മാർക്ക് വിചാരിക്കുന്ന ശൈലിയുള്ള ഒരു മരുന്ന് അവിടെ കിട്ടുന്നില്ല. മാർക്ക് പല ഡിവൈൻ മരുന്നുകളും കണ്ടു. ദൈവികമായ മരുന്നുകളാണത്. അതുണ്ടാക്കാൻ മാർക്കിന്റെ കയ്യിലുള്ള ബ്ലൂ ഫ്ലെയിം പോരാ. അതുണ്ടാക്കാൻ പർപ്പിൾ കളറിലെ ലൈറ്റ് തന്നെ വേണം. പർപ്പിൾ കളറിലെ ലൈറ്റ് കയ്യിൽ ഉണ്ടാകണമെങ്കിൽ മാർക്കിന്റെ ശക്തി ഒരുപാട് വർദ്ധിക്കണം. ആ യാഥാർത്ഥ്യം ബോധ്യമായ മാർക്ക് വേറെ ഏതെങ്കിലും മരുന്നുണ്ടോ എന്ന് നോക്കി. അങ്ങനെ നോക്കി വരുമ്പോഴാണ് എർത്ത് ലെവൽ മരുന്നുകൾ കാണുന്നത്. നേരത്തെ ദൈവത്തിന്റെ ലെവലുള്ള മരുന്നുകളാണ് മാർക്ക് നോക്കിയിരുന്നത്. ഇപ്പോ എർത്ത് ലെവൽ മരുന്നുകൾ എന്ന് പറയുന്ന ലെവൽ അതും ദൈവിക മരുന്നാണ്. അങ്ങനെ മാർക്ക് നോക്കി വരുമ്പോൾ ഒരു മരുന്ന് മാർക്കിന്റെ ശ്രദ്ധയപ്പെട്ടു. വൈറ്റാലിറ്റി എൻഹാൻസിങ് പിൽ എന്നാണ് അതിന് കൊടുത്തിരിക്കുന്ന പേര്. ഒരാളുടെ ശക്തി എൻഹാൻസ് ചെയ്യാൻ വളർത്താൻ സഹായിക്കുന്ന മരുന്ന്. ഏത് ലെവലിലും അത് ഉപയോഗിക്കും. അതാണ് അതിന്റെ പ്രത്യേകത. അത് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് തിരഞ്ഞു വന്നപ്പോൾ മാർക്കിന്റെ ശ്രദ്ധയിൽ 1000 വർഷം പഴക്കമുള്ള ആ ചെടി അതിൽ ഒന്നാണെന്ന് കണ്ടു. മാർക്കിന്റെ കയ്യിൽ ആ ചെടിയുമുണ്ട്, അത് ഉണ്ടാക്കാനുള്ള പ്രൊസീജിയറുമുണ്ട്. മാർക്ക് അതിവേഗം ആ മരുന്ന് ഉണ്ടാക്കാനുള്ള പരിപാടിയിലേക്ക് കടന്നു. മരുന്ന് ഉണ്ടാക്കാനുള്ള പരിപാടിയിലേക്ക് കടന്നപ്പോഴാണ് മാർക്കിന് ഒരു കാര്യം ബോധ്യമായത്. അത്ര എളുപ്പമല്ല ആ മരുന്ന് ഉണ്ടാക്കുക എന്നുള്ളത്. എന്തായാലും മാർക്ക് ആ മരുന്നുണ്ടാക്കുന്ന പരിപാടിയിലേക്ക് കടക്കുമ്പോൾ സമയം അതിവേഗം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ ദിവസം വൈകുന്നേരമായി, രാത്രിയായി, നേരം വെളുത്തു. എന്നിട്ടും മാർക്കിന്റെ പ്രക്രിയ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നേരം വെളുത്തപ്പോൾ ശരിക്കും അമ്പരപ്പിക്കുന്ന ഒരു പ്രതിഭാസം അവിടെ നിന്ന് ഏകദേശം 100 കിലോമീറ്റർ ദൂരെയുള്ള ആളുകൾ വരെ കാണുകയാണ്. അങ്ങനെ ആ കാഴ്ച കണ്ടവരുടെ കൂട്ടത്തിൽ സാക്ഷാൽ മെഡിസിനൽ കിങ് ഡോക്ടർ ഡോങ്ങോ ഉണ്ട്. അയാൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് കിഴക്ക് ഭാഗത്തേക്കായി ദൂരെയായി ചില പ്രത്യേക തരത്തിലുള്ള മേഘങ്ങളാണ് കാണുന്നത്. മെഡിസിനൽ കിങ് ആയതുകൊണ്ട് തന്നെ അയാൾക്ക് ആ മേഘങ്ങളെ വേഗം തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. അത് മെഡിസിനൽ മേഘങ്ങളാണ്. ദൈവിക ശക്തിയുള്ള മരുന്ന് എവിടെയെങ്കിലും ആരെങ്കിലും ഉൽപ്പാദിപ്പിക്കുമ്പോഴോ അല്ലെങ്കിൽ ദൈവിക ശക്തിയുള്ള ഏതെങ്കിലും മരുന്ന് ഭൂമിയിൽ പൊങ്ങി വരുമ്പോഴോ ചെടികൾ പൂക്കുമ്പോഴോ ഒക്കെ അത്തരത്തിലുള്ള മേഘങ്ങൾ വരും. ആ കാര്യം ഡോക്ടർ ഡോങ്ങിന് അറിയാം.
പെട്ടെന്ന് ആ ബിൻ പ്രോവിൻസിന് മുകളിലായി മെഡിസിനൽ മേഘങ്ങൾ കണ്ടപ്പോൾ ഡോക്ടർ ഡോങ് ശരിക്കും അമ്പരപ്പോടെയാണ് ആ ഭാഗത്തേക്ക് നോക്കുന്നത്. ആ മേഘങ്ങളെ നോക്കിയ ഡോക്ടർ ഡോങ്ങിന്റെ മനസ്സിൽ പെട്ടെന്ന് ഒരു ചോദ്യം കടന്നു വരികയാണ്. മാർക്ക് ഫെല്ലർ അവിടെ ഉണ്ടാവുമോ? മാർക്ക് ആയിരിക്കുമോ അവിടെ മരുന്നുണ്ടാക്കാൻ ശ്രമിക്കുന്നത്? ശരിക്കും ബിൻ പ്രോവിൻസിന്റെ അടുത്താണ് ഡിവൈൻ ആൽക്കമിസ്റ്റ് പവലിയൻ. പൈറോയിലെ ഏറ്റവും മിടുക്കരായിട്ടുള്ള ആൽക്കമിസ്റ്റുകളുടെ സങ്കേതമാണ് ഡിവൈൻ ആൽക്കമിസ്റ്റ് പവലിയൻ. ഡിവൈൻ ആൽക്കമിസ്റ്റ് പവലിയനിലെ ആളുകൾ മരുന്നുണ്ടാക്കുന്നതാണോ എന്നൊരു സംശയവും ഡോക്ടർ ഡോങ്ങിനുണ്ട്. എന്തായാലും സത്യം എന്തെന്നറിയാനായി ഡോങ് ആ മേഖലയിലേക്ക് തിരിക്കാൻ തീരുമാനിച്ചു. അതേ സമയത്ത് ആൽക്കമിസ്റ്റ് പവലിയനിലെ ആളുകളൊക്കെ ആകാശത്ത് ആ മേഘങ്ങൾ കണ്ടു. അവർക്ക് ഈ മെഡിസിനൽ മേഘങ്ങൾ കണ്ടാൽ അറിയാം. സാധാരണഗതിയിൽ മനുഷ്യനുണ്ടാക്കുന്ന മരുന്നുകൾ ഉണ്ടാക്കുമ്പോഴൊന്നും ഈ മെഡിസിനൽ മേഘങ്ങൾ പ്രത്യക്ഷപ്പെടാറില്ല. പ്രകൃതിയുടെ ശക്തിയെ വെല്ലുവിളിക്കുന്ന എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോഴാണ് ഈ മേഘങ്ങൾ പ്രത്യക്ഷപ്പെടുക. ആരോ ദൈവികമായ ശക്തിയുള്ള മരുന്നുണ്ടാക്കാനായി ഒരു ശ്രമം നടത്തുകയാണ്. അത് നടക്കുന്നത് ബിൻ പ്രോവിൻസിലാണ്. കാരണം ബിൻ പ്രോവിൻസിന് മുകളിലാണ് ആ മേഘങ്ങൾ കാണുന്നത്. പക്ഷെ അപ്പോ ഡിവൈൻ ആൽക്കമിസ്റ്റ് പവലിയനിലെ ആ സീനിയേഴ്സ് മറ്റൊരു കാര്യം കൂടി ആലോചിച്ചു. ബിൻ പ്രോവിൻസിൽ ഉറപ്പായും ആൽക്കമിസ്റ്റ് പവലിയനുമായി ബന്ധപ്പെട്ട ആളുകൾ കാണും. അവരാരെങ്കിലും ഒരു മരുന്നുണ്ടാക്കാൻ ശ്രമിക്കുന്നതാകും. അങ്ങനെ തീരുമാനിച്ച അവർ പിന്നീട് ആ മേഘങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തില്ല. ഈ സമയത്ത് മാർക്ക് ഫെല്ലർ ആ മരുന്ന് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്. അന്ന് ഏകദേശം വൈകുന്നേരമായപ്പോൾ മാർക്ക് ഫെല്ലർ മുറി തുറന്ന് പുറത്തേക്ക് വന്നു. ഏകദേശം 2 ദിവസത്തോളം മുറിക്കുള്ളിലായിരുന്ന മാർക്ക് ഫെല്ലർ മുറി തുറന്ന് പുറത്തേക്ക് വരുമ്പോൾ അയാളുടെ കയ്യിൽ ഒരു ചെറിയ പാത്രമുണ്ട്. അയാൾ ആ പാത്രം മാസ്റ്റർ ഗാവിനെ കാണിച്ചു. ആ ചെറിയ പാത്രത്തിനകത്ത് കുറച്ച് റെഡിഷ് ആയിട്ടുള്ള ഗുളികൾ കിടപ്പുണ്ട്. മാർക്ക് കഴിഞ്ഞ 48 മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത 8 ഗുളികളാണ് അതിനകത്തുള്ളത്. ഏയ് മാർക്ക്, ഇതെന്താ ഈ ഗുളിക? മാസ്റ്റർ, ഇത് വൈറ്റാലിറ്റി എൻഹാൻസ്മെന്റ് പില്ലാണ്. ഇത് കഴിച്ചാൽ ശക്തി വർദ്ധിക്കും. എനിക്ക് ഉറപ്പാണ് ഈ ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ സ്പിരിച്വലോജി എസ്റ്റാബ്ലിഷ്മെന്റ് സ്റ്റേജ് 9th ലെവൽ ബ്രേക്ക് ചെയ്യാൻ പറ്റുമോ? 9th ലെവൽ ബ്രേക്ക് ചെയ്താൽ മൊണാസ്റ്റിക് സ്റ്റേജിലേക്ക് മാർക്ക് കടക്കും. മൊണാസ്റ്റിക് സ്റ്റേജിൽ മാർക്ക് എത്തിയാൽ മാർഷൽ ആർട്ടിസ്റ്റുകളുടെ പരമ്പരാഗത ലെവലിലുള്ള ആ ഗ്രാൻഡ് മാസ്റ്റേഴ്സുമായി മാർക്കിന് കൂട്ടിമുട്ടാൻ പറ്റും. അല്ലെങ്കിൽ ഗ്രാൻഡ് മാസ്റ്റേഴ്സിന് മാർക്കിനെ തൊടാൻ പറ്റാതാകും. അക്കാര്യം മാർക്കിന് ഉറപ്പാണ്. മാർക്ക് അത് പറഞ്ഞപ്പോൾ മാസ്റ്റർ ഗവിനും ഒത്തിരി സന്തോഷമായി. ഷിമിൻ 8th ലെവലിലെ ഗ്രാൻഡ് മാസ്റ്ററാണ്. അയാളെ നേരിടാൻ ശരിക്കും ശക്തി ആർജിച്ചേ പറ്റൂ. മാർക്ക്, അപ്പൊ ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? മാസ്റ്റർ, അത് പറയാന് ഞാൻ വന്നത്. ഇവിടെ വെച്ചൊന്നും എനിക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ ബ്രേക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഹെവൻലി ട്രിബുലേഷൻ ഉണ്ടാവും. ഹെവൻലി ട്രിബുലേഷൻ എന്ന് പറയുന്നത് ഇടിമിന്നലുമാണ്. ശരിക്കും ഒരാള് ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ലെവലിലേക്ക് കടക്കുമ്പോഴോ അല്ലെങ്കിൽ മൊണാസ്റ്റിക് സ്റ്റേജിലേക്ക് കടക്കുമ്പോഴോ ആകാശത്ത് മേഘങ്ങൾ വരും. ആ മേഘങ്ങൾ ഇടിമിന്നലുമായി താഴോട്ട് പെയ്തിറങ്ങും. മഴയും പെയ്യും. ആ ടൗണിനകത്ത് മാർക്ക് അങ്ങനെ ചെയ്യുമ്പോൾ അത് ഒരുപാട് പേരുടെ ശ്രദ്ധ പിടിച്ചു പറ്റും. ശരിക്കും ശാന്തമായ ഏതെങ്കിലും ഒരു പ്ലേസാണ് വേണ്ടത്. ഇടിമിന്നലും ശരിക്കും ആ മാസ്റ്റർ ഗാവിന്റെ വസതിക്കുള്ളിൽ വീണാൽ ആ വസതി തകർന്നു പോകാൻ സാധ്യതയുമുണ്ട്. അതും മാർക്ക് കണക്കൂട്ടി. മാർക്ക് ആ കാര്യം ഗാവിനോട് പറഞ്ഞു. ഗാവിൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, സുരക്ഷിതമായ ഒരു സ്ഥലമുണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം. മാർക്ക് ഫെല്ലറും ഗാവിനും നീൽ ഫ്ലെമിംഗും കൂടി ഗാവിന്റെ വസതിയിൽ നിന്ന് യാത്ര തിരിച്ച് എത്തിച്ചേർന്നത് ഒരു മലയിലാണ്. ശരിക്കും വിജനമായ ഒരു മല, ഇഷ്ടംപോലെ മരങ്ങളുള്ള ഒരു കൂറ്റൻ അരുവിയുള്ള ഒരു മലയുടെ സമീപത്തേക്കാണ് ഗാവിൻ മാർക്കിനെ കൊണ്ടുവന്നത്. ആ ഭാഗം ആരുടെയും ശ്രദ്ധയപ്പെടാത്തൊരു സ്ഥലമാണ്. മാർക്ക് മാസ്റ്റർ ഗാവിനോട് പറഞ്ഞു, മാസ്റ്റർ, ആരും എന്നെ ശല്യം ചെയ്യാതെ നോക്കിക്കൊള്ളാം, ഞാൻ ബ്രേക്ക് ചെയ്യാൻ ഒരു ശ്രമം നടത്താം. മാർക്ക് ഫെല്ലർ അങ്ങനെ പറഞ്ഞതിന് ശേഷം അവൻ തയ്യാറാക്കിയ ആ വൈറ്റാലിറ്റി പില്ലുകളുമായി നേരെ ആ മലയിലേക്ക് കടന്നു. ആ മലയുടെ മുകൾ ഭാഗത്ത് ശരിക്കും വിശാലമായ ഒരു സ്ഥലമുണ്ട്. അവിടെ എത്തിയ മാർക്ക് കാലുകൾ ക്രോസ് ചെയ്ത് ഇരുന്നു. അതിനുശേഷം മാർക്ക് ആ വൈറ്റാലിറ്റി ഗുളികൾ 8 ഒരുമിച്ചങ്ങ് വിഴുങ്ങി. മാർക്ക് ആ ഗുളികൾ വിഴുങ്ങി കഴിഞ്ഞതും മാർക്കിന്റെ ശരീരത്തിനുള്ളിൽ ഒരു ഊർജ്ജ സ്ഫോടനം നടക്കുന്ന ഫീല് മാർക്കിന് അനുഭവപ്പെടുന്നുണ്ട്. ആ ഊർജ്ജ സ്ഫോടനം മാർക്കിന്റെ ശരീരത്തിൽ ഉണ്ടായതും ആ ഊർജ്ജം പൂർണ്ണമായും മാർക്കിന്റെ ഡാൻഗൻ പോയിന്റുകളിലേക്ക് ഇടിച്ചു കയറുകയാണ്. പക്ഷെ മാർക്കിന് ആ ഊർജ്ജത്തെ ചാനലൈസ് ചെയ്യാനുള്ള കഴിവുള്ളത് കൊണ്ട് മാർക്ക് ആ ഊർജ്ജം മാർക്കിന്റെ ബോഡി മുഴുവൻ വ്യാപിപ്പിച്ചു തുടങ്ങി. മാർക്കിന്റെ എല്ലാ മെറിഡിയൻ പോയിന്റുകളിലേക്കും
ആ ഊർജത്തെ മാർക്ക് ചലിപ്പിച്ചു തുടങ്ങുകയാണ്. മാർക്ക് ആ ഊർജം അങ്ങനെ ചലിപ്പിച്ചു തുടങ്ങുമ്പോൾ പതുക്കെ പതുക്കെ അന്തരീക്ഷം മാറി തുടങ്ങി. ശരിക്കും നല്ല തെളിഞ്ഞ ആ ആകാശം പെട്ടെന്നാണ് കറുത്തു തുടങ്ങിയത്. കാർമേഘങ്ങളുടെ ഒരു വൻ നിര പല സ്ഥലത്തു നിന്നുമായി അങ്ങോട്ടേക്ക് എത്തി. മാർക്കിന്റെ തലയ്ക്ക് മുകളിലേക്ക് ആ കാർമേഘങ്ങൾ വരുന്നത് കണ്ടതും മാസ്റ്റർ ഗാവിന് വല്ലാത്ത സന്തോഷം. മാർക്ക് ഇതാ ബ്രേക്ക് ചെയ്യാൻ പോവുകയാണ്. സ്പിരിച്വൽ എനർജി എസ്റ്റാബ്ലിഷ്മെന്റ് സ്റ്റേജ് ബ്രേക്ക് ചെയ്യാൻ പറ്റിയാൽ പിന്നെ ശിവനെ ഭയക്കേണ്ട കാര്യമില്ല. അക്കാര്യം ഗാവിന് അറിയാം. ഗാവിൻ ശ്വാസം അടക്കി പിടിച്ച് ആ മേഘങ്ങളിൽ നിന്ന് ഇടിമിന്നലും താഴേക്ക് വർഷിക്കുന്ന കാണാനായി അങ്ങനെ ആ മലയ്ക്ക് മുകളിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ്. നെയിൽ ഫ്ലോമിങ്ങും അങ്ങനെ തന്നെ. നെയിൽ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം മാർക്കിന്റെ ബോഡി റീകൺസ്ട്രക്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതുപോലെ അന്ന് ആ ഗുഹയ്ക്കുള്ളിൽ വെച്ചും മാർക്ക് അടുത്ത ലെവലിലേക്ക് കടക്കുമ്പോൾ മാർക്കിന്റെ ശരീരത്തിൽ ഒരു ഗോൾഡൻ പ്രകാശം ഉണ്ടാകുന്നത് നീല് കണ്ടിട്ടുണ്ട്. ഒരു ലെവലിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് കടക്കുമ്പോൾ ബോഡിയിൽ മാറ്റങ്ങൾ വരുമെന്ന് നീലിന് അറിയാം. അത് കാണാൻ വേണ്ടി നീൽ അങ്ങനെ കൗതുകപൂർവ്വം നോക്കി നിൽക്കുകയാണ്. ഇതേ സമയത്ത് ശരീരത്തിനകത്തുണ്ടാകുന്ന ആ സ്പിരിച്വൽ എനർജി മാർക്ക് ആ മെറിഡിയൻ പോയിന്റുകളിലൂടെ അങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ശരിക്കും മാർക്കിന്റെ ശരീരത്തിനകത്ത് ഇഷ്ടംപോലെ സ്പിരിച്വൽ എനർജി ജനറേറ്റ് ചെയ്യപ്പെട്ടു എന്ന് മാർക്കിന് ബോധ്യമാകുന്നുണ്ട്. മാർക്കിന് ഇനി വേണ്ടത് ആ 9th ലെവൽ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ്. മാർക്ക് 8th ലെവലിൽ നിന്ന് 9th ലെവലിലേക്ക് കടന്നുവെന്നും മാർക്കിന് അറിയാം. 9th ലെവല് ബ്രേക്ക് ചെയ്യണം. ശരിക്കും ഒരു ശക്തി മാർക്കിന് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ 9th ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള മാർക്കിന്റെ ശ്രമം മാത്രം അങ്ങോട്ട് വിജയിക്കുന്നില്ല. മണിക്കൂറുകൾ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. 1 മണിക്കൂറായി, 2ആയി, 3ആയി. ഇതാന്ന് പറയുമ്പോൾ സന്ധ്യയാകുകയും ചെയ്തു. രാത്രിയായിട്ടും ആകാശത്ത് വന്ന ആ മേഘങ്ങളിൽ നിന്ന് മഴ പെയ്യുന്നുമില്ല, ഇടിമിന്നലും ഉണ്ടാകുന്നുമില്ല. മാർക്ക് ഏതാണ്ട് നേരം വെളുത്തപ്പോൾ മലയുടെ മുകളിൽ നിന്ന് ഇറങ്ങി താഴെ വന്നു. മാസ്റ്റർ ഗാവിനോടായി മാർക്ക് പറഞ്ഞു, മാസ്റ്റർ ഞാൻ പരാജയപ്പെട്ടു. ഗ്രാൻഡ് മാസ്റ്റർ 8th ലെവലിൽ നിൽക്കുന്ന ഷിമിനുമായി ഏറ്റുമുട്ടേണ്ട മാർക്കിന് അതിനുള്ള ശേഷി കിട്ടിയില്ല എന്നാണ് മാർക്ക് പറഞ്ഞതിൻ്റെ. മാർക്ക് പറഞ്ഞത് കേട്ടതും മാസ്റ്റർ ഗാവിൻ മാർക്കിനോട് ചോദിച്ചു, മാർക്ക് നമ്മളിനി എന്ത് ചെയ്യും? മാസ്റ്റർ ഇനിയും 3 ദിവസം ഉണ്ടല്ലോ, നമുക്ക് എന്തെങ്കിലും മാർഗം ആലോചിക്കാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് മാർക്കും ഗാവിനും നീലും അവരുടെ വസതിയിലേക്ക് മടങ്ങി. ശരിക്കും അവർ വല്ലാത്ത ടെൻഷനിലാണ്. 3 ദിവസം കൂടി കഴിയുമ്പോൾ ഷിമിൻ മാർക്കിനെ കാണാനായി ആ വസതിയിലെത്തും. അക്കാര്യം 100% ഉറപ്പാണ്. ഗ്രാൻഡ് മാസ്റ്ററിലെ 8th ലെവലിൽ നിൽക്കുന്ന ആ ഷിമിൻ ഫെങ്ങിനെ മാർക്ക് ഫെല്ലർക്ക് നിലവിലെ ശക്തി ഉപയോഗിച്ച് പരാജയപ്പെടുത്താൻ ആകില്ല എന്ന് 100% ഉറപ്പാണ്. ആ കാര്യത്തെക്കുറിച്ചാണ് ഗാവിനും നീലും ആലോചിക്കുന്നത്. ഗാവിൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക് അങ്ങനെയാണെങ്കിൽ ഫൈറ്റ് നടക്കുമ്പോൾ ഞാൻ അവനെ നേരിടാം, അതാണ് നല്ലത്. ഗാവിൻ ഗ്രാൻഡ് മാസ്റ്ററാണ്. ഗ്രാൻഡ് മാസ്റ്ററിലെ 5th ലെവലിലാണ്. ഗാവിനും ഷിമിനും തമ്മിൽ 3 ലെവൽ വ്യത്യാസമുണ്ടെങ്കിലും ഗാവിന് കുറെ നേരമെങ്കിലും ഷിമിനുമായി പിടിച്ചു നിൽക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഗാവിൻ അങ്ങനെ പറഞ്ഞത്. അത് കേട്ടപ്പോൾ മാർക്ക് പറഞ്ഞു, മാസ്റ്റർ ഇനിയും സമയമുണ്ടല്ലോ, നമുക്ക് ആലോചിക്കാം, എന്തെങ്കിലും ഒരു മാർഗം കിട്ടാതിരിക്കില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ വീട്ടിലെത്തി. മാർക്ക് കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ മാർക്കിന്റെ മുറിയിലേക്ക് കടന്നു. നീൽ ഫ്ലോമിങ് അവന്റെ മുറിയിലേക്കും പോയി. ശരിക്കും അവർ 3 പേരും 3 സ്ഥലത്തിരുന്ന് ആലോചിക്കുകയാണ് എന്താ ഇപ്പോൾ ചെയ്യേണ്ടത്. കൃത്യം 3 ദിവസം കഴിയുമ്പോൾ അത് എന്തായാലും സംഭവിക്കും. മാർക്ക് പല മാർഗങ്ങൾ ആലോചിച്ചു തുടങ്ങി. മാർക്കിന്റെ അച്ഛൻ മാർക്കിനെ ഹാൻഡ് ഓവർ ചെയ്തിരിക്കുന്ന ആ ലൈബ്രറിയിൽ മാർക്ക് ഇങ്ങനെ പരതിക്കൊണ്ടേയിരിക്കുകയാണ്. മാർക്കിന്റെ കയ്യിലുള്ള ഏക സംഭവം അതാണല്ലോ. അങ്ങനെ പരതി വരുമ്പോഴാണ് മാർക്ക് ഒരു സ്പെല്ല് കാണുന്നത്, ഒരു മാന്ത്രിക വിദ്യ. ആ മാന്ത്രിക വിദ്യ വളരെ കൗതുകത്തോടെയാണ് മാർക്ക് കണ്ടത്. ഫോളിംഗ് സ്ട്രെയിറ്റ് എന്നാണ് ആ വിദ്യയുടെ പേര്. ഫോളിംഗ് സ്ട്രെയിറ്റ് എന്ന ആ വിദ്യ ശരിക്കും അമ്പരപ്പിക്കുന്ന ഒരു സംഭവമാണ്. ഫോളിംഗ് സ്ട്രെങ്ത് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു നിശ്ചിത അകലത്തിനുള്ളിൽ എതിരാളി പെട്ടുപോകും, നമ്മളും ആ വലയത്തിനകത്താവും. ആ ഫോളിംഗ് സ്ട്രെങ്ത് നമ്മൾ ബ്രേക്ക് ചെയ്താൽ മാത്രമേ, അല്ലെങ്കിൽ നമ്മൾ പിൻവലിച്ചാൽ മാത്രമേ നമുക്കും ആ വലയത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ പറ്റും. ഒരു മാന്ത്രിക വലയം നമുക്ക് ചുറ്റും സൃഷ്ടിക്കാൻ പറ്റും. നമ്മളെക്കാൾ ശക്തി കൂടിയ ഒരാൾക്ക് മാത്രമേ ആ വലയം പുറത്തുനിന്നായാലും അകത്തുനിന്നായാലും മുറിക്കാൻ പറ്റും. ആ ടെക്നിക്കിനെ കുറിച്ച് വായിച്ച മാർക്ക് വല്ലാതെ ആവേശഭരിതനായി. മാർക്കിന് ഒരു കാര്യം ഉറപ്പാണ്, ഈ ഷിമിനും മാർക്കും തമ്മിൽ ഫിസിക്കൽ സ്ട്രെങ്ത് ഉപയോഗിച്ച് ഏറ്റുമുട്ടിയാൽ മാർക്കിന് ഒരു സാധ്യതയുണ്ട്. മാർക്കിന്റെ ബോഡി കയോട്ടിക് ബോഡിയാണ്.
കയോട്ടിക് ബോഡിക്കാരന്റെ പ്രത്യേകത അയാൾ മാർഷൽ ആർട്ടിസ്റ്റ് പ്രാക്ടീസ് ചെയ്യുന്ന സമയം മുതലേ അയാളുടെ ബോഡി റിജിഡ് ആവുമെന്നാണ്. മാർക്ക് കഴിഞ്ഞ 30 കൊല്ലക്കാലവും വീട്ടുജോലി മാത്രം ചെയ്തിരുന്നതുകൊണ്ട് മാർക്കിന്റെ ബോഡി ഒരു അഴകുഴമ്പൻ ബോഡിയായിരുന്നു. ശരിക്കും ഒരു നല്ല ബോഡിയായിട്ട് ആരും മാർക്കിനെ കണ്ടിട്ടുമില്ല. പക്ഷെ മാർക്ക് ബ്രീത്തിങ് എക്സസൈസും മാർഷൽ ആർട്ടിസ്റ്റ് ആക്ടിവിറ്റീസും ഒക്കെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയതോടുകൂടി അവന്റെ ബോഡി റിജിഡ് ആയി തുടങ്ങി. ശരിക്കും സ്ട്രോങ് ബോഡിയാണ് ഇപ്പൊ മാർക്കിൻ്റെത്. മാർഷൽ ആർട്ടിസ്റ്റിലെ 8th ലെവൽ ഗ്രാൻഡ് മാസ്റ്ററായ ഷിമിന്റെ ബോഡിയും അതുപോലെ ശക്തമാണ്. എന്നാലും ഒരു അപ്പർ ഹാൻഡ് ഫിസിക്കൽ ബോഡി ഉപയോഗിച്ചുള്ള ഏറ്റുമുട്ടൽ തനിക്ക് ലഭിക്കുമെന്നൊരു ഫീല് മാർക്കിനുണ്ട്. മാർക്ക് അതുകൊണ്ട് തന്നെ വളരെ ആവേശപൂർവ്വം ആ ടെക്നിക്ക് പ്രാക്ടീസ് തുടങ്ങി. ആ ഫോളിംഗ് ടെക്നിക്ക് മാർക്ക് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് ഡോക്ടർ ഡോങ് മാസ്റ്റർ ഗവിന്റെ മുന്നിലെത്തി. ഡോക്ടർ ഡോങ്ങിനെ കണ്ടപ്പോൾ മാസ്റ്റർ ഗവിന് ഭയങ്കര അതിശയം. ഏയ് മെഡിസിൽ കിങ്, നിങ്ങൾ എന്താ ഇവിടെ വന്ന്? മാസ്റ്റർ ഗാവിൻ, ഞാൻ ഇതുവഴി കടന്നുപോയപ്പോ നിങ്ങളൊന്ന് കാണാമെന്ന് കരുതി ഇങ്ങോട്ട് കയറിയതാണ്. ബിൻ പ്രൊവിൻസിലെ ഏറ്റവും ശക്തനാണല്ലോ സാക്ഷാൽ മാസ്റ്റർ ഗാവിൻ. ബിൻ പ്രൊവിൻസിൽ മാത്രമല്ല ചിൽഷേർ കൂടി ഉൾക്കൊള്ളുന്ന ഈ ജിയാങ് മിങ് മേഖല മുഴുവൻ മാസ്റ്റർ ഗാവിനെ അറിയും. മാസ്റ്റർ ഗാവിൻ എത്രയോ കാലങ്ങളായി മാർഷൽ ആർട്ടിസ്റ്റ് മേഖലയിൽ നിൽക്കുന്ന ആളാണ്. അതുപോലെ തന്നെയാണ് മെഡിസിൽ കിങ് സാക്ഷാൽ ഡോക്ടർ ഡോങ്. അയാളെയും എല്ലാവരും അറിയും. മെഡിസിൽ കിങ് ഡോക്ടർ ഡോങ് പെട്ടെന്നാണ് ഒരു ചെറിയ ഉടൻ പെട്ടിയെടുത്ത് മാസ്റ്റർ ഗാവിന്റെ കയ്യിലേക്ക് കൊടുത്തത്. മാസ്റ്റർ ഡോങ്, എന്താ ഇത്? മാസ്റ്റർ ഗാവിൻ, ഇത് എൻ്റെ ഒരു സമ്മാനമാണ്. സമ്മാനമോ? എനിക്കെന്തിനാ നിങ്ങൾ സമ്മാനം നൽകുന്നത്? മാസ്റ്റർ ഗാവിൻ, ഞാൻ ആദ്യമായിട്ടല്ലേ നിങ്ങളെ കാണാനായി ഈ വീട്ടിലേക്ക് വരുന്നത്. എൻ്റെ ഒരു സന്തോഷത്തിനായി ഞാൻ ഈ സമ്മാനം നൽകുന്നതാണ്. ഏയ് ഡോക്ടർ, എനിക്ക് മനസ്സിലാക്കാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. അല്ല, നിങ്ങൾ എന്തിനാ ഇപ്പോ എനിക്ക് ഈ സമ്മാനം നൽകുന്നത്? എന്നെ കൊണ്ട് എന്തെങ്കിലും കാര്യം സാധിക്കാനായിരിക്കുമല്ലോ നിങ്ങൾ ഈ സമ്മാനം നൽകുന്നത്. നിങ്ങൾ കാര്യം പറ. അങ്ങനെ പറഞ്ഞിട്ട് ഗാവ്ലിൻ ആ ഉടൻ പെട്ടി അയാളുടെ അടുത്തേക്ക് വെച്ചു. ആ ഉടൻ പെട്ടിയിലേക്ക് നോക്കിയിട്ട് ഡോക്ടർ ഡോങ് പറഞ്ഞു, മാസ്റ്റർ ഗാവ്ലിൻ, ആ ഉടൻ പെട്ടിയിലുള്ളത് 500 വർഷം പഴക്കമുള്ള ജിൻസിങ്ങിന്റെ വേരാണ്. ഈ വേരിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് ശരിക്കും ഒരാളുടെ വൈറ്റാലിറ്റി വൻതോതിൽ വർദ്ധിപ്പിക്കും. ഇത് പച്ചയ്ക്കുണ്ടെങ്കിൽ കഴിക്കാം, അതായത് മരുന്നാക്കാൻ വേണ്ടി നിൽക്കേണ്ടത്. അങ്ങനെ ഡോക്ടർ ഡോങ് പറഞ്ഞപ്പോൾ അതിനൊരു അർത്ഥമുണ്ട്. മാസ്റ്റർ ഗാവ്ലിന് വേണമെങ്കിൽ ആ ജിൻസിങ് വേര് സ്വയം ഭക്ഷിക്കാവുന്നതാണ്, മരുന്നാക്കി മാറ്റേണ്ട കാര്യമില്ല എന്നർത്ഥം. മാസ്റ്റർ ഗാവിൻ ഡോക്ടർ ഡോങ് പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കുകയാണ്. മാസ്റ്റർ ഗാവിൻ ഡോങ് പറഞ്ഞ കാര്യം കേട്ടതും ഡോങ്ങിനോട് ചോദിച്ചു, ഓക്കെ, അതെനിക്ക് മനസ്സിലായി. പക്ഷേ ഈ സമ്മാനം എനിക്കെന്തിനാ നൽകിയത്? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. മാസ്റ്റർ ഗാവിൻ, ഞാൻ ഇനി കാര്യത്തിലേക്ക് വരാം. എനിക്ക് ആ ചിൽഷേറിലെ രാജാവ് എന്ന് വിളിക്കപ്പെടുന്ന ആ കക്ഷിയുണ്ടല്ലോ, മാർക്ക് ഫെല്ലർ, അയാൾ അങ്ങോട്ട് ഇഷ്ടമാകുന്നില്ല. അയാള് മാസ്റ്റർ ശിഷ്യനെ കൊന്നതല്ലേ? അയാൾ എങ്ങനെയാ ക്ഷമിക്കാൻ മാസ്റ്റർക്ക് പറ്റുക? മാസ്റ്റർ ശിഷ്യനെ അയാൾ കൊന്നു കേട്ടപ്പോൾ എനിക്ക് വല്ലാതെ ദേഷ്യം വന്നു. എനിക്ക് അയാളോട് നേരത്തെ തന്നെ ഒരു ദേഷ്യമുണ്ട്. അയാൾ ആളുകളെ ഒട്ടും ബഹുമാനിക്കാറില്ല. അയാൾ വലിയ ധിക്കാരിയാണ്. ഏ ഡോങ്, നിങ്ങൾ മാർക്ക് ഫെല്ലർക്ക് എതിരാണോ? മാസ്റ്റർ ഗാവിൻ എതിരാണോ എന്ന്. ആ മാർക്ക് ഫെല്ലറെ ആരാ ഇഷ്ടപ്പെടുക? അവൻ സകല ആളുകളെ പിണക്കുന്ന ആളാണ്. അവൻ ബഹുമാനിക്കേണ്ട ആളുകളെ ബഹുമാനിക്കാറേ ഇല്ല. ഞാനിപ്പോ അങ്ങേ കാണാൻ വന്നതിന്റെ കാരണം തന്നെ അതാണ്. മാസ്റ്റർ അവനെ കൊല്ലണം. അവനെ കൊല്ലാനുള്ള ഒരു അഡ്വാൻസായി മാസ്റ്റർ ഈ സമ്മാനത്തെ കാണണം. അവനെ കൊന്നു കഴിഞ്ഞാൽ ഇതുപോലെ മാസ്റ്റർ ശക്തി വർദ്ധിപ്പിക്കാൻ കഴിയുന്ന അമൂല്യങ്ങളായ ഹെർബ്സ് ഞാൻ മാസ്റ്റർക്ക് ഇനിയും തരും. മാർക്ക് ഫെല്ലറെ കൊല്ലാനായി മാസ്റ്റർ ഗാവിന് ഒരു കൈക്കൂലിയായിട്ടാണ് ആ ജിൻസിങ് ഡോക്ടർ ഡോങ് കൊണ്ടുവന്നിരിക്കുന്നത്. ഡോങ് അത്രയും പറഞ്ഞതും പെട്ടെന്നാണ് ഗാവിന്റെ തൊട്ടു പിന്നിൽ സാക്ഷാൽ മാർക്ക് ഫെല്ലർ പ്രത്യക്ഷപ്പെടുന്നത്. ഗാവിനോട് സംസാരിച്ചുകൊണ്ട് നിന്ന ഡോക്ടർ ഡോങ് അമ്പരപ്പോടെ ആ കാഴ്ച കണ്ടു. അയാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും മുമ്പ് ഗാവിനെ അടുത്തിരിക്കുന്ന ആ ഉടൻപെട്ടി മാർക്ക് കയ്യിലെടുത്തു. ആ ഉടൻപെട്ടി കയ്യിലെടുത്ത മാർക്ക് അതിനകത്തുള്ള ജിൻസിങ് കയ്യിലെടുക്കുകയും ആ ജിൻസിങ്ങിലേക്ക് ഒന്ന് നോക്കിയിട്ട് അതങ്ങ് കഴിച്ചു തുടങ്ങുകയും ചെയ്തു. ഇതൊക്കെ വളരെ വേഗത്തിലാണ് സംഭവിക്കുന്നത്. മാർക്കിനെ കണ്ട് ഞെട്ടി നിന്ന ഡോങ് മാർക്ക് ആ ജിൻസിങ് കഴിക്കുന്നതോട് കണ്ടതും അമ്പരപ്പോടെ മാസ്റ്റർ ഗാവിനോട് ചോദിച്ചു, മാസ്റ്റർ എന്താ ഇത്? എന്താ ഡോക്ടർ ഡോങ് അങ്ങനെ ചോദിച്ചേ? അല്ല, അങ്ങനെ ശിഷ്യനെ കൊന്ന ഈ മാർക്ക് അങ്ങയുടെ വസതിയിൽ എന്താണ് പറയേണ്ടതെന്ന് അറിയാതെ ഡോങ് അങ്ങനെ ചോദിച്ചതും മാർക്ക് ഡോക്ടർ ഡോങ്ങിനോട് പറഞ്ഞു, മിസ്റ്റർ ഡോങ്, നിങ്ങൾ എന്നെ കൊല്ലാനായി കൊട്ടേഷൻ കൊടുക്കാനാണ് ഇവിടെ വന്നതെന്ന് നിങ്ങളുടെ സംഭാഷണം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ശരി, നിങ്ങൾ എന്നെ കൊല്ലാൻ വന്ന സ്ഥിതിക്ക് എനിക്കിനി വേറെ മാർഗമൊന്നുമില്ല. നിങ്ങൾ ഞാൻ കൊല്ലാൻ പോവുകയാണ്.
അങ്ങനെ മാർക്ക് ഫെല്ലർ പറഞ്ഞതും മാർക്ക് ഡോങ്ങിന്റെ അടുത്തെത്തിയതും ഒരേ നിമിഷത്തിലാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് ഡോങ്ങിന് മനസ്സിലാക്കും മുമ്പ് മാർക്കിന്റെ കൈ ഡോങ്ങിന്റെ കഴുത്തിൽ വീണ് കഴിഞ്ഞു. ഡോങ്ങിനെ ഒരു കൈ കൊണ്ട് മാർക്ക് എടുത്തങ്ങ് ഉയർത്തി. മിസ്റ്റർ ഡോങ്, നിങ്ങളെ ഞാൻ നേരത്തെ വെറുതെ വിട്ടതാണ്. അന്നേ നിങ്ങൾക്കിട്ട് രണ്ട് പൊട്ടിക്കേണ്ടതാണ്. ഇപ്പൊ എന്തായാലും അതിനൊരു അവസരമായി. കൈ കഴുത്തിലേക്ക് ചേർത്ത് പിടിച്ച മാർക്ക് ഡോങ്ങിനോട് പറഞ്ഞു, മിസ്റ്റർ ഡോങ്, നിങ്ങളുടെ ജിൻസിങ് എന്തായാലും എനിക്ക് ഇഷ്ടമായി. നിങ്ങൾക്ക് ജീവൻ വേണമെങ്കിൽ ഞാനൊരു ഓഫർ വയ്ക്കാം. മാർക്ക് പ്ലീസ് പ്ലീസ്. കഴുത്തിൽ മാർക്കിന്റെ കൈ മുറുകുന്നത് മനസ്സിലാക്കിക്കൊണ്ട് ഡോങ് അങ്ങനെ പറഞ്ഞതും മാർക്ക് അയാളെ താഴെ നിർത്തി. മാർക്ക് അയാളോട് പറഞ്ഞു, എനിക്ക് ഇതുപോലുള്ള 10 ഹെർബ്സ് വേണം. അത് 3 ദിവസത്തിനകം നിങ്ങൾ ഇവിടെ എത്തിച്ചാൽ ഞാൻ നിങ്ങളെ വെറുതെ വിടാം, അല്ലെങ്കിൽ ഞാൻ അങ്ങ് വരും, പിന്നെ നിങ്ങൾ ഉണ്ടാവില്ല. വളരെ സിമ്പിളായിട്ട് ഡോങ്ങിന് മനസ്സിലാകുന്ന ശൈലിയിൽ തന്നെ മാർക്ക് അങ്ങനെ പറഞ്ഞതും ഡോങ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക് 10 ഹെർബ്സോ? അത് ഇത്തിരി കൂടുതലല്ലേ? ഹേയ് ഡോങ്, നിങ്ങളുടെ ജീവന് 10 ഹെർബ്സിന്റെ വില ഇല്ല എന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. 3 ദിവസം കഴിയുമ്പോൾ ഞാൻ അങ്ങ് വരും. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവൻ വേണമെങ്കിൽ നിങ്ങൾ ആ ഹെർബ്സ് ഈ 3 ദിവസത്തിനകം ഇവിടെ എത്തിക്കണം. മാർക്ക് അങ്ങനെ തീർത്തു പറഞ്ഞതും ഗത്യന്തരമില്ലാതെ ഡോങ് അങ്ങനെ ചെയ്യാമെന്ന് സമ്മതിച്ച് അവിടുന്ന് വേഗം പുറത്തേക്ക് ഇറങ്ങി. ശരിക്കും ഭയന്നാണ് അയാൾ അവിടുന്ന് പുറത്തേക്ക് ഓടിയത്. അയാൾ പോയി കഴിഞ്ഞതും മാസ്റ്റർ ഗാവിൻ മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, ഈ 10 എണ്ണമൊക്കെ സംഘടിപ്പിക്കാൻ തോന്നിയാൽ വലിയ പാടല്ലേ? 500 വർഷം പഴക്കമുള്ള അല്ലെങ്കിൽ 500 വർഷത്തിലേറെ ആയുസ്സുള്ള ഈ ജിൻസിങ് ഒരെണ്ണം സംഘടിപ്പിക്കാൻ തന്നെ ഒരാൾ ഒരു ജന്മം വിചാരിച്ചാലും നടക്കില്ല. അങ്ങനെ മാസ്റ്റർ ഗാവിൻ പറഞ്ഞതും മാർക്ക് ഗാവിനോട് പറഞ്ഞു, മാസ്റ്റർ, അയാളെ എല്ലാവരും വിളിക്കുന്നത് മെഡിസിനൽ കിങ് എന്നല്ലേ? അയാളെ മെഡിസിനൽ കിങ് എന്ന് വിളിക്കുമ്പോൾ തന്നെ അയാൾക്ക് വേറൊരു പേര് കൂടിയുണ്ട്. അയാൾ കിങ് ഓഫ് ഹെർബ്സ് ആണ്. ഈ ജിയാങ്മിങ് മേഖലയിൽ അയാളുടെ കൈവശമില്ലാത്ത ഹെർബ്സ് ഇല്ല എന്നാണ് ഞാൻ കേട്ടത്. അയാൾ വിചാരിച്ചാൽ ഇത് സംഘടിപ്പിക്കാൻ പറ്റും. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം, അയാൾക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് നോക്കാമല്ലോ. പറ്റില്ലെങ്കിൽ എനിക്ക് അയാളെ സ്ഥലം വരെ പോകണം, അത്രയല്ലേ ഉള്ളൂ. അങ്ങനെ മാർക്ക് പറഞ്ഞപ്പോൾ ഗാവിൻ മാർക്കിനോട് ചോദിച്ചു, അല്ല മാർക്ക്, എന്തായി? ഷിമിനെ നേരിടാനുള്ള മാർഗം വല്ലതും ആയോ? മാസ്റ്റർ ഗാവിൻ അങ്ങനെ ചോദിച്ചപ്പോൾ മാർക്ക് ഗാവിനോട് പറഞ്ഞു, മാസ്റ്റർ, സത്യമായിട്ടും എനിക്ക് ഐഡിയ ഒന്നും ആയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഒരു രക്ഷയില്ലെങ്കിൽ ഞാൻ ഓടും. മാർക്ക്, അതാ നല്ലത്. മാർക്കാണെങ്കിൽ അവൻ്റെ അച്ഛൻ അവന് നൽകിയിട്ടുള്ള ആ ലൈബ്രറിയിലൂടെ ഇങ്ങനെ പരതിക്കൊണ്ടേയിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു ഐഡിയ കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലുള്ള മാർക്കിന് ഒരു കാര്യം അറിയാം, അവൻ്റെ ശരീരത്തിൽ 9th ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള സ്പിരിച്വൽ എനർജി മുഴുവൻ എത്തിയിട്ടുണ്ട്. പക്ഷെ ബ്രേക്ക് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. എന്തോ ഒരു തടസ്സം മാർക്കിന് അനുഭവപ്പെടുന്നുണ്ട്. എന്താണ് തടസ്സമെന്ന് അറിയാനായി മാർക്ക് ആ ലൈബ്രറിയൊക്കെ പരതുന്നുണ്ട്. പക്ഷേ കണ്ടുപിടിക്കാൻ മാർക്കിനിട്ട് പറ്റുന്നില്ല. ഒരു വലിയ കടലാണ് മാർക്കിന്റെ അച്ഛൻ മാർക്കിനെ കൊടുത്തിരിക്കുന്നത്. ആ കടലിൽ അവൻ മുങ്ങിത്തപ്പി അവൻ ആവശ്യമുള്ളത് കണ്ടെത്തണമെന്ന് മാത്രം. പെട്ടെന്ന് ആ ദിവസം അവസാനിച്ചു. ഷിമിൻ മാർക്കിനെ കാണാൻ എത്തുമെന്ന് പറഞ്ഞ ആ ദിവസം നേരം പുലരുന്നു തന്നെ ഒരു ശബ്ദത്തോടു കൂടിയാണ്. മാർക്ക് ഫെല്ലർ, എവിടെയാണ് നീ? ഇറങ്ങി വാ. ഒരു അലർച്ച കേട്ടാണ് സത്യത്തിൽ ഗാവിന്റെ വീട്ടിലെ ഓരോ ആളുകളും ഉണരുന്നത്. ശബ്ദം കേട്ട് ആദ്യം പുറത്തേക്ക് വന്നത് നീൽ ഫ്ലെമിംഗ് ആണ്. നീൽ അവിടെ നിന്ന് ബഹളമുണ്ടാക്കുന്ന ഷിമിനോട് പറഞ്ഞു, ഡാ, ആളുകൾ ഉറങ്ങപ്പെടണ ഒന്ന് ബഹളം ഉണ്ടാക്കുന്നത്? നിനക്ക് ഈ പേപ്പട്ടി പോലെ കുരയ്ക്കാനല്ലാതെ മാന്യമായി സംസാരിക്കാൻ അറിയത്തില്ലേ? നീൽ ഫ്ലെമിംഗ് ഷിമിനെ ചൊടിപ്പിക്കത്തക്ക ശൈലിയിൽ അങ്ങനെ പറഞ്ഞതും ഷിമിൻ നീലിനെ നോക്കിയിട്ട് ഉറക്കെ അവനോട് ചോദിച്ചു, ഡേയ്, എവിടെ മാർക്ക് ഫെല്ലർ? അവൻ എവിടേക്കാരും ഒളിച്ചു? അവനെന്താ ഭീരുവാണോ? പോലെ കിങ് ഓഫ് സിൽഷർ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻകേറി ഒളിച്ചിരിക്കുകയാണോ? അങ്ങനെ ഷിമിൻ ഉറക്കെ ചോദിക്കുമ്പോൾ ശബ്ദം കേട്ട് റോഡെ പോവുകയായിരുന്ന ആളുകളൊക്കെ അങ്ങോട്ടേക്ക് ശ്രദ്ധിച്ചു തുടങ്ങി. അതിരാവിലെ ജോലിക്ക് പോകുന്ന ആളുകൾ ശബ്ദം കേട്ട് വാഹനം നിർത്തി ആ ഭാഗത്തേക്ക് നോക്കി. അവർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്ലേസ് ആണ് മാസ്റ്റർ ഗാവിന്റെ ആ വസതി. എത്രയോ കാലങ്ങളായി സകല ആളുകളും ബഹുമാനത്തോടെ മാത്രം നോക്കുന്ന ഒരു വീട്ടിലേക്ക് നോക്കി ഒരാൾ അങ്ങനെ ഗർജിക്കുമ്പോൾ സ്വാഭാവികമായും ആളുകളുടെ കൗതുകം ഉണരുമല്ലോ. വാഹനം നിർത്തിറങ്ങിയ ആളുകളും അതുവഴി നടന്നു പോകുകയായിരുന്ന ആളുകളൊക്കെ പെട്ടെന്ന് അവിടെ തടിച്ചു കൂടി തുടങ്ങി. ആളുകൾ തടിച്ചു കൂടുന്ന കണ്ടതും ഷിമിൻ ഉറക്കെ ആ ആൾക്കൂട്ടത്തോടായി പറഞ്ഞു, നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമല്ലോ, മാസ്റ്റർ ഗാവിന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ ഫെലിക്സ് കൊല്ലപ്പെട്ടത്. ആ ഫെലിക്സിനെ കൊന്നത് കിങ് ഓഫ് ചെൽഷ്യർ എന്നറിയപ്പെടുന്ന ആ മാർക്ക് ഫെല്ലറാണ്. മാസ്റ്റർ ഗാവിനോട് ഞാൻ കിങ് ഓഫ് ചെൽഷ്യർ
മാർക്ക് ഫെല്ലറെ നേരിട്ട് നമ്മുടെ പ്രതികാരം വീട്ടണമെന്ന് പറഞ്ഞതാണ്. പക്ഷെ മാസ്റ്റർ അതിന് തയ്യാറാകുന്നില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ സഹോദരന്റെ പേരിൽ ആ മാർക്കിനെ നേരിടാൻ പോവുകയാണ്. ഷിമിൻ പറഞ്ഞ വാചകം ആളുകളിൽ ഒരു കൺഫ്യൂഷനാണ് ഉണ്ടാക്കിയത്. മാർക്ക് ഫെല്ലർ മാസ്റ്റർ ഗാവിന്റെ ശിഷ്യനെ കൊന്നു എന്ന് പറഞ്ഞ കാര്യം അവർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ മാർക്ക് ഫെല്ലർ നേരിടേണ്ട ഷിമിൻ എന്തിനാ മാസ്റ്റർ ഗാവിന്റെ വസ്തുതയ്ക്ക് മുന്നിൽ നിന്ന് വന്നെന്ന് വെല്ലുവിളിക്കുന്നത്? അതാണ് ആളുകൾക്ക് മനസ്സിലാക്കാത്തത്. ആളുകൾ വല്ലാത്തൊരു അമ്പരപ്പോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാണ്, ഇവനെന്താ ഇങ്ങനെ പറയുന്നത്? അങ്ങനെ ആളുകൾ പരസ്പരം ചോദിക്കുമ്പോൾ അകത്ത് വസ്തുതയിൽ നിന്ന് സാക്ഷാൽ മാസ്റ്റർ ഗാവിൻ പുറത്തേക്ക് ഇറങ്ങി വന്നു. ഗാവിനെ കണ്ടതും ഷിമിൻ ഉറക്കെ ഗാവിനോട് പറഞ്ഞു, മാസ്റ്റർ ഞാൻ എത്തി, ഇനി അങ്ങ് ഭയപ്പെടേണ്ട, ഞാൻ ആ മാർക്കിനെ കൊല്ലാൻ പോവുകയാണ്. മാസ്റ്റർ ഗാവിന്റെ പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു ഫെലിക്സ്. ആ ഫെലിക്സിനെ കൊന്ന മാർക്ക് ഫെല്ലർ നേരിടാൻ ഗാവിന്റെ മകനായിട്ട് പോലും ആളുകൾ കരുതുന്ന ഫെമിൻ രംഗത്തിറങ്ങിയപ്പോൾ ആളുകൾക്ക് ഇതാ സന്തോഷമാവുകയാണ്. ഇപ്പൊ അവർക്കൊരു കഥ മനസ്സിലായി. മാർക്കിനെ നേരിടാനും അവനെ വകവരുത്താനും ഗാവിന്റെ ശിഷ്യന് രംഗത്തിറങ്ങിയത് ഒരു വലിയ കാര്യമായി ആളുകൾക്ക് തോന്നുകയും ചെയ്തു. ആളുകൾ ഉത്സാഹത്തോടെ ഫെമിനെ നോക്കുമ്പോൾ ആളുകളോട് പറഞ്ഞു, ഞാൻ ഈ മാസ്റ്റർക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ട് പോലും മാർക്ക് ഫെല്ലറെ നേരിടാൻ പോവുകയാണ്. എൻ്റെ കൂട്ടത്തിൽ ഒരാളെ വകവരുത്തി അവനെ അങ്ങനെ വെറുതെ വിടാൻ പാടില്ലല്ലോ. അങ്ങനെ ഫെമിൻ പറഞ്ഞ അതേ നിമിഷത്തിൽ ഒരു ശബ്ദം അവിടെ ഉയർന്നു. ഫെമിൻ, നീ എന്തിനാണ് ഇവിടെ ഒന്ന് ബഹളം ഉണ്ടാക്കുന്നത്? ആ ശബ്ദം കേട്ട ദിക്കിലേക്ക് ആളുകൾ നോക്കുമ്പോൾ ആളുകൾ കാണുന്നത് സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ മാസ്റ്റർ ഗാവിന്റെ അടുത്തേക്ക് വരുന്നതാണ്. ആരാ ഈ ചെറുപ്പക്കാരൻ എന്ന് ആളുകൾ പരസ്പരം ചോദിക്കുമ്പോൾ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ഒരാൾ ഉറക്കെ പറഞ്ഞു, അത് കിങ് ഓഫ് സിൽഷേർ മാർക്ക് ഫെല്ലർ ആണ്. ഈ ബിൻ പ്രോവിൻസ് കഴിഞ്ഞ് മറ്റൊരു പ്രോവിൻസ് ഉണ്ട്. ആ പ്രോവിൻസ് കഴിഞ്ഞിട്ടാണ് ചിൽഷേർ. ചിൽഷേറിൽ ഇങ്ങനെ ഒരു കഥാപാത്രം രംഗത്ത് വന്ന കഥ ബിൻ പ്രോവിൻസിലും ആളുകൾക്ക് അറിയാം. മാർഷൽ ആർട്സ് ശ്രദ്ധിക്കാത്ത ആളുകൾ പോലും അത്തരൊരു വാർത്ത കേട്ടിട്ടുണ്ട്. പക്ഷേ 2 സ്റ്റേറ്റുകൾക്ക് അപ്പുറത്തുള്ള ഒരു സ്റ്റേറ്റിലെ സംഭവം ആയതുകൊണ്ട് അധികം അവർ ശ്രദ്ധിച്ചിട്ടാന്ന് മാത്രം. ഈ അടുത്ത കാലത്ത് അവരിൽ പലരും ആ വാർത്ത ശ്രദ്ധിക്കാനുള്ള കാരണം തന്നെ മാർക്കിന്റെ ആ വീഡിയോ ആണ്. ഞാനേ ഓർക്കുന്നുണ്ട്, ഇയാള് ആ ന്യൂസ് സെലസ്റ്ററിലെ ഹാൻസ് കുടുംബത്തിലെ വിൽമോഡിനെതിരായി ഇട്ട വീഡിയോ ഞാനും കണ്ടതാണ്. ആളുകൾ പെട്ടെന്ന് മാർക്കിനെ ഐഡന്റിഫൈ ചെയ്തു. പെട്ടെന്ന് ഒരാൾ ചോദിച്ചു, അല്ല മാസ്റ്റർ ഗാവിന്റെ ശിഷ്യൻ ഫെലിക്സിനെ കൊന്ന ആളല്ലേ, എന്നിട്ട് ഇയാളെങ്ങനെ മാസ്റ്റർ ഗാവിന്റെ വസ്തുക്കുള്ളിലെത്തി? ആളേക്ക് ഒരു വല്ലാത്ത കൺഫ്യൂഷൻ. മാസ്റ്റർ ഗാവിന്റെ ശിഷ്യനെ കൊന്ന മാർക്ക് ഫെല്ലർ വസതിക്കകത്തും ഗാവിന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ വസതിക്ക് പുറത്ത് നിൽക്കുകയാണ്. എന്താണ് സംഭവം എന്ന് ആളുകൾക്ക് ഒരു പിടിയില്ല. ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കിയ ഫെമിൻ ഉടനെ ആളുകളോട് പറഞ്ഞു, ഈ മാസ്റ്റർ സത്യത്തിൽ ഒരു ചതിനായി മാറിയിരിക്കുകയാണ്. ഈ മാസ്റ്റർ പ്രിയപ്പെട്ട ശിഷ്യൻ ഫെലിക്സിനെ കൊന്ന മാർക്ക് ഫെല്ലറുമായി ഇപ്പൊ ഇതാ രമ്യത്തിലായിരിക്കുകയാണ്. നിങ്ങൾ കണ്ടില്ലേ അവർ അടുത്തടുത്ത് നിൽക്കുന്നത്? മാസ്റ്റർ ഗാവിനെയും മാർക്ക് ഫെല്ലറെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഫെമിൻ അങ്ങനെ ചോദിച്ചപ്പോൾ അവിടെ കൂടി നിൽക്കുന്ന ആളുകൾക്ക് ഒരു കൺഫ്യൂഷൻ. അവരൊക്കെ എത്രയോ കാലങ്ങളായി കാണുന്ന വ്യക്തിയാണ് ഈ മാസ്റ്റർ ഗാവിൻ. മാസ്റ്റർ ഗാവിനോട് അവർക്കൊക്കെ വല്ലാത്തൊരു ആരാധനയുമുണ്ട്. ആ മാസ്റ്റർ ഗാവിൻ അയാളുടെ പ്രിയപ്പെട്ട ശിഷ്യൻ ഫെലിക്സിനെ കൊന്ന മാർക്ക് ഫെല്ലറുമായി ഒരു ടൈപ്പ് ഉണ്ടാക്കി എന്ന ശൈലിയിലാണ് ഗാവിന്റെ തന്നെ മകനായിട്ട് ഗാവിൻ പരസ്യമായി പറയുന്ന ശിഷ്യൻ ഫെമിൻ ഇതാ ആൾക്കൂട്ടത്തോട് വിളിച്ചു പറയുന്നത്. ആൾക്കൂട്ടത്തിന് ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ആ കൺഫ്യൂഷൻ ഒന്ന് വർദ്ധിപ്പിച്ചുകൊണ്ട് ഫെമിൻ അവരോട് പറഞ്ഞു, ഞാൻ പലതവണ എൻ്റെ മാസ്റ്ററോട് പറഞ്ഞതാണ് ഈ മാർക്ക് ഫെല്ലറെ അവസാനിപ്പിക്കണമെന്ന്. അത് കേൾക്കാതെ എൻ്റെ മാസ്റ്റർ ആ മാർക്കുമായി ടൈപ്പ് ഉണ്ടാക്കി. എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. എൻ്റെ സഹോദരനായിരുന്നു ഫെലിക്സ്. ആ ഫെലിക്സിന്റെ മരണം ഞാൻ എങ്ങനെയാ ഉൾക്കൊള്ളുക? ഞാൻ എന്തായാലും പ്രതികാരം ചെയ്യാൻ പോവുകയാണ്. ഈ മാർക്കിനെ ഞാൻ അവസാനിപ്പിക്കും. ഒരു നല്ല പ്രാസംഗികന്റെ എല്ലാ വിരുദ്ധം കാണിച്ചുകൊണ്ട് ഫെമിൻ അങ്ങനെ പറഞ്ഞപ്പോൾ ആളുകളുടെ ഉള്ളിലെ കൺഫ്യൂഷൻ പതുക്കെ ഒരു പ്രത്യേക വികാരമായി മാറുകയാണ്. ആദ്യമായി മാസ്റ്റർ ഗാവിനോട് അവർക്കൊക്കെ ഒരു എതിർപ്പുണ്ടായി തുടങ്ങി. ഗാവിൻ അവരുടെയൊക്കെ ഒരു ആരാധന കഥാപാത്രമാണെങ്കിലും സ്വന്തം ശിഷ്യനെ കൊന്ന ശത്രുവുമായി ടൈപ്പ് ഉണ്ടാക്കുന്ന ഗാവിനെ അവർക്കങ്ങോട്ട് മനസ്സിലാകുന്നില്ല. ആ നിമിഷത്തിലാണ് മാർക്ക് ഫെമിനോട് ചോദിക്കുന്നത്, ഫെമിൻ, നീ വലിയ സഹോദര സ്നേഹം പറയുകയാണല്ലോ. ആ സഹോദര സ്നേഹം കാണിച്ച നീയാണോ മാസ്റ്റർ ഇല്ലാതിരുന്ന സമയത്ത് മാസ്റ്ററുടെ ശിഷ്യന്മാരെ മുഴുവൻ കൊന്നൊടുക്കിയത്? മാർക്ക് ഫെല്ലർ പെട്ടെന്ന് അങ്ങനെ ചോദിച്ചപ്പോ ഫെമിൻ ഒന്ന് വരണ്ടു. ഫെമിൻ ദേഷ്യത്തോടെ മാർക്കിനോട് ചോദിച്ചു, നീ എന്താ അനാവശ്യമായി പറയുന്നത്? നീ എന്താ ആളെ കളിയാക്കുകയാണോ? നീ എന്റെ മേലിൽ ഇല്ലാത്ത ആരോപണം കെട്ടിവെക്കുകയാണോ?
ഏയ് ഫെമിൻ, ഞാൻ ആരോപണം കെട്ടിവെച്ചതല്ല. നീ ഒരു കാര്യം മറന്നുപോയി. മാസ്റ്റർ വീട്ടിൽ എല്ലാ ഭാഗത്തും CCTV ക്യാമറ ഉള്ള കാര്യം. ആ CCTV ക്യാമറയിൽ എല്ലാം റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നീ ആളുകളെ കൊന്നത് മുഴുവൻ റെക്കോർഡായിരിക്കുകയാണ്. അങ്ങനെ മാർക്ക് ഫെല്ലർ പറഞ്ഞതും ഫെമിൻ മാർക്കിനോട് പറഞ്ഞു, ഏയ് നീ പറഞ്ഞ കള്ളമാണ്, ഞാനാണ് എല്ലാ ക്യാമറയും ഓഫ് ചെയ്തത്. ഫെമിൻ പറഞ്ഞ ആ വാചകം ശരിക്കും അവിടെ ഒരു നിശബ്ദത ഉണ്ടാക്കി. ഫെമിൻ പോലും ബാക്കി പറയാനാവാതെ പെട്ടെന്ന് അയാളുടെ നാക്ക് കടിച്ചു പോവുകയാണ്. അവൻ അവിടുത്തെ ക്യാമറകൾ ഓഫാക്കിയെന്ന് അവൻ തന്നെ സമ്മതിക്കുകയാണ്. അങ്ങനെ പറയുമ്പോൾ ആ വാചകത്തിന്റെ തുടർച്ച മാർക്ക് പറഞ്ഞ കഥയാണ്. ആ ക്യാമറ ഓഫാക്കിയതിനു ശേഷം മാസ്റ്റർ ഗാവിന്റെ ശിഷ്യന്മാരെ ഫെമിൻ കൊന്നുവെന്ന് ഏതാണ്ട് വ്യക്തമാവുകയാണ്. ആ നിശബ്ദതയ്ക്ക് വിരാമം ഇട്ടുകൊണ്ട് ഒരു ശബ്ദം കൂടി ഉയർന്നു. ആ ശബ്ദത്തിനുടമ നീൽ ഫ്ലെമിംഗ് ആണ്. നീൽ ഉറക്കെ ഫെമിനോട് പറഞ്ഞു, ഫെമിൻ, നീ ശരിക്കും ഒരു മൃഗമാണ്. സത്യം പറഞ്ഞാൽ മൃഗത്തെക്കാൾ അധപ്പതിച്ചവനാണ് നീ. മാസ്റ്റർ ഗാവിന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ മുഴുവൻ നീ കൊന്നൊടുക്കി. നീ യഥാർത്ഥത്തിൽ മാസ്റ്ററെ കൊല്ലാൻ ശ്രമിച്ചവനാണ്. മാസ്റ്ററെ കൊല്ലാൻ പറ്റാത്തതിന്റെ ദേഷ്യമല്ലേ നീ കാണിക്കുന്നത്? പെട്ടെന്ന് നെയിൽ ഫ്ലെമിംഗ് അങ്ങനെ ചോദിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ വല്ലാത്തൊരു അമ്പരപ്പോടെ ഫെമിനെ തന്നെ നോക്കിയാണ്. ഫെമിനെ എടുത്തു വളർത്തിയത് സാക്ഷാൽ ഗാവിനാണെന്ന് ആ ആൾക്കൂട്ടത്തിന് നന്നായിട്ട് അറിയാം. ഗാവിൻ സ്വന്തം മകനായി വളർത്തിയ ഫെമിൻ അവന്റെ മാസ്റ്ററെ കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ള ആരോപണം ഒരു വല്ലാത്ത ആരോപണമാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ അമ്പരപ്പോടെ ശബ്ദമുയർത്തതിനെ ഫെമിനോട് സംസാരിച്ചു തുടങ്ങി. ഏയ്, നീ ഇത്തരക്കാരനാണെന്ന് ഞങ്ങൾ ആരും കരുതിയിരുന്നില്ല. താനിത് ആൾക്കൂട്ടത്തിന് മുന്നിൽ പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലായതും ഫെമിൻ കാല് തറയിൽ നിന്ന് ആഞ്ഞു ചവിട്ടിട്ട് ഉറക്കെ പറഞ്ഞു, അതെ, ഞാൻ തന്നെയാണ് ഇതൊക്കെ ചെയ്തത്. ഏതാ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നോട് ചോദിക്കണമെന്നുണ്ടോ? അങ്ങനെ ഫെമിൻ പറയുമ്പോഴേക്കും അവന്റെ ബോഡിയിൽ നിന്ന് അവന്റെ ഇന്റേണൽ സ്ട്രെങ്ത് റിലീസ് ചെയ്തു തുടങ്ങി. അവന്റെ ഇന്റേണൽ എനർജി റിലീസ് ചെയ്തതും ആ മുറ്റം മുഴുവൻ വല്ലാത്തൊരു ശക്തി ഇങ്ങനെ ഉണ്ടാവുകയാണ്. അതിശക്തനാണ് താനെന്ന് കാണിക്കാൻ ഷിമിൻ അവന്റെ ആ ശക്തി മുഴുവൻ പുറത്തേക്ക് എടുക്കുകയാണ്. അത് കണ്ടതും മാർക്ക് ഫെല്ലർ ഷിമിനോട് പറഞ്ഞു, ഏയ് ഷിമിൻ, നീ ശക്തനാണെന്നുള്ള കാര്യം ഇവരെ കാണിക്കാനായിട്ട് നീ ഇവിടെ ഫൈറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ ഇവരെല്ലാവരും കൊല്ലപ്പെടും. അത് നിനക്ക് ദോഷമാണ്. നമുക്ക് ഇവിടുന്ന് മാറി നിന്ന് മറ്റെവിടെയെങ്കിലും ഫൈറ്റ് ചെയ്യാം. മാർക്ക് ഫെല്ലർ അങ്ങനെ ഒരു നിർദ്ദേശം വെച്ചതും ഷിമിൻ മാർക്ക് ഫെല്ലറെയും ആൾക്കൂട്ടത്തെയും ഒന്ന് നോക്കിയിട്ട് മാർക്കിനോട് പറഞ്ഞു, ഓക്കെ, ഞാൻ ഇവിടുന്ന് കുറച്ച് മാറിയുള്ള ആ മലയിടുക്കിൽ ഉണ്ടാവും, നീ അവിടേക്ക് വാ. മാർക്ക് ഫെല്ലറോട് അങ്ങനെ പറഞ്ഞിട്ട് കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ ഷിമിൻ അതിവേഗം നടക്കുകയാണ്. ഷിമിൻ നടന്നു പോകുന്ന കണ്ടതും മാർക്ക് ഫെല്ലർ മാസ്റ്റർ ഗാവിനോട് പറഞ്ഞു, മാസ്റ്റർ, നമുക്കും അങ്ങോട്ട് പോകാം. കഴിഞ്ഞ ദിവസം മാർക്ക് ഫെല്ലർ മൊണാസ്റ്റിക് സ്റ്റേജിലേക്ക് ബ്രേക്ക് ചെയ്ത് കയറാൻ ശ്രമിച്ച അതേ മലയിലേക്കാണ് ഷിമിൻ പോയിരിക്കുന്നത്. മാർക്ക് ഫെല്ലറും മാസ്റ്റർ ഗാവിനും നീൽ ഫ്ലെമിംഗും കൂടി ആ മലയുടെ അടുത്തേക്ക് നടന്നു തുടങ്ങി. അവര് അവിടെ എത്തുമ്പോൾ അവരെ വെയിറ്റ് ചെയ്ത് ആ മലയുടെ മുകളിൽ അങ്ങനെ നിൽക്കുകയാണ് ഷിമിൻ. ഷിമിൻ അവന്റെ രണ്ട് കൈയും അവന്റെ പുറകിൽ കെട്ടിയിട്ടുണ്ട്. ശരിക്കും അവൻ ശക്തനാണെന്ന് ആ കാഴ്ച വിളിച്ചു പറയുകയാണ്. ആളുകൾ ആരും വരാത്ത ഭാഗത്തേക്കാണ് അവർ പോയിരിക്കുന്നത്. എന്നാലും അവിടെ ചില ആളുകൾ എത്തിയിട്ടുണ്ട്. ആ എത്തിയിരിക്കുന്ന ആളുകൾ രഹസ്യമായിട്ടാണ് അവിടെ എത്തിയത്. ആ എത്തിയത് സാക്ഷാൽ ഡോങ്ങും അയാളുടെ ശിഷ്യന്മാരുമാണ്. മാർക്ക് ഫെല്ലർ അയാളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് 10 വിലപ്പെട്ട ഹെർബ്സ് ആണ്. അതിന് വൻ വിലയുണ്ട്. മാർക്ക് അയാളെ കൊല്ലാതിരിക്കാൻ മാർക്കിന് അയാളത് കൊടുത്തേ പറ്റൂ. എങ്ങനെ മാർക്കിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാം എന്ന് ഡോങ് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഷിമിന്റെ വെല്ലുവിളിയെക്കുറിച്ച് അയാൾ അറിയുന്നത്. ഷിമിൻ മലയിലേക്ക് പോയ വിവരം അറിഞ്ഞ അയാൾ ഫോളോ ചെയ്ത് അവിടെ എത്തിയതാണ്. അപ്പോഴാണ് മാർക്കും മാസ്റ്റർ ഗാവിനും നീലും കൂടി അവിടെ എത്തിയത്. മാർക്കിനെയും മാസ്റ്റർ ഗവിനെയും നീൽ ഫ്ലെമിംഗിനെയും കണ്ടതും പുറകിൽ കൈകെട്ടി നിൽക്കുന്ന ഷിമിൻ ഫെങ് മുന്നോട്ട് കുതിച്ചു വരികയാണ്. അയാൾ മാർക്കിനോട് പറഞ്ഞു, ഏയ് മാർക്ക് ഫെല്ലർ, സമയം കളയണ്ട. ശരിക്കും അയാൾ വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കുന്നത്. ഷിമിൻ അത് പറഞ്ഞതും നീൽ ഫ്ലെമിംഗ് അയാളോട് പറഞ്ഞു, അതെ, ഞങ്ങൾക്കും പോയിട്ട് വേറെ കാര്യങ്ങളുണ്ട്. ഈ സമയത്തും മാസ്റ്റർ ഗെവിൻ മാർക്കിനോട് പറയുകയാണ്, മാർക്ക്, ഒരു കാരണവശാലും ഇത് അനുവദിക്കാൻ എനിക്ക് പറ്റത്തില്ല. നിന്നെ കൊലയ്ക്ക് കൊടുക്കാൻ എനിക്ക് പറ്റില്ല. അങ്ങനെ മാസ്റ്റർ ഗെവിൻ പറഞ്ഞതും മാർക്ക് ഗെവിനോട് പറഞ്ഞു, മാസ്റ്റർ ഭയപ്പെടേണ്ട, എൻ്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. മാർക്ക് ഫെല്ലറുടെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ടെന്ന് കേട്ടപ്പോൾ മാസ്റ്റർ ഗെവിൻ മനസ്സില്ല മനസ്സോടെ മാർക്കിനെ അനുവദിക്കുകയാണ്.
ഫെമിനുമായി ഫൈറ്റ് ചെയ്യാൻ. മാർക്ക് സാവധാനം മുന്നോട്ട് നടന്നു. മാർക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്ന ഫെമിൻ മാർക്കിനെ കണ്ടതും അതിവേഗം മുന്നോട്ട് കുതിച്ചു. സാധാരണഗതിയിൽ ഒരു ഇനിഷ്യൽ ഡയലോഗൊക്കെ രണ്ടുപേർ തമ്മിലുള്ള ഫൈറ്റിൻ്റെ ഇടയിൽ ഉണ്ടാകാറുണ്ട്. പക്ഷെ ഇവിടെ ആ ഡയലോഗിനൊന്നും ഫെമിന് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. മുന്നോട്ട് കുതിച്ച ഫെമിൻ മാർക്കിനെ അതിശക്തമായി പഞ്ച് ചെയ്യുകയാണ്. മാർക്കിനെ ഇടിക്കുന്ന ഫെമിൻ 8th ലെവൽ ഗ്രാൻഡ് മാസ്റ്റർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു ബോധ്യം ഷിമിനുമുണ്ട്. ശക്തമായ ബോഡിയാണ് ഗ്രാൻഡ് മാസ്റ്റേഴ്സിൻ്റെ പ്രത്യേകത. 8th ലെവൽ എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ബോഡി ശരിക്കും റിജിഡ് ആയിട്ടുണ്ടാവും. ശക്തമായ ആ ബോഡി ഉള്ള ഷിമിൻ അതിശക്തമായിട്ട് മാർക്ക് ഫെല്ലറെ ഇടിച്ചതും മാർക്കും തിരിച്ചിടിച്ചു. മാർക്ക് ഫെല്ലറുടെ കൈ ഫെമിനിന്റെ ആ കയ്യിൽ പതിഞ്ഞപ്പോൾ ഫെമിൻ ഒരു സ്റ്റെപ്പ് ഒന്ന് പുറകോട്ട് നീങ്ങി. അതുപോലെ തന്നെ മാർക്കും. ഫെമിന് ഒരു വല്ലാത്ത അത്ഭുതം. ഒരു ഇന്റേണൽ സ്ട്രെങ്ത് മാസ്റ്റർ മാത്രമായ മാർക്ക് ഫെല്ലർ ഗ്രാൻഡ് മാസ്റ്ററിലെ 8th ലെവലിൽ നിൽക്കുന്ന അയാളുടെ ആ പഞ്ച് തടുത്തിരിക്കുകയാണ്. ഫെമിൻ മാർക്കിനോട് പറഞ്ഞു, ഞാൻ വിചാരിച്ച പോലെ അല്ലല്ലോ, നിനക്ക് ശക്തിയുണ്ട്. എന്നാൽ അതേ സമയത്ത് മാർക്ക് ഫെല്ലറും ആലോചിച്ചത് അത് തന്നെയാണ്. ഇവനും നല്ല ഫിസിക്കൽ സ്ട്രെങ്ത് ഉണ്ട്. അങ്ങനെ വിചാരിച്ച മാർക്ക് ഫെല്ലർ ഫെമിന് ആലോചിക്കാൻ സമയം കൊടുക്കുമ്പേ വീണ്ടും മുന്നോട്ട് കുതിച്ചു. മുന്നോട്ട് കുതിച്ചത് മാർക്ക് ഫെല്ലർ ശക്തമായ ഒരു അറ്റ ഇടി. തികച്ചും അപ്രതീക്ഷിതമായിരുന്നു മാർക്ക് ഫെല്ലറുടെ ആ ഇടി. മാർക്ക് ഫെല്ലർക്ക് വളരെ അടുത്തായിരുന്ന ഫെമിന് ഒഴിയാൻ കഴിയുമ്പോൾ ആ ഇടി അയാളുടെ മുഖത്ത് പതിച്ചു. ഇടിയേറ്റ് ഫെമിൻ ഒന്ന് കറങ്ങി. അയാൾ 2 സ്റ്റെപ്പ് കറങ്ങി നേരെ നിൽക്കുമ്പോഴേക്കും മാർക്ക് അവനെ തലകു വിലങ്ങും ഇടിക്കുകയാണ്. ഏതാണ്ട് 1 സെക്കൻഡിനുള്ളിൽ 10 ഇടി എന്നൊക്കെ പറയും പോലെ അതിവേഗതയിലാണ് മാർക്ക് ഇടിച്ചത്. മാർക്കിന്റെ ഇരു കൈകൾ കൊണ്ടുള്ള ആ ഇടി ഫെമിനെ ഏതാണ്ട് ഒരു പരുവമാക്കി. ഇടിയേറ്റ ഫെമിൻ മാർക്കിന്റെ അടുത്തുനിന്ന് രക്ഷപ്പെടാനായി ഷ്രിങ്കിങ് എർത്ത് ബൈ ആൻ ഇഞ്ച് എന്നുള്ള ആ മാന്ത്രിക വിദ്യ അപ്ലൈ ചെയ്തു. ആ വിദ്യ അപ്ലൈ ചെയ്ത ഷിമിൻ അതിവേഗം മാർക്കിന്റെ അടുത്തുനിന്ന് പറന്നു മാറുകയാണ്. പക്ഷെ അതേ സമയത്ത് അയാൾ ഞെട്ടി. അതേ ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് മാർക്ക് ഫെല്ലർ അവന്റെ കൂടെ എത്തി. അത് കണ്ടതും ഷിമിൻ ഉറക്കെ ഗവിനോട് പറഞ്ഞു, ഏയ് മാസ്റ്റർ, നിങ്ങൾ ഇതും അവനെ പഠിപ്പിച്ചു കൊടുത്തല്ലേ? നിങ്ങൾ ചതിയനാണ്. ഷിമിന് മാത്രമേ ആ വിദ്യ താൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ എന്നാണ് മാസ്റ്റർ ഗെവിൻ ഷിമിനോട് പറഞ്ഞിരുന്നത്. പക്ഷേ 2-3 ദിവസത്തെ മാത്രം പരിചയമുള്ള മാർക്ക് ഫെല്ലർക്ക് ഇത് ആ വിധിയും മാസ്റ്റർ പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. മാർക്ക് തൻ്റെ തൊട്ട് പുറകിലെത്തിയതും മാസ്റ്റർ ഗാവിനോട് സംസാരിക്കുന്നിടയിൽ തന്നെ മാർക്കിൽ നിന്ന് ഓടി മാറാൻ വേണ്ടി പരമാവധി വേഗതയിൽ ഷെമിൻ ഓടുകയാണ്. ഷെമിന് ഇതിനിടയിൽ ഒരു കാര്യം മനസ്സിലായിരുന്നു. ഷെമിൻ്റെ വീക്ക്നെസ്സും മാർക്ക് ഫെല്ലറുടെ സ്ട്രെങ്തും ഒന്നാണ്. ഷെമിൻ്റെ വീക്ക്നെസ് മാർക്കുമായി ഏറ്റുമുട്ടുമ്പോൾ അയാളുടെ ഫിസിക്കൽ ബോഡിയാണ്. അതേസമയത്ത് മാർക്കിൻ്റെ സ്ട്രെങ്തും ഫിസിക്കൽ ബോഡിയാണ്. താൻ എന്തൊരു മണ്ടനാണ്, ഒരുത്തൻ്റെ സ്ട്രെങ്തിൽ അവനോട് ചെന്ന് ഏറ്റുമുട്ടുന്ന താൻ എന്തൊരു മണ്ടനാണ് എന്നൊരു ചിന്ത ഷിമിന് വന്നു. ആ ചിന്ത മനസ്സിലേക്ക് വന്നതും മാർക്കിൻ്റെ അടുത്തുനിന്ന് പരമാവധി വേഗത്തിലേക്ക് ഓടി മാറാനായി അയാൾ അതിവേഗം കുതിക്കുകയാണ്. ഗ്രാൻഡ് മാസ്റ്ററിലെ 8th ലെവലിൽ നിൽക്കുന്ന ഷിമിന് ആ ഷ്രിങ്കിങ് എർത്ത് ബൈ ആൻ ഇഞ്ച് എന്നുള്ള ആ മാന്ത്രിക വിദ്യ മാർക്കിനേക്കാൾ വേഗത്തിൽ നടപ്പിലാക്കാൻ പറ്റും. മാർക്കും ഷിമിനും ആ വിദ്യ ഒരുമിച്ച് അപ്ലൈ ചെയ്യുമ്പോൾ വേഗത ഷിമിനായിരിക്കും. കാരണം ഷിമിൻ മാർക്കിനേക്കാൾ ഒരുപാട് ലെവൽ മുകളിൽ നിൽക്കുന്ന ആളാണ്. അതിൻ്റെതായ ഒരു ഗ്യാപ്പ് അവർക്ക് തമ്മിൽ ഉണ്ടായതും മാർക്ക് പെട്ടെന്ന് ഹെവി ഫോളിംഗ് ബൈ സ്പേസ് എന്നുള്ള ആ വിദ്യ മാർക്ക് ആക്ടിവേഷൻ നടത്തിയതും മുന്നോട്ട് ഓടുകയായിരുന്ന ഷിമിനും മാർക്കും തമ്മിലുള്ള അകലം കുറഞ്ഞു. ഷിമിൻ അതിവേഗത്തിൽ ഓടുകയാണ് മാർക്കിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി. പക്ഷേ പെട്ടെന്നാണ് അയാൾക്ക് ഒരു കാര്യം മനസ്സിലായത്. തനിക്ക് ഓടാൻ പറ്റുന്നില്ല. താൻ ഏതാണ്ട് നിന്ന സ്ഥലത്ത് നിന്ന് തന്നെ ഓടുകയാണ്. എന്താ സംഭവിച്ചെന്നറിയാതെ ഷിമിൻ അമ്പരപ്പോടെ മാർക്കിനെ നോക്കിയപ്പോൾ മാർക്ക് പറഞ്ഞു, ഇത് ഒരു പുതിയ വിദ്യയാണ്, ഹെവി ഫോളിംഗ് ബൈ സ്പേസ് എന്ന് പറയും. നിനക്ക് ഇനി എൻ്റെ അടുത്തുനിന്ന് മാറാൻ പറ്റില്ല. മാർക്കിന് ഷിമിനെ ജയിക്കാനുള്ള ഏക മാർഗം എന്ന് പറയുന്നത് ആ ഫിസിക്കൽ സ്ട്രെങ്ത് ഉപയോഗിച്ചുള്ള യുദ്ധമാണ്. ഷിമിന് എന്തെങ്കിലും പറയാൻ കഴിയുമ്പോൾ മാർക്ക് ഷിമിന്റെ മുകളിലേക്ക് പാഞ്ഞു കയറുകയാണ്. ശക്തമായ പഞ്ചുകളുമായി മാർക്ക് ഷിമിനെ നേരിട്ടു. ഷിമിൻ
8th ലെവൽ ഗ്രാൻഡ് മാസ്റ്റർ ആയതുകൊണ്ട് തന്നെ അവനും ശക്തിയുണ്ട്. അവനും മാർക്കിനെ അതുപോലെ നേരിടുകയാണ്. രണ്ടുപേരും ശരീരം മാത്രം ഉപയോഗിച്ചുള്ള ഫൈറ്റ് നടത്തുമ്പോൾ മാർക്കിന് ഒരു മേൽക്കൈയുണ്ട്. ആ മേൽക്കൈ ഉപയോഗിച്ച് മാർക്ക് ഷിമിനെ ഇടിച്ച് തെറിപ്പിച്ചു. താഴേക്ക് വീണ ഷിമിനെ പിന്നെയും മാർക്ക് ഇടിക്കുകയാണ്. ഷിമിൻ രക്ഷപ്പെടും മുമ്പ് അവനെ തീർക്കണം. അതാണ് മാർക്കിന്റെ ടാർഗറ്റ്. തറയിലേക്ക് വീണ ഷിമിൻ പെട്ടെന്ന് ഒന്ന് അലറി. ആ അലർച്ചയിൽ അയാളുടെ ബോഡിയിൽ നിന്ന് ഇന്റേണൽ എനർജി ഒരു സ്ഫോടനം പോലെ പുറത്തേക്ക് വരികയാണ്. ശരിക്കും അതുവരെ സ്പിരിച്വൽ എനർജി ഉപയോഗിക്കാതെ മാർക്കുമായി ഏറ്റുമുട്ടിക്കൊണ്ടുനിന്ന ഷിമിൻ പെട്ടെന്ന് അവന്റെ സ്പിരിച്വൽ എനർജി റിലീസ് ചെയ്തതും ആ സ്പിരിച്വൽ എനർജി സ്ഫോടനത്തിന്റെ ഫലമായി മാർക്ക് സൃഷ്ടിച്ചിരുന്ന ആ ഹെവി ഫോളിംഗ് ബൈ സ്പേസ് എന്നുള്ള ആ ബാരിയർ അപ്രത്യക്ഷമായി. അതൊക്കെ ഷിമിന്റെ ആ പ്രഹരത്തിൽ തകർന്ന് തരിപ്പണമായി. ശരിക്കും ആ എനർജി സ്ഫോടനത്തിന്റെ ഫലമായി ചാടി എണീറ്റ ഷിമിൻ മാർക്കിൽ നിന്ന് പെട്ടെന്ന് അകന്നു മാറി. മാർക്കിന്റെ അടുത്തേക്ക് വരാതെ ദൂരേക്ക് മാറിയ ഷിമിൻ മാർക്കിനോട് പറഞ്ഞു, ഇനി എൻ്റെ ഊഴം. അങ്ങനെ പറഞ്ഞ ഷിമിൻ അവന്റെ ഇന്റേണൽ എനർജി മുഴുവൻ അവന്റെ വലത് കൈയിലേക്ക് കൊണ്ടുവരികയാണ്. അത് കണ്ടപ്പോൾ തന്നെ മാർക്കിനറിയാം അവൻ എന്താണ് ചെയ്യാൻ പോകുന്നത്. മാർക്കിന്റെ വലത് കൈയിലേക്ക് ആ ഇന്റേണൽ എനർജി കൊണ്ടുവന്നു. ഉടൻ ഷിമിൻ പറഞ്ഞു, അബ്സല്യൂട്ട് ബിഗിനിങ് സേക്രഡ് ഫിസ്റ്റ്. അങ്ങനെ അവൻ പറഞ്ഞതും അവന്റെ വലത് കൈ ഒരു സ്ഫോടനത്തോടു കൂടി മുന്നോട്ട് കുതിച്ചു. ശരിക്കും ഒരു മിസൈൽ മുന്നോട്ട് കുതിച്ചു വരും പോലെ ഷിമിന്റെ ആ വലത് കൈ മുന്നോട്ട് കുതിച്ചപ്പോൾ ആ വലത് കൈയുടെ മുൻഭാഗത്തായി ഒരു തീ ഗോളം പോലെ ഒരു പ്രകാശം മാർക്കിന് നേരെ പാഞ്ഞു വരികയാണ്. മാർക്കും അതിവേഗതയിൽ ആ തീ ഗോളത്തിനെതിരെ പഞ്ച് ചെയ്തു. മാർക്കും അത് പഞ്ച് ചെയ്യുമ്പോൾ ആ മാന്ത്രിക വിദ്യ ഉരുവിട്ടിട്ടുണ്ട്. അബ്സല്യൂട്ട് ബിഗിനിങ് സേക്രഡ് ഫിസ്റ്റ്. രണ്ടുപേരും ഒരേ മന്ത്രം ഉപയോഗിച്ചുകൊണ്ട് ഒരേ ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഏറ്റുമുട്ടുന്നത്. അതിശക്തമായിട്ടുള്ള മാർക്കിന്റെ പഞ്ച് ഷിമിൻ തൊടുത്തുവിട്ട ആ പഞ്ചുമായി ഏറ്റുമുട്ടിയതും മാർക്കിന്റെ ആ കൈ ഒന്ന് വിറച്ചു. മാർക്കിന്റെ ആ അബ്സല്യൂട്ട് ഫിസ്റ്റ് നിമിഷ നേരം കൊണ്ടാണ് ചിതറി തെറിച്ചത്. എന്തെങ്കിലും മാർക്കിന് ചെയ്യാൻ കഴിയുമ്പോൾ മാർക്കും പുറകോട്ട് തെറിച്ചു. ഷിമിൻ ഒരു ഇഞ്ച് പോലും നിന്ന സ്ഥലത്ത് നിന്ന് അനങ്ങിയിട്ടില്ല. ഇപ്പോ അവൻ രണ്ട് കൈയും പുറകിൽ കെട്ടിത്തുടങ്ങി. അവനറിയാം അവൻ മാർക്കിനേക്കാൾ വളരെ വളരെ മുകളിലാണ്. രണ്ട് കൈയും പുറകിൽ കെട്ടിയ ഷിമിൻ മാർക്കിനോട് പറഞ്ഞു, ശരി, നീ എന്റെ ഒരു പഞ്ച് തടുത്തു, രണ്ടാമത്തെ പഞ്ചു. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൻ ഇടത്തെ കൈ കൊണ്ട് മാർക്ക് നേരെ ഒരു പഞ്ച്. ആ അബ്സല്യൂട്ട് ബിഗിനിങ് സേക്രഡ് ഫിസ്റ്റ് തന്നെയാണ് ഇടത് കൈ കൊണ്ട് പഞ്ച് ചെയ്തത്. ശരിക്കും ഒരു പ്രകാശത്തിന്റെ ജ്വാല മാർക്കിനെതിരെ പാഞ്ഞു വന്നു. മാർക്കിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ ആ ജ്വാല ഏതാണ്ട് അടുത്തെത്തിയിരുന്നു. മാർക്ക് പെട്ടെന്ന് അവന്റെ ബോഡി ആക്ടിവേഷൻ ചെയ്തു. സെയിൻലി ബോഡി ടെക്നിക് ലെവൽ 3 ആണ് മാർക്ക് ആക്ടിവേഷൻ ചെയ്തത്. മാർക്ക് എതിരിടുന്നത് ഒരു 8th ലെവൽ ഗ്രാൻഡ് മാസ്റ്ററെയാണ്. ഒരു തരത്തിലുള്ള അലസതയ്ക്കും ഈ യുദ്ധത്തിൽ സ്ഥാനമില്ലെന്ന് അറിയാവുന്ന മാർക്ക് അവന്റെ കഴിവിന്റെ പരമാവധിയായ ആ സെയിൻലി ബോഡി ടെക്നിക് 3 ആക്ടിവേഷൻ ചെയ്തപ്പോൾ അവന്റെ ബോഡിക്ക് ചുറ്റുമായി 3 ലെവലിൽ ഒരു ഗോൾഡൻ വലയമുണ്ടായി. ഈ സമയത്ത് ഷിമിന്റെ ആ മാന്ത്രിക കൈ മാർക്കിന്റെ അടുത്തെത്തിയിരുന്നു. ആ നിമിഷത്തിനെ മാർക്ക് തിരിച്ച് പഞ്ച് ചെയ്തിരുന്നു. ഇതൊക്കെ കണ്ണഞ്ചിക്കുന്ന വേഗത്തിലാണ് നടക്കുന്നത്. മാർക്കിന്റെ ആ മാന്ത്രിക ഇടി ഷിമിന്റെ ആ പവർഫുൾ ഇടിയുമായി കൂട്ടിമുട്ടിയതും മാർക്കിന്റെ ഇടി തകർന്ന് തരിപ്പണമായി. ഒരു പ്രകാശ സ്ഫോടനത്തിന് ശേഷം മാർക്ക് അത് തിരിച്ചറിയുകയാണ്. മാർക്കിന്റെ ആ ഇടി തകർന്നതോടുകൂടി മാർക്കിന്റെ ബോഡിക്ക് ചുറ്റുമുണ്ടായിരുന്ന ആ സെയിൻറ്റ്ലി ബോഡി കവറിങ് ഒന്നൊന്നായി തകർന്നു തുടങ്ങി. സ്പിരിച്വൽ എനർജി കൊണ്ടുള്ള ഒരു കവറാണ് മാർക്കിന് ചുറ്റുമുള്ളത്. ആ കവറുകൾ ഒന്നൊന്നായി തകരുമ്പോൾ മാർക്ക് ദൂരേക്ക് തെറിച്ചു. ശരിക്കും ഒരു 10-15 അടി ദൂരേക്കാണ് മാർക്ക് തെറിച്ച് വീണത്. ഇപ്പോഴും രണ്ട് കൈയും പുറകിൽ കെട്ടി അങ്ങനെ ആ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ഷിമിൻ. ഷിമിന്റെ മുഖത്ത് ഒരു വല്ലാത്ത ഭാവമുണ്ട്. കിങ് ഓഫ് സിൽഷെയർ, എങ്ങനെയുണ്ട് എൻ്റെ സെക്കൻഡ് പഞ്ച്? എനിക്കറിയാം നിനക്ക് മതിയായില്ലെന്ന്. സാരമില്ല, ഒന്നുകൂടി തരാം. അങ്ങനെ പറഞ്ഞിട്ട് അവൻ ഇടത് കൈയും വലത് കൈയും ഒരുമിച്ച് മുന്നോട്ട് വരുത്തി 2 പഞ്ച് ഒരുമിച്ച് നടത്തി. തറ വീണ മാർക്ക് ഫെല്ലർ ചാടി എണീക്കുമ്പോഴേക്കും ആ 2 പഞ്ചുകളും മാർക്കിന്റെ അടുത്തെത്തി. മാർക്ക് അതിവേഗം ആ സെയിൻറ്റ്ലി ബോഡി ടെക്നിക്ക് ഒരിക്കൽ കൂടി ആക്ടിവേഷൻ ചെയ്തുകൊണ്ട് 2 കൈ കൊണ്ടും ആ പഞ്ചിനെ തടുക്കുകയാണ്.
ആ പഞ്ചിൽ നിന്ന് രക്ഷപ്പെടാനായി ആ രണ്ട് കൈ കുറുകെ പിടിച്ച മാർക്കിന് പെട്ടെന്ന് ഒരു കാര്യം കൂടി മനസ്സിലായി. അവന്റെ ബോഡിക്ക് ചുറ്റുമുള്ള ആ സെയിൻറ്റ്ലി ബോഡി ടെക്നിക്കിലെ ആ ഗോൾഡൻ വലയങ്ങളുടെ ശക്തി ശരിക്കും കുറഞ്ഞിട്ടുണ്ട്. ആ കാഴ്ച മാർക്ക് കണ്ട അതേ നിമിഷത്തിൽ ഷിമിന്റെ ഇരു കരങ്ങളും മാർക്കിന്റെ പുറത്തു പതിച്ചു. ഗ്ലാസ് പൊട്ടിച്ചിതറും പോലെ മാർക്കിന് ചുറ്റുമുള്ള ആ എനർജി കവറിങ്ങുകൾ പൊട്ടി. തൽഫലമായി ഉണ്ടായ ഒരു ഫോഴ്സിൽ മാർക്ക് ഫെല്ലർ ആ സ്ഥലത്ത് നിന്ന് ഉയർന്നു പൊങ്ങി കുറെ ദൂരേക്ക് വന്ന് വീണു. ശരിക്കും മാർക്ക് വന്ന് വീണ സ്ഥലത്ത് ഒരു കുഴി തന്നെ രൂപപ്പെട്ടു എന്ന് പറയാം. ഈ കാഴ്ച നീൽ ഫ്ലെമിംഗും അതുപോലെ മാസ്റ്റർ ഗാവിനും കണ്ടു. മാസ്റ്റർ ഗാവിൻ ആ നിമിഷത്തിൽ ഷ്രിങ്ങിങ് എർത്ത് ബൈ ആൻ ഇഞ്ച് എന്നുള്ള ആ ടെക്നിക്ക് ഉപയോഗിച്ച് അതിവേഗം മാർക്കിനടുത്തെത്തി. മാർക്കിനടുത്തെത്തിയ ഗാവിൻ മാർക്കിനെ പിടിച്ചെണീപ്പിക്കുകയാണ്. മാർക്ക് മതിയൊക്കെ, ഇനി ഞാൻ നോക്കാം. അങ്ങനെ മാർക്കിനോട് മാസ്റ്റർ ഗാവിൻ പറയുമ്പോൾ അല്പം ദൂരെ നിന്ന് ഷിമിൻ മാസ്റ്റർ ഗാവിനോട് പറഞ്ഞു, മാസ്റ്റർ ധൃതി വെക്കേണ്ട, ഞാൻ ആദ്യം അവരൊന്ന് തീർക്കട്ടെ, അതിനുശേഷം നിങ്ങളെ തീർക്കാം. നിങ്ങളുടെ ആഗ്രഹം പോലെ നിങ്ങളെ കൊന്നിട്ടേ ഞാനിവിടുന്ന് പോകും. അങ്ങനെ പറയുമ്പോഴും ഷിമിൻ അവന്റെ കൈ പുറകിൽ കെട്ടിയിരിക്കുകയാണ്. ഫൈറ്റ് ചെയ്യാനുള്ള സമയത്ത് മാത്രം അവൻ കൈ പുറത്തേക്ക് എടുക്കും. ശരിക്കും ഒരു സൂപ്പർ മാസ്റ്ററാണ് താനെന്ന് അവൻ മാസ്റ്റർ ഗവിനെയും അതുപോലെ മാർക്കിനെയും ഓർമ്മിപ്പിക്കുകയാണ്. മാർക്ക് മാസ്റ്റർ ഗാവിനോട് പറഞ്ഞു, മാസ്റ്റർ വേണ്ട, ഞാൻ നോക്കാം. അങ്ങനെ പറഞ്ഞിട്ട് വീണ്ടും മാർക്ക് ഫെല്ലർ അവന്റെ ബോഡിക്ക് ചുറ്റുമായി ആ സെയിൻറ്റ്ലി ബോഡി ടെക്നിക് ആക്ടിവേഷൻ ചെയ്തു. ഇപ്പോ മാർക്ക് ഫെല്ലർക്ക് ഒരു കാര്യം കുറെ കൂടി വ്യക്തമായിരിക്കുകയാണ്. അവന്റെ ബോഡിക്ക് ചുറ്റും ഉണ്ടായിക്കൊണ്ടിരുന്ന ആ ഗോൾഡൻ കവർ ഏതാണ്ട് മങ്ങി തുടങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം വളരെ വളരെ വ്യക്തമാണ്. അവന്റെ ശരീരത്തിലെ സ്പിരിച്വൽ എനർജി ഏതാണ്ട് പൂർണ്ണമായും യൂസ്ഡ് ആയിരിക്കുകയാണ്. സ്പിരിച്വൽ എനർജി അവന്റെ ശരീരത്തിലേക്ക് അവൻ ഇനിയും ആവാഹിച്ചാൽ മാത്രമേ അവന് പിടിച്ചു നിൽക്കാൻ പറ്റൂ. പക്ഷെ മാർക്കിനറിയാം ഇതേ അവസ്ഥ മറുഭാഗത്ത് നിൽക്കുന്ന സാക്ഷാൽ ഷിമിനും ഉണ്ടാകുമെന്ന്. ഷിമിനെ നോക്കി മാർക്ക് പറഞ്ഞു, ഏയ് ഷിമിൻ, നീയും ക്ഷീണിച്ചു, നിനക്കും അധിക നേരം പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അങ്ങനെ മാർക്ക് പറഞ്ഞതും ഷിമിൻ ഒന്ന് ചിരിച്ചു. ഒന്ന് ചിരിച്ച ഷിമിൻ അവൻ്റെ കൈ രണ്ടും ഒന്ന് വെറുതെ ഒന്ന് വീശി. ആ സമയത്ത് ശരിക്കും അമ്പരപ്പിക്കുന്ന ഒരു അത്ഭുതം അവിടെ ഉണ്ടാവുകയാണ്. അവൻ്റെ ബോഡിക്ക് ചുറ്റുമായി സ്പിരിച്വൽ എനർജി പതുക്കെ അങ്ങോട്ട് ഒഴുകി വന്നു. ആ മലയിൽ ഇഷ്ടംപോലെ സ്പിരിച്വൽ എനർജി ഉണ്ട്. ആ സ്പിരിച്വൽ എനർജി ഷിമിൻ്റെ നേരെ ഒഴുകി വരുന്നത് മാസ്റ്റർ ഗാവിനും മാർക്കും വല്ലാത്തൊരു അമ്പരപ്പോടെയാണ് കണ്ടത്. ഒരു ഫോർമേഷൻ ടെക്നിക്ക് അവിടെ ഷിമിൻ ആക്ടിവേഷൻ ചെയ്തതുപോലെ സകല സ്ഥലത്തു നിന്നും സ്പിരിച്വൽ എനർജി അവൻ്റെ അടുത്തേക്ക് ഒഴുകി വരികയാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് മാർക്കും ഗാവിനും അറിയാൻ വേണ്ടി ഷിമിനെ നോക്കുമ്പോൾ ഷിമിൻ്റെ ദേഹത്തിൽ സ്പർശിച്ച സ്പിരിച്വൽ എനർജി പതുക്കെ അപ്രത്യക്ഷമാവുകയാണ്. ആ സ്പിരിച്വൽ എനർജി അവൻ്റെ അടുത്തുനിന്ന് അപ്രത്യക്ഷമാകുമ്പോൾ ഒരു തിളക്കം അവൻ്റെ ബോഡിക്ക് ചുറ്റും ഉണ്ടായി. ആ എൻ്റെ സ്പിരിച്വൽ എനർജിയും അവൻ്റെ ശരീരത്തിൽ അങ്ങോളം ഇങ്ങോട്ടുള്ള ദൂരങ്ങൾ വഴി ശരീരത്തിനകത്തേക്ക് കയറിയിരിക്കുകയാണ്. കോടിക്കണക്കിന് രോമങ്ങൾ നമ്മുടെ ശരീരത്തിൽ തൊലിക്ക് പുറത്തുണ്ട്. അവിടെയുള്ള ചെറിയ ഹോളുണ്ട്. ആ ഹോളുകൾ വഴി ആ സ്പിരിച്വൽ എനർജി ഇതാ ഷിമിൻ്റെ ബോഡിക്കുള്ളിലേക്ക് ലയിച്ച് കയറുകയാണ്. ആ കാഴ്ച നോക്കി നിൽക്കുന്ന മാർക്ക് ഫെല്ലർ നോക്കി ഷിമിൻ പറഞ്ഞു, ഏയ് മാർക്ക്, ഞാൻ ഫ്രഷായി, നമുക്ക് ഒന്നുകൂടെ നോക്കാം. അങ്ങനെ പറഞ്ഞിട്ട് അവൻ മുന്നോട്ട് കുതിച്ചു. അവൻ മുന്നോട്ട് കുതിച്ചപ്പോൾ മാർക്കിന്റെ മുന്നിലേക്ക് കയറിയ മാസ്റ്റർ ഗാവിനെ പിടിച്ചു മാറ്റിയിട്ട് മാർക്കും പിന്നെയും മുന്നിലേക്ക് കയറി. വീണ്ടും അവർ തമ്മിലുള്ള ഫൈറ്റ് ആരംഭിച്ചു. പക്ഷെ ആ ഫൈറ്റ് അധിക സമയം നീണ്ടു നിന്നില്ല. കൃത്യം ഒരു 2 മിനിറ്റ് ആയപ്പോൾ മാർക്ക് ഫെല്ലർ ഒരു കുഴിക്കകത്തായി. മാർക്കിനെ ഇടിച്ച് ആ കുഴിക്കകത്തേക്ക് താഴ്ത്തിയിരിക്കുകയാണ് ഷിമിൻ. ഷിമിന്റെ പവർ മാർക്കിന്റെ പവറിനേക്കാൾ മുകളിലാണ്, വളരെ വളരെ മുകളിലാണ്. മാർക്ക് ഫെല്ലർ ആ കുഴിയിലേക്ക് എങ്ങനെ താന്നു വരുമ്പോൾ ഷിമിൻ ഒന്ന് ചിരിച്ചു. ആ സമയത്ത് ഈ കാഴ്ച കണ്ടു നിൽക്കുന്ന മാസ്റ്റർ ഗവിൻ അതിവേഗം അയാളുടെ ഇന്റേണൽ എനർജി റിലീസ് ചെയ്തു. ഇന്റേണൽ എനർജി റിലീസ് ചെയ്ത മാസ്റ്റർ ഗാവിൻ കയ്യിൽ അബ്സല്യൂട്ട് ബിഗിനിങ് ഫിസ്റ്റ് കൊണ്ടുവന്നിട്ട് അതിശക്തമായി ഷിമിന് നേരെ പഞ്ച് ചെയ്തു. മാസ്റ്റർ ഗാവിനെ തന്നെ ശ്രദ്ധിച്ച് നിൽക്കുന്ന ഷിമിൻ അതേ വേഗതയിൽ മാസ്റ്റർ ഗാവിനെ എതിരിട്ടു. മാർക്ക് ഫെല്ലറുടെ ബോഡി അല്ല മാസ്റ്റർ ഗാവിനുള്ളത്.
അതുകൊണ്ട് തന്നെ അധികം നേരം കഴിയുമ്പോൾ മാസ്റ്റർ ഗാവിൻ തെറിച്ച് ദൂരേക്ക് വീണു. എന്നിട്ടും വിട്ടുകൊടുക്കാതെ ഗാവിൻ ഷിമിനുമായി പോരാടുകയാണ്. ഈ സമയത്ത് മാർക്കിനെ രക്ഷിക്കാൻ വേണ്ടി നീൽ ഫ്ലെമിംഗ് മാർക്കിനടുത്തേക്ക് ഓടുകയാണ്. മാർക്കിനടുത്തേക്ക് ഓടുന്ന നീൽ ഫ്ലെമിങ്ങിനെ കണ്ടതും ഷിമിൻ ഇടത് കൈ ഒന്ന് വെറുതെ വീശി. ശരിക്കും അയാൾ എയറിലൂടെ ആ കൈയങ്ങ് വീശിയപ്പോൾ ആ കൈവീശലിന്റെ ഫലമായിട്ട് സൃഷ്ടിക്കപ്പെട്ട കാറ്റ് നീൽ ഫ്ലെമിങ്ങിനെ എടുത്തൊരൊറ്റയേറി. മാർക്കിന്റെ അടുത്തേക്ക് ഓടിയെത്താൻ ശ്രമിച്ച നീൽ ഫ്ലെമിംഗ് തെറിച്ച് ദൂരേക്ക് വീണു. ആ മലയിൽ നിറയെ പുല്ലാണ്. ആ പുല്ലിന്റെ മുകളിലാണ് ആ യുദ്ധം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ തെറിച്ച് വീഴൽ നീലിന് വലിയ പരിക്കുണ്ടാക്കിയില്ലെന്ന് പറയാം. പക്ഷേ ആകാശത്തിലൂടെ പൊങ്ങി വീണ് താഴെ വീണതിൻ്റെ ഒരു ക്ഷതം നീലിനുണ്ട്. ഈ സമയത്ത് തറയിൽ വീണ് കിടക്കുകയെന്ന് ഗവിൻ പിന്നെ എണീറ്റ് ഷിമിനുമായി ഏറ്റുമുട്ടുകയാണ്. ആ സമയത്താണ് തികച്ചും അമ്പരപ്പിക്കുന്ന ഒരു കാര്യമുണ്ടായത്. ഏതാണ്ട് ഒരുപാട് താഴേക്ക് കുഴിയിൽ വീണ് കഴിഞ്ഞിരുന്ന മാർക്ക് ഫെല്ലർ ഇപ്പോൾ കുഴിയുടെ പുറത്തെത്തിയിട്ടുണ്ട്. മരിക്കാൻ മാർക്കിന് തീരെ താല്പര്യമില്ല എന്നർത്ഥം. മാർക്ക് കുഴിയുടെ മുകളിലെത്തിയ കാഴ്ച ഷിമിനും കണ്ടു. ഷിമിൻ ആ നിമിഷത്തിൽ തന്റെ മുന്നിൽ എതിരിടുന്ന മാസ്റ്റർ ഗാവിനെ ആഞ്ഞൊരൊറ്റ ഇടി. മാസ്റ്റർ ഗാവിൻ ആ ഇടിയേറ്റ് ദൂരേക്ക് തെറിച്ചതും ഷിമിൻ അടുത്ത നിമിഷത്തിൽ മാർക്കിനടുത്തെത്തി. മാർക്ക് ആ കുഴിയുടെ സൈഡിൽ അങ്ങനെ ഇരുന്നതേ ഉള്ളൂ. ആ സമയത്തേക്കും ഷിമിൻ അവിടെ എത്തിയിരുന്നു. ഷിമിൻ മാർക്കിനെ നോക്കിയിട്ട് ഒരു ഒറ്റ ഇടി. ഇപ്രാവശ്യം ഷിമിൻ ഇടിച്ചത് ഫിസിക്കൽ സ്ട്രെങ്ത് ഉപയോഗിച്ചാണ്. മാർക്ക് ഈ ഫൈറ്റ് തുടങ്ങുമ്പോൾ മാർക്കിന്റെ ഫിസിക്കൽ സ്ട്രെങ്ത് ഉപയോഗിച്ചാണ് അവനെ ഏതാണ്ട് കൊല്ലാക്കൊല്ല ചെയ്തത്. അതിൻ്റെതായ ഒരു വൈരാഗ്യം ഷിമിന്റെ മനസ്സിലുണ്ടായിരുന്നു. ഷിമിൻ അതുകൊണ്ട് തന്നെ അടുത്തെത്തിയതും ഒരൊറ്റ ഇടി. ഇടിയേറ്റ് മാർക്ക് തറയിൽ വീണു. തറയിൽ വീണ മാർക്കിന്റെ അടുത്തേക്ക് കുനിഞ്ഞ ഷിമിൻ വീണ്ടും മാർക്കിന്റെ പുറത്ത് തലങ്ങ് വിലങ്ങ് ഇടി തുടങ്ങി. 4 തവണയെങ്കിലും ഷിമിൻ മാർക്കിനെ ഇടിച്ചു കാണും. അപ്പോഴേക്കും ഷ്രിങ്കിങ് എർത്ത് ബൈ ആൻ ഇഞ്ച് എന്ന ആ മാന്ത്രിക വിദ്യ ആക്ടിവേറ്റ് ചെയ്ത മാസ്റ്റർ ഗാവിൻ അവരുടെ അടുത്തെത്തിയിരുന്നു. അയാൾ ഷിമിന്റെ പുറത്തേക്ക് ചാടി വീണു. മാർക്കിന്റെ പുറത്തേക്ക് ആഞ്ഞാഞ്ഞ് ഇടിച്ചുകൊണ്ടിരിക്കുന്ന ഷിമിന്റെ പുറത്തേക്കാണ് ഗാവിൻ ചാടി വീണത്. ഷിമിന്റെ പുറത്തേക്ക് ചാടി വീണ ഗവിൻ ഷിമിനെ കൊണ്ട് മറിഞ്ഞത് മലയുടെ ഒരു വശത്തേക്കാണ്. ആ ഭാഗത്ത് ഒരു ചരിവുണ്ട്. ഷിമിനും ഗാവിനും കൂടി ഏതാണ്ട് മലയുടെ മുകളിൽ നിന്ന് ഉരുണ്ട് ഒത്തിരി താഴേക്കെത്തി. താഴേക്ക് ഉരുണ്ടെത്തിയ ഗാവിന്റെ മുകളിലേക്ക് കയറിയ ഷിമിൻ ഗാവിനെ ആഞ്ഞാഞ്ഞടിക്കുമ്പോൾ മുകളിൽ പെട്ടെന്ന് അന്തരീക്ഷം മാറുന്നത് ഷിമിന്റെ ശ്രദ്ധയപ്പെട്ടു. ആ നിമിഷത്തിൽ ഷിമിൻ ഗാവിനെ അറ്റാക്ക് ചെയ്ത് നിർത്തി മുകളിലേക്ക് ഒന്ന് നോക്കി. ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് മുകളിൽ ആ നിമിഷത്തിൽ ഷിമിൻ കണ്ടത്. പെട്ടെന്ന് ആ മലയുടെ മുകളിലേക്ക് കറുത്ത കാർമേഘങ്ങൾ ഒരുപാട് ഓടിയെത്തി. പെട്ടെന്നെന്താ ഈ മഴമേഘങ്ങൾ? അങ്ങനെ ഷിമിൻ ആലോചിക്കുമ്പോഴേക്കും ആ മഴമേഘങ്ങളിൽ നിന്ന് അതിശക്തമായ ഇടിവെട്ടി. ആ മഴമേഘങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടിയപ്പോൾ ഇടിയുടെ ശബ്ദം ഷിമിൻ കേട്ട ആ നിമിഷത്തിൽ ഷിമിൻ ഒരു കാഴ്ച കൂടി കണ്ടു. അതിശക്തമായ മിന്നൽ ആകാശത്ത് നേരെ ഭൂമിയിലേക്ക് പതിക്കുന്ന കാഴ്ചയാണ് ഷിമിൻ കണ്ടത്. ആ മിന്നൽ പതിച്ച സ്ഥലം വൻ പ്രകാശത്തിൽ തിളങ്ങി. ആ തിളക്കത്തിൽ ഷിമിൻ ഒരു കാഴ്ച കൂടി കണ്ടു. ആ മിന്നൽ വീണിരിക്കുന്നത് സാക്ഷാൽ മാർക്ക് ഫെല്ലറുടെ പുറത്താണ്. ശക്തമായ മിന്നൽ മാർക്കിന്റെ പുറത്ത് വീണപ്പോ മാർക്ക് പൊളയുന്നതും മാർക്കിന്റെ ബോഡി അവിടെ എവിടെയായി പൊട്ടിച്ചിതറുന്നതും ഷിമിന് താഴ്ന്നത് കാണാം. ആ കാഴ്ച കണ്ടതും ഷിമിൻ ഗാവിന്റെ അടുത്തുനിന്ന് എണീറ്റ് മാർക്കിനെ തന്നെ നോക്കുകയാണ്. ഈ കാഴ്ച ദൂരെ തെറിച്ചു വീണിരിക്കുന്ന നീൽ ഫ്ലെമിങ്ങും ഷിമിന്റെ അടുത്തുള്ള ഗാവിനും കണ്ടു. ഗാവിൻ ശരിക്കും അവിശ്വസനീയതയോടെയാണ് ആ കാഴ്ച കാണുന്നത്. ഗാവിന്റെ മനസ്സിൽ ആ കാഴ്ച ഒരു കാര്യം ഉറപ്പാക്കുകയാണ്. മാർക്ക് ഫെല്ലർ സ്പിരിച്വൽ എനർജി എസ്റ്റാബ്ലിഷ്മെന്റ് സ്റ്റേജിലെ 9th ലെവൽ ബ്രേക്ക് ചെയ്തിരിക്കുന്നു. അത് ബ്രേക്ക് ചെയ്ത് മൊണാസ്റ്റിക് സ്റ്റേജിലേക്ക് മാർക്ക് കടക്കുമ്പോൾ പ്രകൃതി മാർക്കിന്റെ ബോഡിയോട് പ്രതികരിക്കുന്നതാണ് ഇപ്പോൾ ഗാവിൻ കാണുന്നത്. ആ കാര്യത്തെക്കുറിച്ച് ഓർമ്മ വന്നതും ഒരു പുഞ്ചിരി ഗാവിന്റെ മുഖത്ത് വിരിഞ്ഞു. പക്ഷെ ഗാവിനെ ശ്രദ്ധിക്കാതെ ഷിമിൻ ഗാവിനോട് പറഞ്ഞു, അവൻ അവസാനിക്കുകയാണ്. ഈ ഇടിവെട്ടത്തിൽ അവന് എന്ത് സംഭവിക്കുമെന്ന് അറിയാം. അവന്റെ ജീവന്റെ അവസാന തുടിപ്പും ആ മിന്നൽ കൊണ്ടുപോകും. അങ്ങനെ ഷിമിൻ പറയുമ്പോൾ ഈ കാഴ്ച ദൂരെ മാറി നിന്ന് വീക്ഷിക്കായിരുന്ന ഡോക്ടർ ഡോങ് അയാളുടെ ശിഷ്യന്മാരോട് പറഞ്ഞു, ബാ ഇനി നമുക്ക് പോവാം, അവൻ തീർന്നു, ഇനി ആ ചെടി അവന് കൊടുക്കണ്ട. അങ്ങനെ പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടു കൂടി ഡോക്ടർ ഡോങ്ങും അയാളുടെ ശിഷ്യന്മാരും
ആ മലയിൽ അവർ ഒളിച്ചിരുന്ന ഭാഗത്തു നിന്ന് പുറത്തേക്ക് നീങ്ങി തുടങ്ങി. വല്ലാത്തൊരു സന്തോഷം ഡോങ്ങിന് അനുഭവപ്പെടുകയാണ്. ഡോങ്ങൻ ടീമും ആ ഭാഗത്ത് അങ്ങനെ പോകുമ്പോഴും ആകാശത്ത് നിന്ന് മിന്നൽ താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. ആ മിന്നൽ വീഴുന്നത് മുഴുവൻ മാർക്കിന്റെ പുറത്ത് തന്നെയാണ്. ആ മിന്നൽ വീഴുന്നതിന്റെ ഫലമായിട്ട് മാർക്കിന്റെ ബോഡിയിൽ ഉണ്ടായിരുന്ന ഡ്രസ്സ് മുഴുവൻ ഏതാണ്ട് കീറി പറഞ്ഞു എന്ന് പറയാം. ആ കീറി പറഞ്ഞ ഡ്രസ്സിനുള്ളിലൂടെ സൂക്ഷിച്ചു നോക്കുന്ന ഒരാൾക്ക് മാർക്കിന്റെ ബോഡി പൊട്ടിക്കീറി രക്തമൊലിക്കുന്നതും ബോഡിയിലെ വെളുത്ത എല്ലുകൾ പുറത്തേക്ക് വരുന്നതൊക്കെ കാണാം. ആ കാഴ്ച നോക്കിയ ഗാവിൻ വാ പൊളിച്ച് അങ്ങോട്ട് നോക്കുമ്പോൾ ഷിമിൻ ഗാവിന് നേരെ തിരിഞ്ഞു. മാസ്റ്റർ ഗാവിൻ, ഇനി നിങ്ങളാണ് ബാക്കിയുള്ളത്. ഞാൻ നിങ്ങൾക്ക് വാക്ക് നൽകിയതാണ് നിങ്ങളെ കൂടി കൊല്ലാമെന്ന്. ഒരു ഗുരുവിന് ശിഷ്യം കൊടുക്കുന്ന വാക്ക് പാലിച്ചില്ലേ പറ്റും. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഷിമിൻ അയാളുടെ കൈ ഒന്ന് അനക്കി. ആ നിമിഷത്തിന്റെ കയ്യിൽ നിന്ന് ഒരു ഫ്ലോ ഉണ്ടാവുകയാണ്, വായുവിന്റെ ഫ്ലോ. ആ നിമിഷത്തിൽ ഗാവിന്റെ പുറത്തേക്ക് അടിച്ചു. ഗാവിൻ തെറിച്ച് ദൂരേക്ക് വീണു. പക്ഷെ അവിടെ നിന്നും ഗാവിൻ എണീറ്റു. മരിക്കാൻ തനിക്ക് താല്പര്യമില്ല എന്ന് ഉറപ്പിച്ച ഗാവിൻ ഷിമിനുമായി ഒരു അവസാന ഫൈറ്റിന് തയ്യാറെടുക്കുകയാണ്. ഈ കാഴ്ച ദൂരെ നിൽക്കുന്ന നീൽ ഫ്ലെമിംഗ് കണ്ടു. നീൽ ഒരു പരുവത്തിൽ ഓടി ഗാവിനടുത്തെത്തി. അവൻ ഗാവിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. അത് കണ്ട ഷിമിൻ നീലിനോട് പറഞ്ഞു, നീയും ഇന്നിവിടെ അവസാനിക്കും. ആദ്യം ഞാൻ ഈ മാസ്റ്റർ ഒന്ന് തീർത്തോട്ടെ. മാസ്റ്റർ ഗാവിൻ അയാളുടെ ശരീരത്തിൽ ബാലൻസ് ഉള്ള ആ ഇന്റേണൽ എനർജി ഒന്ന് ബോഡിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ്. അയാളുടെ കയ്യിലേക്ക് കൊണ്ടുവന്നിട്ട് കയ്യിലെ സ്ട്രെങ്ത് ഉപയോഗിച്ച് ഒന്ന് പഞ്ച് ചെയ്യാൻ ഒരു ആഗ്രഹം ഗാവിനുണ്ട്. പക്ഷെ ഗാവിന്റെ ശക്തിയും എതിരെ നിൽക്കുന്ന ഷിമിന്റെ ശക്തി തമ്മിൽ കമ്പയർ ചെയ്യാനേ പറ്റത്തില്ല. ഷിമിൻ കൂടുതൽ ശക്തനായതുപോലെ ഒരു തോന്നൽ. ഈ സമയത്താണ് നീൽ ഫ്ലെമിംഗ് അവന്റെ ഇന്ത്യൻ എനർജി റിലീസ് ചെയ്യുന്നത്. അവൻ മാർക്ക് ഫെല്ലർ പഠിപ്പിച്ച ബ്രീത്തിങ് എക്സസൈസ് വഴി ചുറ്റുമുള്ള എല്ലാ സ്ഥലത്തു നിന്നും സ്പിരിച്വൽ എനർജി അബ്സോർവ് ചെയ്ത് അവന്റെ ശരീരത്തിൽ കുറച്ച് സ്പിരിച്വൽ എനർജി ഉണ്ട്. അവൻ അത് റിലീസ് ചെയ്തുകൊണ്ട് അതിശക്തമായി ഷിമിന് നേരെ ഒന്ന് പഞ്ച് ചെയ്തു. ഷിമിന്റെ അടുത്തുപോലും എത്താതെ വായുവിലൂടെയാണ് ആ പഞ്ച്. അത് കണ്ടതും ഷിമിനൊന്ന് ചിരിച്ചു. ഹേയ്, എനിക്ക് നീ ആരാന്ന് അറിയത്തില്ല, ഇത് തികച്ചും തമാശയായി പോയി. അങ്ങനെ പറഞ്ഞിട്ട് ഷിമിൻ വെറുതെ കൈ ഒന്ന് അനക്കുകയാണ്. ആ കൈ അയാൾ അനക്കിപ്പോ ഒരു കാറ്റ് ആ കൈയുടെ അനക്കത്തിനൊപ്പം സൃഷ്ടിക്കപ്പെട്ടു. ഷിമിന്റെ നേരെ അതിശക്തമായി പഞ്ച് ചെയ്ത നീൽ ഫ്ലെമിങ്ങിന് എന്താണ് സംഭവിക്കുന്നത് അറിയുമ്പോൾ ആ കാറ്റ് നീലിന്റെ ആ പഞ്ചിനെ തടുത്ത് നീലിന്റെ അടുത്തേക്ക് എത്തി. ശരിക്കും നീലിനെ ആ കാറ്റിങ് എടുത്ത് പൊക്കുകയാണ്. നീലിനെ കൊല്ലാതിരിക്കാൻ അയാൾ ബോധപൂർവ്വം ശ്രമിക്കുന്നുണ്ടെന്ന് അർത്ഥം. ഈ കാഴ്ചകളൊക്കെ കാണാൻ ഒരാൾ വേണമല്ലോ എന്നൊരു ആഗ്രഹം ഷിമിന് ഉണ്ടെന്ന് തോന്നുന്നു. ഷിമിന് നീലിനെ എടുത്ത് പോക്കി ദൂരേക്ക് ഇട്ടു. കാറ്റ് പൊക്കിയെടുത്തിട്ടു എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. ഈ സമയമായപ്പോൾ ഗാവിൻ കുറച്ചുകൂടി ശക്തി ആർജിച്ചു കഴിഞ്ഞു. മാസ്റ്റർ ഗാവിൻ അയാളുടെ എല്ലാ ശക്തിയും കയ്യിലേക്ക് കൊണ്ടുവരികയാണ്. ഗാവിന് എങ്ങനെയും ഷിമിനെ നേരിട്ടേ പറ്റൂ. ഗാവിൻ പല്ല് കടിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു, അബ്സല്യൂട്ട് ബിഗിനിങ് സേക്രഡ് ഫിസ്റ്റ്. അയാളുടെ ലൈഫിലെ അവസാന ഇടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അയാൾ ആ മന്ത്രം പറഞ്ഞുകൊണ്ട് അതിശക്തമായി ഷിമിന് നേരെ ഇടിച്ചതും ഷിമിൻ അവന്റെ കൈ ഒന്ന് ഉയർത്തി. ഇതുവരെ ആ പഞ്ചിന് തിരിച്ച് പഞ്ച് ചെയ്യുകയാണ് ഷിമിൻ ചെയ്യുക. പക്ഷെ ഇപ്രാവശ്യം അവൻ കൈയെന്ന് ഉയർത്തുകയാണ് ചെയ്തത്. ആ കൈ ഉയർത്തിയതും അവന്റെ കൈക്ക് ഒപ്പം ഒരു അദൃശ്യ കൈ കൂടി അന്തരീക്ഷത്തിലുണ്ടായി. ശരിക്കും എനർജി കൊണ്ട് ഒരു കൈ ഉണ്ടായിരിക്കുകയാണ്. ആ കൈ ഗാവിന്റെ ആ പഞ്ചിനെ കൂളായി തടുത്തു എന്ന് മാത്രമല്ല ആ കൈ മുന്നോട്ട് ചലിക്കുകയും ചെയ്യുകയാണ്. മാസ്റ്റർ ഗാവിന്റെ അടുത്തേക്ക് ആ കൂറ്റൻ കൈ സാവധാനം മൂവ് ചെയ്ത് വരികയാണ്. ഗാവിന് തൻ്റെ മുകളിലേക്ക് വരുന്ന പ്രഷർ ശരിക്കും മനസ്സിലാകുന്നുണ്ട്. ആ കൂറ്റൻ കൈ ഗാവിന്റെ മുകളിലേക്ക് വന്നതും ആ കൈ പതുക്കെ താന്നു തുടങ്ങി. ആ കൈ ഗാവിന് മുകളിൽ പ്രഷർ ചെലുത്തിയതും ഗാവിൻ താഴേക്ക് വീണു, മുട്ടിടിച്ച് താഴേക്ക് വീണു. തറയിലേക്ക് വീണ ഗാവിന്റെ ബോഡി ഏതാണ്ട് നിശ്ചലാവസ്ഥയിലാണ്. അയാൾക്ക് അനങ്ങാൻ പോലും പറ്റുന്നില്ല. അയാളുടെ മുകളിൽ അത്രയേറെ പ്രഷർ അനുഭവപ്പെടുകയാണ്. ആ പ്രഷർ ചെലുത്തിയിരിക്കുന്ന കൈ അതിശക്തമായി താഴേക്ക് പതിച്ച ആ നിമിഷത്തിൽ പെട്ടെന്നാണ് ആ കൈ നിയന്ത്രിച്ചിരുന്ന ഷിമിന്റെ കയ്യിൽ ആരോ പിടിക്കുന്നത്. തികച്ചും അപ്രതീക്ഷിതമായി ഷിമിന്റെ ആ വലത് കൈയിൽ ഒരാൾ പിടിച്ചത് കണ്ടതും ഷിമിൻ ഞെട്ടി തിരിയുകയാണ്. അവനവന്റെ കണ്ണുകൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവന്റെ കയ്യിൽ പിടിച്ചിരിക്കുന്നത് സാക്ഷാൽ മാർക്ക് ഫെല്ലറാണ്. മാർക്ക് ഫെല്ലർ വളരെ കൂളായി അവന്റെ അടുത്ത് നിൽക്കുകയാണ്. ഷിമിന്റെ വലത് കൈയിൽ പിടിച്ചിരിക്കുന്ന മാർക്ക് ഫെല്ലർ
ഷിമിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ ഇടത് കൈ കൊണ്ട് ഒരൊറ്റ ഇടി. ശരിക്കും മാർക്കിന്റെ കൈ അകലത്തിനകത്ത് നിൽക്കുകയായിരുന്ന ഷിമിന്റെ കവിളിൽ മാർക്ക് ഇടിച്ചതും അവന്റെ കവിളും തലയും കൂടി ഒന്ന് ചരിഞ്ഞു. ശരിക്കും ഷിമിൻ അവിടെ ഒന്ന് അമ്പരന്ന് പോയതുകൊണ്ട് ഷിമിന് അവന്റെ ബോഡി സംരക്ഷിക്കാനുള്ള ഒരു ആക്ടിവേഷൻ നടത്താൻ പറ്റിയിരുന്നില്ല. അതിനു മുമ്പ് മാർക്കിന്റെ ഇടത് കൈ അവന്റെ കവിളിൽ പതിഞ്ഞിരുന്നു. ആ ഇടത് കൈ കവിളിലേക്ക് പതിഞ്ഞപ്പോൾ ഉണ്ടായ ഷോക്കിൽ അവൻ മാർക്കിന്റെ കൈ വെടിവെച്ച് പുറകോട്ട് നീങ്ങി. അവൻ ആദ്യം ഒന്ന് രണ്ട് നിമിഷം ഒന്ന് കിതച്ചു. ശരിക്കും വിശ്വസിക്കാൻ പറ്റാതെ ഷിമിൻ ഒന്ന് കിതക്കുകയാണ്. അവൻ മാർക്കിനോട് ചോദിച്ചു, അപ്പോ നീ തീർന്നില്ല അല്ലേ? അതിന് മാർക്ക് മറുപടി പറഞ്ഞില്ല. അതിന് പകരം മാർക്ക് അവനോട് പറഞ്ഞു, ഷിമിൻ, നിന്നെ ഞാൻ കൊല്ലാൻ പോവുകയാണ്. അത് കേട്ടതും ഷിമിൻ ഒന്ന് ചിരിച്ചു. ശരിക്കും മാർക്കിന്റെ ഫിസിക്കൽ ബോഡിയോട് ഏറ്റുമുട്ടാനുള്ള കപ്പാസിറ്റി ഷിമിന് ഇല്ല. നേരത്തെ മാർക്ക് ഏതാണ്ട് മൃതപ്രായനായി കിടന്ന സമയത്ത് മാത്രമാണ് ഷിമിൻ മാർക്കിന്റെ ബോഡിയിൽ അവന്റെ കരവിരുതൊക്കെ കാണിച്ചത്. ഇപ്പം മാർക്ക് ഇതാ വീണ്ടും ശക്തി ആർജിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കരുതലോടെ ഏതാനും സ്റ്റെപ്പ് പുറകോട്ട് മാറി ഷിമിൻ മാർക്കിനോട് പറഞ്ഞു, നീ എന്നെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൻ അബ്സല്യൂട്ട് ബിഗിനിങ് സേക്രഡ് ഫിസ്റ്റ് ആക്ടിവേഷൻ നടത്തി ഒരൊറ്റ പഞ്ച്. ആ പഞ്ചിന് നേരത്തെ മാർക്ക് തിരിച്ച് പഞ്ച് ചെയ്യുകയായിരുന്നു ചെയ്തത്. പക്ഷെ ഇപ്രാവശ്യം ആ പഞ്ച് മാർക്കിന്റെ അടുത്തേക്ക് വരുമ്പോൾ മാർക്ക് ആ പഞ്ച് തന്നെ നോക്കി നിൽക്കുകയാണ്. ആ പഞ്ച് അടുത്ത് വന്നതും മാർക്ക് കൈയൊന്നെടുത്ത് ഉയർത്തി. ശരിക്കും കൂളായിട്ട് ആ കൈ ഇങ്ങനെ ഉയർത്തി പിടിച്ചതും ആ പഞ്ച് കൂളായി തടുത്തു. ഒരു നനഞ്ഞ പടക്കം പോലെ ഷിമിന്റെ ആ പഞ്ച് മാറിയപ്പോൾ ഷിമിന് ഒരു ഞെട്ടലുണ്ട്. എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് ഷിമിന് ഒരു പിടിയില്ല. പക്ഷെ ഈ സമയത്ത് തറയിൽ എണീറ്റിരുന്ന ഗാവിന് കഥ മനസ്സിലായി. മാർക്ക് ഫെല്ലർ വിജയകരമായി ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. സ്പിരിച്വൽ എസ്റ്റാബ്ലിഷ്മെന്റ് സ്റ്റേജിൽ നിന്ന് മൊണാസ്റ്റിക് സ്റ്റേജിലേക്ക് ഇതാ മാർക്ക് കടന്നിരിക്കുന്നു. ആ ചിന്ത പോലും ഗാവിനുണ്ടാക്കിയ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. സന്തോഷം കൊണ്ട് ഗാവിന്റെ മുഖം അങ്ങനെ പൂത്തുലയുമ്പോൾ മാർക്ക് ഫെല്ലർ ഷിമിനടുത്തേക്ക് സാവധാനം നടന്നു വരികയാണ്. ഷിമിനടുത്തേക്ക് മാർക്ക് നടക്കുന്ന കണ്ടതും ഷിമിൻ പുറകോട്ട് മാറുകയാണ്. ഷിമിൻ പുറകോട്ട് മാറിയിട്ട് പെട്ടെന്ന് അവന്റെ കൈയൊന്ന് ഉയർത്തി. അവന്റെ കൈ അവൻ രണ്ട് ഭാഗത്തേക്ക് ഉയർത്തിയതും ആ രണ്ട് കൈയിലും രണ്ട് തീഗോളങ്ങൾ ഉണ്ടായി വന്നു. അടുത്ത നിമിഷത്തിൽ അത് വലയങ്ങളായി. ശരിക്കും അതിവേഗതയിൽ അവനൊരു വലിയ വലയം സൃഷ്ടിച്ചു. ഈ കളി നേരത്തെ ഫെലിക്സ് ചെയ്യുന്നത് മാർക്ക് കണ്ടിട്ടുണ്ട്. ആ അത്ഭുത മരുന്ന് ശേഖരിക്കാനായി ആ ബായ് സിറ്റിയിലെ വനത്തിലേക്ക് മാർക്ക് പോയപ്പോൾ മാർക്കിനെ എതിരിട്ട ഫെലിക്സ് ആണ് ആദ്യം ആ കളി മാർക്കിന് മുമ്പിൽ കാഴ്ചവെച്ചത്. അനവധി വലയങ്ങളാണ് മാർക്കിന് മുന്നിൽ ഷിമിൻ സൃഷ്ടിച്ചത്. ആ വലയങ്ങളെല്ലാം കൂടി കണക്ട് ആയതും അയാൾ ആ വലയങ്ങൾ ഒരൊറ്റ കറക്ക്. അതിവേഗതയിൽ ആ തീ വലയം മാർക്കിന് നേരെ പാഞ്ഞു വരികയാണ്. ആ വലയത്തിന് വൻ പവറുണ്ട്. ആ വലയം മാർക്കിന് നേരെ പാഞ്ഞു വന്നതും മാർക്ക് ആ വലയത്തിലേക്ക് ഒരു ഒറ്റ ഇടി. അടുത്ത നിമിഷത്തിൽ ഷിമിന് വിശ്വസിക്കാൻ പറ്റാത്ത ആ കാഴ്ച ഷിമിൻ കണ്ടു. ആ വലയങ്ങളൊക്കെ തകർത്തുകൊണ്ട് മാർക്കിന്റെ അതിശക്തമായ പഞ്ച് അവന്റെ ബോഡി പതിച്ചതാണ് അവൻ അറിഞ്ഞത്. ആ പഞ്ച് ഷിമിന്റെ ബോഡി പതിച്ചതും ഷിമിൻ തെറിച്ചു. ഏതാനും അടി ദൂരേക്ക് തെറിച്ചു വീണ ഷിമിന്റെ തൊട്ടു മുന്നിൽ മാർക്ക് അതേ നിമിഷം തന്നെ എത്തി. ഷിമിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ മാർക്ക് ഷിമിന്റെ തലങ്ങുലങ്ങ് ഇടി തുടങ്ങി. നേരത്തെ തറയിൽ വീണ് കിടക്കുകയായിരുന്ന മാർക്ക് ഫെല്ലറെ ഷിമിൻ ഇടിച്ച അതേ ശൈലിയിൽ മാർക്ക് ഷിമിന്റെ തല മുതൽ കാൽപാദം വരെ ഇടി തുടങ്ങി. മാർഷൽ ഗ്രാൻഡ് മാസ്റ്റർ 8th ലെവലിൽ നിൽക്കുന്ന ഷിമിന് അതിശക്തമായിട്ടുള്ള ആ ഇടി സാധാരണ ഇതിൽ തടുക്കാൻ പറ്റേണ്ടതാണ്. പക്ഷെ എന്തുകൊണ്ടോ ആ സമയത്ത് ഷിമിന് ഒന്നും പറ്റിയില്ല. ഷിമിന് എന്തെങ്കിലും ആക്ടിവേഷൻ ചെയ്യാൻ കഴിയും മുമ്പ് മാർക്ക് അവനെ തലങ്ങും വിലങ്ങും ഇടിച്ചു. ഇടിയേറ്റ് ഷിമിന്റെ തല തിരിച്ചറിയാൻ കഴിയാത്ത ശൈലിയിൽ ഏതാണ്ട് ചതഞ്ഞെന്ന് പറയാം. അവന്റെ മുഖവും ബോഡിയൊക്കെ ചതഞ്ഞ് ആ മണ്ണിന്റെ അതേ കടലിലേക്ക് വരികയാണ്. ഈ സമയത്ത് ദൂരെ തെറിച്ചു വീണിരുന്ന നീൽ ഫ്ലെമിംഗ് ഈ കാഴ്ച കാണാനായി ഏതാണ്ട് അവരുടെ അടുത്തെത്തിയിട്ടുണ്ട്. നീലിന് വല്ലാത്ത സന്തോഷം. അവന്റെ സന്തോഷം വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റില്ല. ശരിക്കും അത് അവന്റെ മുഖത്ത് നമുക്ക് വായിച്ചെടുക്കാം. വല്ലാത്തൊരു ആവേശത്തോടു കൂടിയാണ് നീൽ ഫ്ലെമിംഗ് ആ കാഴ്ച കാണുന്നത്. അത് കണ്ട മാസ്റ്റർ ഗാവിൻ ഉറക്കെ മാർക്കിനോട് പറഞ്ഞു, മാർക്ക് അവനെ വിട്ടേക്ക്. മാസ്റ്റർ ഗാവിന്റെ പ്രിയപ്പെട്ട ശിഷ്യനാണ് അവിടെ
ഇടിയേറ്റ് മൃതപ്രായനായിക്കൊണ്ടിരിക്കുന്ന സാക്ഷാൽ ഷിമിൻ ഫെങ്. ആ അവസ്ഥയിലും ഷിമിൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക് കണ്ടില്ലേ, മാസ്റ്ററിനെ വെറുതെ വിടാൻ പറഞ്ഞു, മാസ്റ്റർ എന്നോട് ക്ഷമിച്ചിരിക്കുന്നു. മാസ്റ്റർ അവനോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് അവൻ പറഞ്ഞതും മാർക്ക് ഫെല്ലർ കൈ ഉയർത്തൊരു ഒറ്റ ഇടി. ഷിമിന്റെ തല ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ആ ഇടി. ആ ഒറ്റ ഇടിയിൽ ഷിമിന്റെ ശരീരത്തിലെ ആ ഇന്റേണൽ എനർജി മുഴുവൻ മാർക്ക് പുറത്തേക്ക് തെറിപ്പിച്ചു എന്ന് പറയാം. ആ ഇന്റേണൽ എനർജി അതേ നിമിഷത്തിൽ മാർക്ക് അബ്സോർബ് ചെയ്യുകയാണ്. അങ്ങനെ അബ്സോർബ് ചെയ്തുകൊണ്ട് മാർക്ക് പറഞ്ഞു, നിന്നോട് നിന്റെ മാസ്റ്റർ ക്ഷമിക്കും, പക്ഷേ ഞാൻ ക്ഷമിക്കില്ല. അതേ സമയത്ത് മാർക്ക് ഫെല്ലർ അവന്റെ ആ ഡിവൈൻ സെൻസിനെ തൊട്ടതുമില്ല. വേണമെങ്കിൽ അവൻ ഇനിയും ജീവിക്കാം, പക്ഷേ ജീവിക്കുന്നത് ഒരു സാധാരണ മനുഷ്യനായിട്ടാവും. അവൻ്റെ ആ മാർഷൽ ആർട്സ് സ്ട്രെങ്ത് പൂർണ്ണമായും മാർക്ക് ഫെല്ലർ അവൻ്റെ ശരീരത്തിൽ നിന്ന് വലിച്ചെടുത്തിരിക്കുകയാണ്. അവൻ്റെ ബോഡി ഏതാണ്ട് നിശ്ചലമായതും മാർക്ക് ഫെല്ലർ അവിടുന്ന് എണീറ്റ് നടന്ന് മാസ്റ്റർ ഗാവിൻ്റെ അടുത്തെത്തി. ഗാവിൻ ഒരു വല്ലാത്ത അവസ്ഥയിലാണ്. ഗാവിനെ കൊല്ലാക്കൊല ചെയ്യുകയായിരുന്നു ഷിമിൻ. മാസ്റ്റർ ഗാവിനെ നീൽ ഫ്ലെമിങ്ങും മാർക്കും കൂടി ഒരു പരുവത്തിൽ പിടിച്ചെണീപ്പിച്ചു. എണീറ്റ ഗാവിൻ മാർക്കിനോട് ചോദിച്ചു, മാർക്ക് നീ ബ്രേക്ക് ചെയ്തു അല്ലേ? അതെ മാസ്റ്റർ, ഞാൻ ബ്രേക്ക് ചെയ്തു. ശരിക്കും മാർക്ക് ഫെല്ലർ ഈ ദിവസം തിരിച്ചറിഞ്ഞ ഒരു യാഥാർത്ഥ്യമുണ്ട്. മാർക്കിന്റെ ഓരോ ബ്രേക്കിംഗ് നടക്കുന്നതും തികച്ചും നിർണായകമായ സമയങ്ങളിലാണ്. മാർക്ക് പല സ്ഥലത്തും മുന്നോട്ട് പോകാനാവാതെ ഇടിച്ചു നിൽക്കുമ്പോൾ മാർക്കിനെ മുന്നോട്ട് നയിക്കുന്ന ഒരു സംഭവം മാർക്കിപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അനീതികളോടുള്ള മാർക്കിന്റെ പോരാട്ടമാണ് യഥാർത്ഥത്തിൽ മാർക്കിനെ നയിക്കുന്നത്. മാർക്കിന്റെ ഡ്രൈവിംഗ് ഫോഴ്സ് തന്നെ, മാർക്കിന്റെ ചാലക ശക്തി തന്നെ ആ അനീതികൾക്കെതിരെയുള്ള പോരാട്ടമാണ്. അനീതികൾക്കെതിരെ പോരാടുമ്പോൾ മാർക്കിനെ തടസ്സപ്പെടുത്തിയിരിക്കുന്നത് അതെന്ത് തന്നെയാണെങ്കിലും അത് ബ്രേക്ക് ആവുന്നുണ്ട്. ഇത് 3ാമത്തെ തവണയാണ് മാർക്കിന് ആ അനുഭവം ഉണ്ടാകുന്നത്. ഈ കഥയുടെ ഈ ഭാഗം എന്നോട് അവസാനിപ്പിക്കുന്നു. ഇതുവരെ മാർക്ക് ഫെല്ലറുടെ കഥ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത് BS ചന്ദ്രമോഹൻ. കമന്റുകൾ ചെയ്യുക. താങ്ക് യു.